ഹലോ ഹായ് വെൽക്കം ടു ഏതൊതല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് നമ്പർ 12 ആണ്. ഞങ്ങളൊരു പോള് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ. അതിൽ പോയിട്ട് വോട്ട് ചെയ്യുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങളുടെ ഇടയിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് വോട്ട് ചെയ്യുക. ഞങ്ങൾക്കിപ്പോൾ 42 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞതിൽ നിന്നും സത്യം പറഞ്ഞ സെക്കൻഡ് എപ്പിസോഡിൽ നിന്ന് അന്നേരം അത് ചെയ്യുമ്പോൾ 18 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിരുന്നു തോന്നുന്നു രണ്ടാമത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക്. അപ്പൊ അതിൽ നിന്നും 42ലേക്ക് എത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷം വരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയില്, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. യൂട്യൂബ് മ്യൂസിക്കിലും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞങ്ങളുടെ അബൌട്ട് സെക്ഷനിലുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ട്വിറ്ററിൻ്റെ പേജും ഞങ്ങൾ ഉടനെ തന്നെ ശരിയാക്കി അതും ആഡ് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ വരുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ട് വോട്ട് ചെയ്യുക. അപ്പം അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ഇടും. അപ്പം അതിനെല്ലാം നിങ്ങളുടെ പ്രതികരണം വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. ഇപ്പം തന്നെ ബിഗ് ബോസിൻ്റേത് വീക്കിലി എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിന് ശ്രമിക്കുന്നുണ്ട്. 2 എപ്പിസോഡ് വന്നിട്ടുണ്ട്. അതും നിങ്ങൾ ഇതുവരെ കേൾക്കാത്തവർ അതും ചെക്കൗട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ മറ്റ് സാധനങ്ങളൊക്കെ ഇത് ഓരോ എപ്പിസോഡിന്റെ ഞങ്ങൾ മുകളിൽ കൊടുക്കാം. അതൊക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് UDC കുമാരിയാണ്. വെൽക്കം ടു ദി ഷോ. ഹലോ, നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിങ് മീ. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗാനമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. ചാമുണ്ടി തായാണേ നനന്ദിനും മാവേ ഇന്നല്ല ജന്മದಲ್ಲೂ ಹುಟ್ಟೋಡು ಇಲ್ಲೇನೇ ദിൽ ദേ മേരേ ദർദ ഡിസ്കോ ദർദ ഡിസ്കോ. ഇതല്ല പാട്ട് മാറിപ്പോയി. ഇത് ആപ്തരക്ഷകയിലെ പാട്ടാണ്. നീ കേട്ടാൽ ഒരുപോലെ ഉണ്ടായിരിക്കും, പക്ഷേ ഇത് മറ്റൊരു പട്ടമാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് TCU യൂണിവേഴ്സിലെ 1 2 3 പടങ്ങളുടെ ഒരു സമഗ്ര സങ്കലന സന്തുലിത ഭാവമാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ മൂന്നിനും ഒരേ ഡയറക്ടർ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സിൽവർ ലൈനിങ്. റൈറ്റർ, ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, കഥാ, തിരക്കഥ, സംവിധാനം, സംഭാഷണം, ഗാനഭൂഷണം പി വാസു അദ്ദേഹമാണ് ഇന്ന്. TCUവിലെ 3 പ്രധാനപ്പെട്ട പടങ്ങളാണ്. മറ്റ് 2 പടങ്ങൾ കൂടിയുണ്ട്. മൊത്തം 5 പടങ്ങൾ ഉൾപ്പെടുന്ന ഒരു മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് ആണ് ഈ പി വാസു സിനിമാറ്റിക് യൂണിവേഴ്സ്. അപ്പൊ അതില് ഇന്ന് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ആപ്തമിത്ര, ആപ്തരക്ഷക, നഗബന്ദി ഇങ്ങനെ 3 ചിത്രങ്ങളാണ്. അപ്പം ആപ്തമിത്രയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. അതാണ് ഏറ്റവും പഴയ പടം. അതാണ് ആദ്യത്തെ പടം. അതായത് ഈ പി വാസു യൂണിവേഴ്സിലെയും ഫസ്റ്റ് പടമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ച്വലി കന്നഡയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചത്. കന്നഡ പടമാണ് ആപ്തമിത്ര. പിന്നെ വന്നതാണ് നമ്മുടെ ചന്ദ്രമുഖി എന്ന് പറയുന്ന നമ്മുടെ രജനീകാന്തിന്റെ പടം. മണിച്ചിത്രത്താഴിന്റെ ഒരു റീമേക്ക് ശൃംഖല പരമ്പരയില് തുടക്കം കൊടുക്കുന്നത് ആപ്തമിത്രയാണ്. അതെ അതെ. പി വാസവണ്ണനാണ് ആ ട്രെൻഡ് തുടങ്ങി വെച്ചത്. യെസ്, നമുക്ക് ഐശ്വര്യത്തോടെ ആപ്തമിത്രയിൽ നിന്ന് തുടങ്ങാം എന്ന് ഓർത്തു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഓർത്തോണ്ടിരുന്നത് ഇത് 8 പടം ഉണ്ടെന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ, അതായത് നാഗവല്ലി വീഡിയോ, നമ്മൾ മുകളിൽ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ വീഡിയോ ഇൻട്രോഡക്ഷൻ. അതെ അതെ അതെ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവും ഏകദേശം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഫിലിമിന്റെ സെറ്റിങ്സ് ഒക്കെ പോകുന്നതെന്ന്. അതായത് എങ്ങനെയാണ് പി വാസു സർ ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഓർഡറൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
അപ്പൊ ഞങ്ങൾ ശരിക്കും ഇത് ഓർത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ആപ്തമിത്ര ചെയ്തിട്ട് ഇതിന്റെ ആ ഇയർലി ഓർഡർ ചെയ്യാന്നാണ്. എങ്ങനെയാണ് ഏത് ഇയറിലാണ് ഇത് ഇറങ്ങിയെന്നുള്ള ഓർഡറിൽ ചെയ്യാം. അപ്പം ആദ്യം ആപ്തമിത്ര, പിന്നെ ചന്ദ്രമുഖി. അപ്പൊ ചന്ദ്രമുഖിയുടെ കൂടെ ആ സെയിം ഇയറിൽ ഇറങ്ങിയ ബംഗാളി വേർഷൻ രാജ്മഹൽ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ സാഡ്ലി ഇരിക്കുകയാണ് ഞങ്ങൾക്ക് രാജ്മഹലിന്റെ പ്രിന്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്ന് പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ലാംഗ്വേജസ് ക്ലബ് ചെയ്ത് ചെയ്യാം എന്നോർത്തത്. അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തപ്പോഴാണ് നമ്മുടെ ആപ്തമിത്ര ആപ്തരക്ഷക ഒന്നിച്ച് വന്നത്. അങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ നാഗവല്ലി കണ്ടു നോക്കിയപ്പോൾ ആപ്തരക്ഷകയുടെ സെയിം സാധനം എടുത്ത് അപ്പുറത്തോട്ട് വെച്ചേക്കുന്നു. അത് ഒരേ ദിവസം ഇറങ്ങിയതാണ്. ബട്ട് ഒരേ വർഷമാണ് അത് രണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഒരേ മാസമാണ്, സെയിം ഡേറ്റിലാണ് ഇറങ്ങിയത്. 19 ഫെബ്രുവരി 2010 രണ്ട് പടം ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ നോക്കിയ ഇതില്, അതായത് വിക്കിപീഡിയയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്. അല്ല, ഇതില് ഡിസംബർ കൊടുത്തിരിക്കുന്നത്. ഓ ആണോ? റിലീസ് ഡേറ്റ് എനിക്ക് തോന്നുന്നു മറ്റേ പ്രൊഡക്ഷൻ തുടങ്ങിയ ഡേറ്റ് ആയിരിക്കും. ഓ മേ ബി. ഓക്കെ. ബട്ട് എനിവേസ് അപ്പം ഒരേ മാസം അല്ല ഒരേ വർഷത്തിലാണ് എനിവേസ് ഇറങ്ങിയിരിക്കുന്നത്. മാസങ്ങളുടെ വ്യത്യാസമുള്ളൂ, പക്ഷെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും വിഎഫ്എക്സിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് വ്യത്യാസമുണ്ട്. അതെ, നമുക്കത് രണ്ടും ഒരേ വർഷം രണ്ട് ഇറങ്ങിയ ഡെക്കേഡിൽ പടങ്ങൾ പോലെ തോന്നും. അതെ അതെ അതെ. അപ്പൊ നമുക്ക് ആപ്തമിത്ര വെച്ചിട്ട് തുടങ്ങാം, സമയം കളയാതെ. കാരണം ഇച്ചിരി പറയാനുണ്ട്, ഏറെ പറയാനുള്ളത് കൊണ്ട്. 3 പടമുണ്ട്. അപ്പം വീഡിയോയുടെ നീളം എത്ര ഉണ്ടാവും അറിയില്ല. മൺചിത്രത്താഴ് ചെറുതാണ്, അപ്പൊ അത് നിങ്ങള് ചെറിയ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ അത് ചിത്രം. ഇത് 3 പടങ്ങളെ ഞങ്ങളിങ്ങനെ അരച്ച് കലക്കി ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ച് എടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആപ്തമിത്രയിൽ പറയുകയാണെങ്കിൽ ആപ്തമിത്ര 2004 ഇറങ്ങിയ പടമാണ്. കന്നഡ ലാംഗ്വേജ് ഹൊറർ ഫിലിം ഡയറക്ടഡ് ബൈ പി വസു. ഹൊറർ കോമഡി അല്ലായിരുന്നു? ഹൊറർ കോമഡി ചന്ദ്രമുഖിയാണ് ഹൊറർ കോമഡി ആയത്. പക്ഷെ സത്യത്തിൽ ഇതാണ് ഹൊറർ കോമഡി ആവേണ്ടത്, എന്താണെന്ന് അറിയില്ല. അതുണ്ടല്ലോ, ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഈ പടങ്ങൾ കാണുന്നതിന് മുമ്പേ ഞാൻ ചന്ദ്രമുഖി മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മൾ കുഞ്ഞിലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഏജസിൽ തന്നെ കണ്ടതാണ് ചന്ദ്രമുഖി. അപ്പം ഞാൻ നോർമൽ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾക്ക് മലയാളികൾക്ക് ചന്ദ്രമുഖിയോടുള്ള ഒരു വെറുപ്പുണ്ടല്ലോ, അതെൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ബുൽബുലയ കണ്ടിട്ടുണ്ട്, പക്ഷെ ബുൽബുലയ പിന്നെ കുഴപ്പമില്ല, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം. ഒരു നോർമൽ മലയാളികൾക്ക് നിന്നെപ്പോലുള്ള വിഷവിത്തുകൾക്കൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് ചന്ദ്രമുഖി പണ്ട് തൊട്ടേ എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇതാണ്. അതായത് ചന്ദ്രമുഖി കാണുമ്പോൾ നമുക്ക് ജ്യോതികയുടെ ഒരു ഇതൊക്കെ തോന്നില്ലേ. ആൾക്കാർക്ക് പൊതുവെ ജ്യോതികയായിട്ട് അലക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥിരം. ബട്ട് നിങ്ങൾ ആപ്തമിത്ര ആപ്തരക്ഷക നാഗവല്ലി കാണണം. ഇതിനകത്തിലെ ക്യാരക്ടേഴ്സ് ജസ്റ്റ് വാവ്, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മികച്ച അഭിനയമാണ്. എനിക്കറിയത്തില്ല, അത് നമ്മളിത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇതിനകത്തിൽ ചെറിയ ചെറിയ ക്ലിപ്സ് അവിടെ ഇവിടെ ആയിട്ട് ആഡ് ചെയ്യാം. നമ്മുടെ സാഹസസിംഗം ആണ് ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം സാഹസസിംഗത്തിന്റെ ആ ക്ലിപ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ആ സിംഗം കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സിംഗത്തരമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങള് അദ്ദേഹത്തിനെ കന്നഡയിൽ വിളിക്കുന്നത് തന്നെ എങ്ങനെയാണ്, ഡോക്ടർ വിഷ്ണുവർദ്ധൻ. അദ്ദേഹത്തിന് നമ്മളിട്ട പേരല്ല കേട്ടോ, പറയണം, ആൾക്കാർ വിചാരിക്കേ നമ്മളിട്ട പേരായിരിക്കും ഈ അനുരാഗ് സിംഗം എന്നൊക്കെ പറയുന്നത്. അനുരാഗ് സിംഗം പറഞ്ഞപ്പോ അതെ 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 ത്രൂ ഔട്ട് ഉള്ള, അതായത് 2 മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സിനെയാണ് നമുക്ക് ഈ ഒരു സീരീസുകളിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റുന്നത്. വിനീതിനെ നമുക്ക് ഹിന്ദിയിലും തമിഴില് തെലുങ്കില് തെലുങ്കിലെന്ന് തോന്നുന്നു, കന്നഡയില് 2 ഒരെണ്ണത്തിലേ ഉള്ളു, ഒരെണ്ണത്തില് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ത്രൂ ഔട്ട് വിനീതിനെ അവിടെ ഇവിടെ ആയിട്ട്, വിനീത് ആക്ടറിനെ കാണാൻ പറ്റും അവിടെ ഇവിടെ ആയിട്ട്. അതും സെയിം റോളാണ്, രാമനാഥന്റെ റോളാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മെയിൻ ആയിട്ടുള്ള സാറുണ്ട് മറ്റേ ഷോക്സമി. ദേവ്ജി ലൈറ്റ് ആണോ നീ പറയുന്നത്? ദേവ്ജി ലൈറ്റ്, കന്നഡ ദേവ്ജി ലൈറ്റ് ഉണ്ട്. ദേവന്റെ അന്യനാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പുള്ളിയുണ്ട്, അവിനാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ ദേവ്ജി എൻതൂസിയാസ്റ്റ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുള്ളിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. റിബ്ഡ് ദേവ്ജിയാണ് പുള്ളി. നമ്മുടെയൊക്കെ ഒരു ബോഡി സ്ട്രക്ചർ പ്ലമ്മിയാണ്, ക്യൂട്ട് ആണ് ദേവ്ജി. പക്ഷേ
പുള്ളി അത് ഓരോ പടം ചെല്ലുന്തോറും അങ്ങോട്ട് റിപ്പായി വരും അല്ലേ? ഇങ്ങനെ അതെ അതെ അതെ. അവസാനത്തെ നാഗവല്ലിയൊക്കെ ആയപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടി പുള്ളി പുറകിലോട്ട് കൈയൊക്കെ എടുക്കുമ്പോൾ മസിൽ ഇങ്ങനെ മുഴച്ചൊക്കെ ഇരിക്കും. നല്ല രസമാണ് കാണാൻ. ഏഹ് അതും ഈ അവസാനത്തെ എനിക്ക് ചന്ദ്രമുഖി 2-ല് അതായത് പി വാസുവിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സില് ചന്ദ്രമുഖി 2 ആണ് ലാസ്റ്റ് വന്നത്. അതിൽ മാത്രം ഇദ്ദേഹം ഇല്ല, ബാക്കി എല്ലാത്തിലും ഉണ്ട്. രാമചന്ദ്ര ആചാര്യ ആയിട്ടാണ് തെലുങ്കില്. കന്നഡയിൽ വരുമ്പോ ഇടയ്ക്ക് ഒരു സിദ്ധാന്തിയും കൂടെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ രാമചന്ദ്ര സിദ്ധാന്തി എന്നുള്ളതാണ്, സിദ്ധാന്തി ആചാര്യ എന്തോട് വരുന്നത്. പക്ഷെ യൂഷ്വലി പുള്ളി രാമചന്ദ്ര ആചാര്യാണ്. അപ്പം ഈ രാമചന്ദ്രാചാര്യാണ് നമ്മുടെ ഈ MCUവിലെ സ്റ്റാൻലി എന്നൊക്കെ പറയുന്ന പോലെ ഇദ്ദേഹം ഇങ്ങനെ ത്രൂ ഔട്ട് ഉണ്ട്. മൾട്ടിവേഴ്സ് മാഡ്നസ് പക്ഷെ ചന്ദ്രമുഖിയിൽ ഇല്ലെങ്കിലും ചന്ദ്രമുഖിയിൽ പുള്ളിയുടെ ഇതുണ്ട്, എസൻസ് ഉണ്ട്. അതായത് ചന്ദ്രമുഖി 2-ല് പുള്ളിയുടെ ശിഷ്യനാണ്, ബ്രാഡ്ലിയുടെ ശിഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിയുടെ ശിഷ്യനാണ് വന്ന് ഇതില് മന്ത്രം ചെയ്യുന്നത്. ശിഷ്യന്മാരുടെ ഒരു അയ്യരുകടയുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. മറ്റേ വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങളിപ്പം നമ്മുടെ ബ്രാഡ്ലിയുടെ ശിഷ്യനാണല്ലോ മോഹൻലാൽ ബ്രാഡ്ലിയുടെ ശിഷ്യനാണ്. തമിഴിൽ വരുമ്പം ശരവണൻ, അതായത് രജനീകാന്ത് ബ്രാഡ്ലിയുടെ ശിഷ്യനാണ്. കന്നഡയിൽ വരുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ വിജയ്, അതായത് നമ്മുടെ സാഹസിംഗം ബ്രാഡ്ലിയുടെ ശിഷ്യനാണ്. പിന്നെ തെലുങ്കിൽ വരുമ്പം നമ്മുടെ വിക്ടറി വെങ്കടേഷ് ആണ്, അദ്ദേഹം രജനീകാന്തിന്റെ ശിഷ്യനാണ്. അപ്പൊ അങ്ങനെ ശിഷ്യന്മാരുടെ ഒരു കളിയുണ്ട്. പക്ഷെ ഇവരാരും അല്ല ബ്രാഡ്ലിയുടെ ശിഷ്യന്മാര്. ഞാനാണ് യഥാർത്ഥത്തിൽ ബ്രാഡ്ലിയുടെ ശിഷ്യൻ. കാര്യം എന്റെ കോളേജിൽ എന്നെ പഠിപ്പിച്ച പ്രൊഫസറിന്റെ പേര് ബ്രാഡ്ലി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഞങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ അദ്ദേഹം BMW എന്നാണ് എഴുതുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്, ബ്രാഡ്ലി മോസ്ലി വില്യംസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ബ്രാഡ്ലി. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ ബ്രാഡ്ലിയുടെ ശിഷ്യനായത്. അത് ഞങ്ങള് പൊതുവെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പില് ദിഗംബരനെ എങ്ങനെയാണ് വിളിക്കുന്നത്, 10 തലയാവന് രാവണൻ, തനി രാവണൻ. പ്രബന്ധമുണ്ട് ഇവന്. എത്ര പ്രബന്ധമുണ്ട് നിന്റെ പേരില്? ആധുനിക മനഃശാസ്ത്രത്തിന്റെ ആധുനിക മനഃശാസ്ത്രത്തിൽ ദിഗംബരന് ഒരു 4 പ്രബന്ധം ഒക്കെ ഉണ്ട്. 4ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അദ്ദേഹത്തിനെ ഞങ്ങൾ ബ്രാഡ്ലിയുടെ ശിഷ്യൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഇനി ഈ ശരവണനും സണ്ണിയും ഈ വിജയും ഒന്നും അല്ല ബ്രാഡ്ലി. ഇവന്മാരൊക്കെ അവിടെ എന്തോ ഗ്രൂപ്പ് അടിച്ചു തൂക്കാൻ വന്നവന്മാരാണ്. എന്നിട്ട് എന്റെ ഹാർഡ് ഡിസ്ക് അടിച്ചോണ്ട് പോയാണ് അവന്മാര് പ്രബന്ധമൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ സാരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ അത്തമിത്രയുടെ ഫസ്റ്റ് സീനിൽ നിന്ന് തുടങ്ങാൻ. ആക്ച്വലി ഈ 3 പടങ്ങൾ എടുക്കുകയാണെങ്കിൽ നാഗവല്ലിക്കും ആപ്തരക്ഷയ്ക്കും വലിയ ബന്ധമൊന്നുമില്ല മൺചിത്ര താഴ്വായിട്ട്. അതൊരു സെക്കൻഡ് ഒരു ഇതിന്റെ ഒരു സീക്വൽ പോലെയാണ്. ചന്ദ്രമുഖിയുടെയും ആപ്തരക്ഷകയുടെ റീമേക്ക് ആണ്. അതേസമയം ചന്ദ്രമുഖിയുടെ ഒരു സ്പിൻ ഓഫ് പോലെയാണ്. ഇപ്പം പിവാസവണ്ണൻ ഉള്ളതെല്ലാം കൂടെ അരച്ച് വെച്ചതാണ്. എന്നിട്ട് അത് തന്നെ വീണ്ടും ഒന്നുകൂടെ അരച്ച് കലക്കി മിക്സ് ചെയ്തതാണ് ചന്ദ്രമുഖി 2 ഉണ്ടാക്കിയത്. യെസ്, തീർച്ചയായും. പിന്നെ അങ്ങനെ ഉണ്ടാക്കാണ്ട് പിന്നെ ഉണ്ടാക്കാതെ ഇനിയിപ്പം ചന്ദ്രമുഖി 3 വരുമായിരിക്കും. അതിനകത്ത് പാമ്പിനെ പറ്റിയിട്ടുള്ള ബാക്ക് സ്റ്റോറി എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ഈ പാമ്പാണ്. 30 അടി നീളമുള്ള ഈ പാമ്പ്. അത് ചില പടങ്ങളില് 3 അടിയായിട്ടൊക്കെ ചുരുങ്ങും, ചിലപ്പോ കളറ് മാറും. അവസാനത്തെ മറ്റേ ഈ ആപ്തരക്ഷയുടെ അവസാനം അതൊരു പുഴുവായി മാറുന്നുണ്ട്. മണ്ണിരയൊക്കെ പോലെ ബ്രൗൺ കളറിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ അതിന്റെ കഥ ബാക്ക് സ്റ്റോറി പറയാന്ന് ലോറൻസ് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. എനിക്കൊന്ന് അറിയണം എന്താണ് ഈ പാമ്പ്. കാര്യം ചന്ദ്രമുഖി കാണുന്നവർക്കൊക്കെ അന്നത്തെ സമയത്തൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു, ഈയിടെയാണ് പുള്ളി അത് റിവീൽ ചെയ്തത്. ഈ ചന്ദ്രമുഖി 2 വന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് പാമ്പിന്റെ ബാക്ക് സ്റ്റോറി. കാര്യം എല്ലാവരും വിചാരിക്കും, കാര്യം അത് ചന്ദ്രമുഖി അവരെടുത്തിരിക്കുന്ന ഒരു നമ്മുടെ മൺചിത്രത്താഴ് പോലെ ഒരു സൈക്കോളജിക്കൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അതേസമയം ഈ പാമ്പുണ്ട് അതിന്റെ ഒരു മിസ്റ്റിക്കൽ ഹൊറർ എലമെന്റ് ആയിട്ട്. ഈ പാമ്പിന് എന്താണ് റോൾ എന്ന് ചോദിച്ചപ്പം പി വാസവണ്ണൻ പറഞ്ഞത്, അതായത് നിധി ഇരിക്കുന്നിടത്തെല്ലാം ഇങ്ങനെ ഡ്രാഗൺ അല്ല ഇങ്ങനെ എന്തെങ്കിലും ക്രീച്ചർ ഉണ്ടാവുമല്ലോ, അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ. അങ്ങനെയാണ് പാമ്പെന്നാണ് പുള്ളി അന്ന് പറഞ്ഞത്. അല്ല, പി വാസവണ്ണന്റെ ലോജിക്കുകൾ നോക്കാതിരിക്കായിരിക്കും നല്ല നല്ല മികച്ച ലോജിക്കുകളുണ്ട്. നമുക്ക് ഈ പടത്തിന്റെ കാര്യം പറയുമ്പോൾ ലോജിക്കിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം. കണ്ടിന്യൂ. അപ്പം നമ്മുടെ ആപ്തമിത്രയിലേക്ക് വരികയാണെങ്കിൽ
ഇതില് ആദ്യത്തെ സീൻ അത് ഞാൻ പറഞ്ഞു വന്നേ അതാണ് ആക്ച്വലി. അതായത് ആപ്തമിത്ര ശരിക്കും മണിച്ചിത്രത്താഴുമായിട്ട് ട്രൂ, അതായത് പി വാസു യൂണിവേഴ്സില് ആപ്തമിത്രയ്ക്കാണ് ശരിക്കുള്ള നമ്മുടെ മണിച്ചിത്രത്താഴുമായിട്ട് പിന്നെ ഒരു സാമ്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നല്ല അതൊരു അത്യാവശ്യം ഒരു ബൂൽബുലയുടെ അത്ര അങ്ങ് ക്ലോസ് അല്ല, കാരണം ഇതിനകത്തില് നമുക്ക് മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ ശ്രീവാസ്തവന്റെ ഇടപെടലുകൾ കാണാൻ പറ്റും. ഉണ്ട് ഉണ്ട്. പിന്നെ ആറാം തമ്പുരാനും ഉണ്ട്, അതുകൊണ്ട് ആ മറ്റേ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ അതെ മുത്തമ്മദുവിന് ക്രെഡിറ്റ്സ് ഒന്നും കൊടുക്കാതെ അണ്ണൻ തന്നെ എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തതിന് അതിപ്പം പിന്നിൽ അതിപ്പോ ഇയാൾക്ക് മറ്റേ എന്തായിരുന്നു മുത്തമ്മദ് മുട്ടമധുവിന് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രഞ്ജിത്തിന് കൊടുക്കണ്ടേ? ആ 6-ാം നമ്പരാണ് രഞ്ജിത്തിന് ആറാം കൊടുക്കണം, തമ്പുരാൻ. ആർക്കൊക്കെ കൊടുക്കണം, ഇതെല്ലാം കൂടെ പുള്ളി അവിടെ വെച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് പുള്ളി ഇപ്പം പക്ഷെ അതാണ് പുള്ളി അപ്പൊ വരുത്തിയ ആ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പുള്ളി ക്രെഡിറ്റ്സ് കൊടുക്കാതെ. കാര്യം പുള്ളിയുടെ ഇൻപുട്ട് ഉണ്ടല്ലോ. തീർച്ചയായും. പിന്നെ കാരണം പിന്നെ അപ്പോ അത് പറഞ്ഞപ്പോഴാണ് അത് എന്റെ ഫസ്റ്റ് സീൻ തൊട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് സീനിന്റെ ഇന്നസെന്റിന്റെ ക്യാരക്ടർ പോലെ, ഇന്നസെന്റിന്റെ ക്യാരക്ടറിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ മനയിലേക്ക് കയറുകയും മന നോക്കാൻ 5000 രൂപയ്ക്ക് പുള്ളിയെ ഏൽപ്പിച്ചതാണെന്നാണ് പറയുന്നത്. മറ്റേതിന്റെ അത്തിലെ കൂട്ട് ബന്ധുവാണ് ആണ് ആ മനയുമായിട്ട് പുള്ളിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഈ ഇതിനകത്തിൽ ആപ്തമിത്ര യൂണിവേഴ്സിൽ മനയുമായിട്ട് ആർക്കും ബന്ധമില്ല. അതായത് ഈവൻ നകുലന് പോലും ബന്ധമില്ല. അതായത് നകുലന്റെ ക്യാരക്ടറിൽ വരുന്ന ആക്ടറിന്റെ പേരെന്തായിരുന്നടാ? രമേശ് അരവിന്ദ്. യെസ്, അദ്ദേഹമാണ് നമ്മുടെ നകുലന്റെ ക്യാരക്ടറിൽ വരുന്നത്. ആ അദ്ദേഹം നമ്മുടെ നകുലൻ പഞ്ചതന്ത്രം സിനിമയിലൊക്കെ ഉണ്ട്. കമലഹാസന്റെ ഐങ്കുരും താടികളിലെ ഒരു താടിയായിട്ട് വരുന്നുണ്ട്. തീർച്ചയായും കന്നഡൻ താടിയെന്ന് തോന്നുന്നു. കന്നഡൻ താടിയാണോ? അതോ തെലുങ്ക് താടിയാണോ? കന്നഡൻ താടിയായിരിക്കും, കാരണം ഇത് കന്നഡയാണല്ലോ. കന്നഡത്താടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കും. അപ്പോ ഞാൻ എന്താ പറയാ, അപ്പൊ അദ്ദേഹം നമുക്ക് നകുലൻ എന്ന് തന്നെ വിളിക്കാം. ആൾക്കാർക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയതുകൊണ്ട് അങ്ങനെ തന്നെ വിളിക്കാം. ഇതിനകത്തിൽ പുള്ളിയുടെ പേര് രമേശ് എന്ന് തന്നെയാണ് തോന്നുന്നത്. രമേശ് രമേശ് തന്നെയാണ്. അപ്പോ നകുലൻ സത്യം പറയാം, നകുലന് നമ്മുടെ അരൺമനയായിട്ട്, അതായത് ആ ഒരു കൊട്ടാരമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് ഈ നാട്ടിലാണ്, അവരുടെ ബന്ധുക്കളെല്ലാം ആ നാട്ടിലുണ്ട്. അപ്പൊ അത് ഈ വീട് ഓപ്ഷന് വെക്കാൻ അവരുടെ ഒറിജിനൽ വീട്ടുകാർ, അതായത് ഈ രാജപരമ്പരയിൽ ഉണ്ടായിരുന്ന വീട്ടുകാർ അത് ഓപ്ഷന് വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് കാരണം ഇദ്ദേഹം വന്നിട്ട് അത് ഓപ്ഷനിൽ വാങ്ങിക്കുന്നതായിട്ടാണ് കഥ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു മുൻ ഭാഗത്ത് ഇന്നസെന്റിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്. ഇന്നസെന്റിന്റെ ക്യാരക്ടർ വന്നിട്ട് എന്താണ് 5000 രൂപയ്ക്ക് ഈ മന കെയർ ടേക്ക് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സീൻസ് എല്ലാം അത്യാവശ്യം സീൻ ടു സീൻ ആണ് സത്യം പറഞ്ഞ, അല്ലേ? ഗോപാല എന്നും പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. ഗോപാലൻ തന്നെയാണ് തമിഴിലും ഉള്ളത്. തമിഴിലും ഗോപാല് എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതില് ഗോപാലനെ കാണിക്കുന്നില്ല, ഇതില് ഗോപാലനെ കാണിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള നമ്മുടെ ഗണേഷ് ചെയ്ത ക്യാരക്ടർ, അതായത് ദാസപ്പൻകുട്ടിയുടെ ക്യാരക്ടറും നമ്മുടെ ഗോപാലിന്റെ ക്യാരക്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എന്താണ്ട് ഒരു മിക്സ്ചർ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ദാസപ്പൻകുട്ടി ചെയ്യുന്ന പ്രവർത്തികളൊക്കെ ഇതിനകത്തിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്, ഈ ഗോപാലി ചെയ്യുന്നുണ്ട്. പിന്നെ ഗോപാലിന്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ചന്ദ്രമുഖി കണ്ടതുകൊണ്ട് എനിക്ക് നമ്മുടെ ഇതിനകത്തോട്ട് കയറുമ്പോഴും സ്റ്റഫ്ഡ് ആനിമൽസിനെ കാണുന്നുണ്ട്, അല്ലേ? ഈ കൊട്ടാരം തന്നെ യൂസ് ചെയ്തിരിക്കുന്നു ചന്ദ്രമുഖിക്ക് വേണ്ടിയിട്ട്. അതേ സെറ്റിങ് തന്നെ. അതിൻ്റെ അകത്തെ പോലെ കടുവ, പുലി, സിംഹം അങ്ങനെയുള്ളതിന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. സ്റ്റഫ്ഡ് സ്റ്റാച്യൂസ്. ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ മറ്റേനകത്തില് ശരിക്കും പത്മനാഭപുരം കൊട്ടാരമാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തിൽ അവിടെ ഫ്രണ്ടിൽ ശരിക്കുള്ള സ്റ്റാച്യൂലാണ് ഈ ഇന്നസെന്റിന്റെ ക്യാരക്ടർ ഇത് കൊട തൂക്കിയിടുന്നത്. പക്ഷെ ഇവിടെ പി വാസുണ്ണനെ ഒറിജിനൽ സ്റ്റാച്യൂ ഇല്ലാത്തോണ്ട് പറഞ്ഞോളൂ, ദിഗംബരൻ പറഞ്ഞോളൂ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാച്യൂ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ കൊടയൊക്കെ തൂക്കുമ്പോൾ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ സെറ്റ് വർക്കുകളെല്ലാം ഈ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ മികച്ചതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണാൻ സാധിക്കും. പിന്നെ അതൊക്കെ നമ്മള് കുറെയൊക്കെ നമ്മളെ സിനിമയൊക്കെയല്ലേ, അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പോട്ടെ സാരയില്ല, പോട്ടെ വിട്ട് കളയണം. നമ്മുടെ അത് കഴിഞ്ഞിട്ട് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ആയിട്ട് ചില സീൻസ് ഒക്കെ അവർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ മറ്റേ ആലിന്റെ അടിയിലിരുന്ന് ഇവര് ഈ അക്ഷരശ്ലോകം മത്സരം പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ, അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം അതായത് ഈ താക്കോൽ എടുക്കാതെ ഹൃദയത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇന്നസെന്റിന്റെ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്.
ഒഴിവാക്കിയിട്ട് ഇവിടെ ഭാര്യയായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഭാര്യയാണ് നിങ്ങളല്ല ഞാൻ 5000 രൂപയ്ക്ക് അത് പോയി നോക്കാൻ പോയത്, മര്യാദയ്ക്ക് പോയിട്ട് താക്കോൽ എടുത്തോണ്ട് വന്ന് പറഞ്ഞ് പുള്ളി അദ്ദേഹത്തിനെ പറഞ്ഞു വിടുന്നത്. അപ്പം ഈ ഗോപാൽ പ്ലസ് ദാസപ്പൻകുട്ടിയായ മനുഷ്യന്റെ കൂടെയാണ് ഇന്നസെന്റ് ചേട്ടൻ പോയിട്ട് നമ്മുടെ താക്കോൽ എടുക്കാൻ റൂം അടച്ചിട്ട്, അതായത് ആ അരൺമന കന്നഡ അടച്ചിട്ട്, ഇന്നസെന്റ്. കന്നഡ ഇന്നസെന്റ് അടച്ചിട്ട് അരൺമന അടച്ചിട്ട് താക്കോൽ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കന്നഡ നാഗവല്ലിയായ സൗന്ദര്യനെ കാണുകയാണ്, ഗംഗ ഇങ്ങനെ മീറ്റ് ചെയ്യുകയാണ്. അതെ അത് അതെ. അത് പക്ഷെ ഇതിനകത്തിലുണ്ടല്ലോ, ഇതിനകത്തില് ബീജം ഒക്കെ ഇച്ചിരി ക്രീപ്പിയാണ്, എന്നൊക്കെ പറഞ്ഞുള്ള ബീജം ഒക്കെയാണ്. അത് കേട്ടെങ്കിൽ നമുക്ക് ശരിക്കും യക്ഷയാണെന്ന് തോന്നും. അങ്ങനത്തെ ബീജം ഒക്കെയാണ്, റോങ് ബീജംസ് ഉണ്ട് ഇതിനകത്തില്. പീവാസു യൂണിവേഴ്സിൽ ആപ്തമിത്രയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പീവാസു യൂണിവേഴ്സിൽ പാമ്പില്ലാത്ത ഒറ്റപ്പടം ഇത് മാത്രമേ ഉള്ളൂ, അല്ലേ? Am I wrong? ശരിയാ. കറക്റ്റ്. കാര്യം ചന്ദ്രമുഖി തൊട്ടാണ് പുള്ളിക്ക് ആ പാമ്പിന്റെ ഐഡിയ വന്നത്. അവിടെ Yes, yes. തൊട്ടാണ് അങ്ങോട്ട് ബാക്കി എല്ലാത്തിലും പുള്ളിയുണ്ട്. ഇങ്ങനെ രാജനാഗും, ചില സമയങ്ങളിൽ അനക്കോണ്ടയായിട്ടും ചില സമയങ്ങളിൽ പുഴുവായിട്ട്. രാജവെമ്പാലയായിട്ടും നമുക്ക് തോന്നും. ചിലപ്പോൾ പുഴുവായിട്ടും മാറാറുണ്ട്. അത് ചില സമയത്ത് 30 അടി കാണും, ഒരു വീടിന്റെ ഇങ്ങനെ പൊക്കത്തോടെ ഇങ്ങനെ പോകുന്ന അത്രയും വലിപ്പമുണ്ട്. ചില സമയങ്ങളിൽ ഒരു മുറിക്കകത്ത് ഇങ്ങനെ ചെറിയ ഇതിന്റെ അകത്തൊക്കെ കയറുന്ന പരിപാടി. അങ്ങനെ സൈസും രൂപവും ഭാവവും എല്ലാം മാറി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രത്യേകതരം പാമ്പാണ്. കളറും മാറാറുണ്ട് പലപ്പോഴും. പുള്ളി ഒരു ദൈവം പോലെയാണല്ലോ കാണിക്കുന്നത്, അപ്പൊ അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവ് കാണും. നമുക്കറിയത്തില്ലല്ലോ അത് എന്ത് ദൈവം technique ഒരു ശക്തിയുള്ള ഒരു ആത്മാവ്. ഓക്കെ, ആയിരിക്കും, കാണുമായിരിക്കും. പിന്നെ അത് പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഡേവിഡ് ലൈറ്റ് പറയുന്നുണ്ട്, അതായത് അന്ന് ചന്ദ്രമുഖി കത്തി വെച്ച് ഈ പാമ്പിനെ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ചന്ദ്രമുഖിയുടെ ആത്മാവ് ആ പാമ്പിലുണ്ടെന്ന്. അപ്പൊ ചന്ദ്രമുഖിയാണോ പാമ്പ്? അത് ഈ ചന്ദ്രമുഖി അവിടെ എന്താ കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രീവാസവണ്ണൻ അങ്ങനെ ഒരു മിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ് അന്ന് പാമ്പിനെ ഇട്ടത്. പുള്ളി തന്നെ പിന്നെ ഇത് ഡെവലപ്പ് ചെയ്യുമെന്ന് പുള്ളി ഓർത്തിട്ടുണ്ടാവില്ല. ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലോ, ആപ്തരക്ഷക നാഗവല്ലി ഇതിലോട്ട് വരുമ്പോഴത്തേക്ക്. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ആപ്തരക്ഷകയിൽ അത് പറയുന്നില്ല. കാര്യം ആപ്തരക്ഷകയും ചന്ദ്രമുഖിയായിട്ട് ബന്ധമില്ല. നാഗവല്ലിയിലാണ് ഇയാൾ ഈ പാമ്പിന്റെ കാര്യം പറയുന്നത്. നാഗവല്ലിക്കകത്ത് പുള്ളി പറയുന്നുണ്ട്, അന്ന് ചന്ദ്രമുഖി എൻഡ് ചെയ്യുന്നത് ഗംഗയ്ക്ക് എല്ലാം ഭേദമാകും, അന്നേരം ഈ പാമ്പ് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം പുള്ളി പറയുന്നത്, അന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ചന്ദ്രമുഖി ഒരു പാമ്പിന്റെ രൂപത്തിൽ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ ജ്ഞാനദൃഷ്ടി അന്നേരം വർക്ക് ചെയ്തുള്ളൂ. അതിനു മുമ്പ് വരെ അവിടെ സൈക്കോളജിക്കലാണെന്നുള്ള രീതിയിലാണ് അണ്ണം പൊക്കോണ്ടിരുന്നത്. പെട്ടെന്ന് ജ്ഞാനദൃഷ്ടിയൊക്കെ വർക്ക് ആവും. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് സത്യം പറഞ്ഞാല് ചന്ദ്രമുഖിയിലെ പോലെ സിമിലാരിറ്റീസ് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അതായത് നമ്മുടെ സാഹസ സിംഗം ഇതിനകത്ത് ഇൻട്രോ സീൻ നിനക്ക് ഓർമ്മയില്ലേ? ഈ ആപ്തമിത്ര ഇതിന്റെ ഒരു ട്രിവിയ പറയാനാണെങ്കിൽ, രജനീകാന്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ബാബ സിനിമ റിലീസായി കഴിഞ്ഞിട്ട്, ബാബ പുള്ളിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നത്, പുള്ളി തന്നെ കഥ, തിരക്കഥ, സംവിധാനം വേറെ മറ്റേ സുരേഷ് കൃഷ്ണനെ കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത്. ഭാഷയൊക്കെ എടുത്ത സമയമാണ്. അപ്പം എന്നാലും ഫുള്ള് രജനീകാന്ത് തന്നെയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വാലിറ്റി വളരെയധികം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിൽ ഊന്നിയ ഒരു പടമാണ് ബാബ. പക്ഷെ അത് പ്രതീക്ഷിച്ച പോലെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം ആ സമയത്ത് രജനി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അതെപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ഇതില് ബാബ ഭയങ്കര ഓപ്പണിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ ആർക്കും അങ്ങോട്ട് നേരെ ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് നന്നായിട്ട് തന്നെ അത് പൊട്ടി. അപ്പൊ അത് പൊട്ടിയതിന് ശേഷം രജനീകാന്തിന്റെ കരിയർ അതോടെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്നേരം ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് അത് ഇഷ്ടമാണ് എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല പടം, അതുകൊണ്ട് ചോദിച്ചത്. ഇന്നത്തെ കാലത്ത് അതിനൊരു എന്താ പറയുന്ന ഒരു കൾട്ട് സ്റ്റാറ്റസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് ഈയിടെ റിലീസ് ആയി. പക്ഷെ റിലീസ് ആയപ്പോഴും അത്ര വലിയ ഇതൊന്നും അങ്ങനെ ഉണ്ടായില്ല. അതിന്റെ അവര് കുറച്ച് ഭാഗങ്ങളൊക്കെ അവര് എന്താ പറയുന്നേ ഒന്നുകൂടെ ഒന്ന് ട്രിമ്മൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തു. ഞാൻ പണ്ട് കണ്ടതാണ്. എനിക്ക് അന്ന് ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ അകത്തൊക്കെ ഈ ചില പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പടയപ്പയ്ക്കകത്ത് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ ഇതിൽ ഇച്ചിരി കൂടുതലാണ്, ഇത്തിരി ഡബിൾ ആവും. അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് അതൊക്കെ കേൾക്കുമ്പോഴാണ് പ്രശ്നം. അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു രസമുള്ള പടമാണ്. അതായത് പുള്ളി ഇങ്ങനെ
ആം, ഭയങ്കര കള്ളൊക്കെ കുടിച്ച് അത് ഭയങ്കര കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ജീവിക്കണമെന്ന് പുള്ളിയുടെ ജാതകത്തിലുണ്ട്. അതായത് അവനെ ഒന്നും തടയരുത്. ഒരു സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, ഉം. അവൻ എന്ത് ചെയ്താലും അവനെ തടയരുത്, അവൻ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ അനുസരിക്കണമെന്ന് അവന്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുള്ളീനെ ആരും കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെയാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലാണ് പുള്ളിക്ക് ഒരു വരം കിട്ടും. ഒരു അതായത് ബാബാജി ഈ ഹിമാലയത്തിൽ 1000 വർഷങ്ങൾക്ക് മുകളിൽ ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ പുള്ളീനെ ആണ് നമ്മുടെ രജനീകാന്ത് റിയൽ ലൈഫിൽ ഫോളോ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഹിമാലയൻ ട്രിപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ബാബാജിനെ കാണാൻ വേണ്ടി, ബാബാജിയുടെ ഗുഹ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ബാബാജിയിൽ നിന്നും പുള്ളിക്ക് ഒരു വരം കിട്ടുകയാണ്. 10 മന്ത്രങ്ങളും അങ്ങനെ ഏതാണ്ട് ഒരു നമ്പർ ഓഫ് മന്ത്രങ്ങൾ, 6 മന്ത്രം 5 മന്ത്രം അങ്ങനെ ഏതാണ്ട് കൊടുക്കും. പ്രത്യേക രീതിയിൽ ഇങ്ങനെ ആക്ഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ മന്ത്രങ്ങൾ യൂസ് ചെയ്ത് എന്ത് ആഗ്രഹിച്ചാലും കിട്ടും. അപ്പൊ ആദ്യത്തെ ഒരു 3-4 പുള്ളി ചുമ്മാ പട്ടം പറത്തുന്നു, ആ പട്ടം പറന്നു വന്ന് എന്റെ കയ്യിൽ ഇരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് നീലാംബരിയുടെ ക്യാമിയോ ഉണ്ട് കേട്ടോ. ഒരു പടയപ്പ റിലീസായി കഴിഞ്ഞിട്ട് വരുന്നതായതുകൊണ്ട് ഒരു നീലാംബരിയുടെ ഒരു ചെറിയ ക്യാമിയോ ഉണ്ട്, നീലാംബരി ആയിട്ട് തന്നെ. അത് നല്ലൊരു ഒരു ഫൺ ക്യാമിയോ ആണ്. അപ്പൊ അതുണ്ട്. നീലാംബരി ഉണ്ട്, നീലാംബരിയുടെ ചേട്ടനായിട്ടുള്ള നാസറും ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ മന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. മന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ലാസ്റ്റ് പൊളിറ്റിക്സിലേക്ക് വരത്തില്ല എന്നുള്ള രീതിയിൽ ഒരു പോയിന്റിൽ എൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അപ്പൊ അത് അങ്ങനത്തെ ഒരു പടമാണ്. അത് കണ്ടിരിക്കാനൊക്കെ രസമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മള് വലുതാകുമ്പോഴാണല്ലോ നമ്മൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറെ പ്രോബ്ലമാറ്റിക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് വീട്ടിലുള്ള പണികളൊക്കെ ഒരെണ്ണം ഇങ്ങനെയാണ്. വീട്ടിലുള്ള പണിയൊക്കെ അതായത് ഈ മനീഷ കൊയ്രാളയുണ്ട്. മനീഷ കൊയ്രാളയും പുള്ളിക്കാരിയുടെ അനിയത്തിയും കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ മുകളിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ടെറസിന്റെ മണ്ടയിൽ. അപ്പൊ അത് വായി നോക്കിക്കൊണ്ട് കുറെ അമ്മമാരെ അങ്ങനെ നിൽപ്പുണ്ട് അവിടെ ഉള്ളവരൊക്കെ. അപ്പം പുള്ളി അവിടെ വരും. പുള്ളി അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സിന്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കമന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് മനീഷ കൊയ്രാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും എക്സസൈസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വീട്ടില് ഇങ്ങനെ മാവാട്ടുക അല്ലെങ്കിൽ തുണി അലക്കുക അല്ലെങ്കിൽ പാത്രം കഴുകുക അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പം ഇങ്ങനെ ഇന്ന പൊസിഷൻസിൽ ഇന്ന ബോഡി പാർട്ടിനൊക്കെ ഹിപ്പിന് നല്ലതാണ്, ഇങ്ങനെ നല്ലതാണ്, ഉത്കട്ടാസന കെട്ടുട്ടാസന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ അടിച്ചു വിടുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, അതൊക്കെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണെന്നുള്ള രീതിയിൽ അടിച്ചു വിടും. എന്നിട്ട് അപ്പൊ പുള്ളിയുടെ കൂടെയുള്ള ഗൗണ്ടമണി എന്നെ ചോദിക്കും ഇതൊക്കെ എപ്പോഴാണ് നിനക്ക് നീ പഠിച്ചെന്നുള്ളത്. അപ്പം പുള്ളി അറിയാം ആർക്കറിയാം, ഞാൻ ചുമ്മാ അടിച്ചു വിട്ടാന്ന് പുള്ളി ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു നിർത്തുവാനെ കുഴപ്പമില്ല. അത് അടുത്ത സീനില് അപ്പം ഈ മനീഷ കൊയ്രാളുടെ അച്ഛനുണ്ട്, നമ്മുടെ അവന്റെ പേര് പറഞ്ഞല്ലോ, എന്നെ അറിந்தாലേ വില്ലന്റെ പേരെന്തായിരുന്നു? എന്നെ അറിந்தாലും ഞാൻ കണ്ടതാണല്ലോ. സോറി അറിയത്തില്ല. അരുൺ വിജയുടെ അപ്പനുണ്ട് ഇതില്, വിജയ് കുമാർ. അപ്പം വിജയ് കുമാർ മനീഷ കൊയ്രാളയുടെ അച്ഛനായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഈ ഡയലോഗ് കേട്ടിട്ട് പറയുന്നത് അപ്പം പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. അത് ഇച്ചിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേണമെങ്കിൽ ആ പടം കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാര്യം എനിക്ക് ഈ രജനീകാന്തിന്റെ പടങ്ങളിലൊക്കെ ഇങ്ങനത്തെ ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് നമ്മളെന്തെങ്കിലും ശിവാജിയുമായിട്ട് വരുന്നുണ്ടല്ലോ നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിൽ. അപ്പൊ നമുക്ക് ചെയ്യാം. ശിവാജിയിലും ഉണ്ട് ഈ പറഞ്ഞ പോലെ ചില റേസ് കളറിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ചില ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ചില ജോക്സ് ഒക്കെ ഇച്ചിരി കട്ടറിന് ജോക്സാണ്. അത് പോട്ടെ, ഒരു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെന്ന് പറയാം. എന്ത് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത് പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ ഈ ബാബ റിലീസായി കഴിഞ്ഞിട്ട് പുള്ളി അപ്പൊ ഇങ്ങനെ എല്ലാം തകർന്നു തരിപ്പണമായി, ഈ രജനീകാന്ത് ഇനി അഭിനയിക്കത്തില്ല, രജനീകാന്തിന്റെ കരിയർ എൻഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് പുള്ളിയും നിർത്തി പോകാം എന്നുള്ള ഒരു ഐഡിയയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി കർണാടകക്കാരനാണല്ലോ ശരിക്കും. അപ്പം പുള്ളിയുടെ കൂട്ടുകാരനുമായിട്ട് ഒരു തിയേറ്ററിൽ പോയി, കർണാടകയിൽ ഒരു തിയേറ്ററിൽ പോയി.
സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വേഷം മാറിയാണ് പോവാറ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഗോ മറ്റേതൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകും. ഉം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി കാണാൻ കയറിയ പടം ആപ്തമിത്രയാണ്. ആ ഓക്കെ. ആപ്തമിത്ര അന്നേരം അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആപ്തമിത്ര കണ്ടു കഴിഞ്ഞപ്പോൾ രജനീകാന്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെടും. അപ്പൊ അത് രജനീകാന്തിന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഫ്ലൈറ്റില് പൊക്കോണ്ടിരിക്കുമ്പം അതേ ഫ്ലൈറ്റിൽ പി വാസു ഉണ്ടായിരുന്നു. ഉം. അപ്പൊ പി വാസുമായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു ആപ്തമിത്രയുടെ കാര്യം പറഞ്ഞു. ഞാൻ കണ്ടു ആപ്തമിത്ര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. നമുക്ക് തമിഴിൽ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിൽ വന്നു. കാര്യം അത് നമുക്ക് ആപ്തമിത്ര കാണുമ്പോഴും തോന്നും. കാര്യം ഈ വിഷ്ണുവർദ്ധന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാല് രജനീകാന്തുമായിട്ട് ഭയങ്കര സിമിലർ ആണ്. അപ്പൊ പക്ഷെ പുള്ളി ഉണ്ടല്ലോ ഇത് കാണുമ്പോഴത്തേനേ പുള്ളി ഇത് ഞാൻ ആക്ച്വലി ആദ്യം ആപ്തമിത്ര കാണുമ്പോൾ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ചന്ദ്രമുഖിയുടെ റീമേക്ക് ആയിരിക്കും ആപ്തമിത്ര എന്ന്. കാരണം രജനീകാന്ത് സംസാരിക്കുന്ന പോലെയാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് തന്നെ. പുള്ളിയുടെ സ്റ്റൈൽ അതുപോലെ, നടത്തം അതുപോലെ, സംസാരിക്കുന്ന രീതി അതുപോലെ അല്ല, നിനക്ക് തോന്നിയില്ലേ? എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് അതിലും കൂടുതൽ തോന്നിയത് ഈ റോള് പി വാസുവണ്ണൻ തന്നെ ചെയ്യുമായിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. കാര്യം പുള്ളി ഒരു പി വാസു വിത്ത് രജനീകാന്ത് സ്റ്റൈല് പോലെയാണ് അതിന്റെ ഒരു ലുക്ക്. അവന്റെ ഊശാന്താടിയൊക്കെ വെച്ചിട്ട്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു ട്രിവിയ പറയാം. അതായത് പി വസു സർ നമ്മുടെ നാഗവല്ലിയുടെ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബിഹൈൻഡ് ദ സീൻസിൽ നമ്മുടെ അനുഷ്ക ഷെട്ടിയാണ് നമ്മുടെ നാഗവല്ലിയിലെ നാഗവല്ലി, അതായത് കെ ചന്ദ്രമുഖി. അത് രണ്ടുപേരും കൂടെ ചേർന്ന ഒരു സാധനമാണ് നാഗവല്ലിയിലെ. അതായത് അനുഷ്ക ഷെട്ടി ഇസ് ചന്ദ്രമുഖി ആൻഡ് നാഗവല്ലി. അതിൻ്റെ കഥ നമുക്ക് അങ്ങോട്ട് ചെലവാ പറയാം. ബട്ട് അനുഷ്ക ഷെട്ടീനെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്ന പി വാസുവണ്ണന്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ചോദിക്ക സൗന്ദര്യ എന്തായിരുന്നു അനുഷ്ക, പിന്നെ ആരായിരുന്നു ഒരാളും കൂടെ ഉണ്ടല്ലോ, കങ്കന, പിന്നെ മറ്റേവരും വിമലാരാമനാണ് കൂട്ടത്തിൽ ഏറ്റവും ഡീസന്റ് കേട്ടോ. എനിക്ക് അല്ല സൗന്ദര്യ കുഴപ്പമില്ല, പക്ഷെ ബാക്കിയെല്ലാം കണക്കാണ്, ഒന്നും പറയാനില്ല. നിന്റെ ഫേവറേറ്റ് ജ്യോതികയാണ് കേട്ടോ. എന്റെ ഫേവറേറ്റ് ജ്യോതികയാണ്. പിന്നെ ഇതിനെല്ലാം മൂല കാരണം, ഇതിനെല്ലാം കാരണക്കാരൻ പി വാസുവണ്ണനാണ് നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ അവരെ ഇപ്പം നമ്മൾ ഈ ചന്ദ്രമുഖിയെ കാണുമ്പോൾ ഓർക്കേ ജ്യോതികയൊക്കെ നല്ല ആക്ട്രസ് അല്ലേ, പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ ദുരന്തമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കും. പക്ഷെ അപ്പൊ നമ്മൾ അതിന്റെ പടം എൻഡ് ചെയ്ത് ക്രെഡിറ്റ്സ് റോൾ ചെയ്യുമ്പോൾ അതിന്റെ സീൻസ് കാണിക്കും. അപ്പൊ പി വാസുവണ്ണൻ ആക്ച്വലി അവർക്ക് ആക്ട് ചെയ്ത് കാണിക്കും എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ പി വാസുവണ്ണനെയാണ് അവരവിടെ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അവരാരും ശോഭനേനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. പി വാസുവണ്ണൻ എങ്ങനെ ചെയ്യാൻ പറയുന്നു അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണല്ലോ വേണ്ടത്. അത് നമുക്ക് മനസ്സിലാകും. അതാ നാഗവല്ലിയുടെ ക്രെഡിറ്റ്സ് ആ ബിഹൈൻഡ് ദ സീൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എടുത്തിടാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും പി വാസുവണ്ണന്റെ പ്രൊഡക്ട്സ് ആണ്. സോ നമുക്ക് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഈ വാസുവണ്ണനെ തന്നെ വേണമെങ്കിൽ നാഗവല്ലിയായിട്ട് ചെയ്യാം. പക്ഷെ ഇതില് വിഷ്ണുവർദ്ധന്റെ റോള് ആപ്തമിത്രയില് പുള്ളി ചെയ്യുവാണെങ്കിൽ വേറെ ലെവലായിരുന്നു എനിക്ക് പേഴ്സണൽ അഭിപ്രായമുണ്ട്. സോ അങ്ങനെയാണ് രജനീകാന്ത് ചന്ദ്രമുഖി ചെയ്യുന്നതും അതും ഭയങ്കര ഹിറ്റാണ്. നമ്മൾ മണിച്ചിത്രത്താഴ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പി വാസുവണ്ണന്റെ യൂണിവേഴ്സിലെ പടങ്ങളെല്ലാം തന്നെ ഹിറ്റുകളാണ്. ഈവൻ നാഗവല്ലി ആണെങ്കിലും ഒരു ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മിക്സഡ് അഭിപ്രായം എന്നൊക്കെ. ഒരു കാര്യം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എന്തോ 10 കോടിയോ അങ്ങനെ എന്താണ്ട് പടം നേടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ദുരന്തം ചന്ദ്രമുഖി 2 ആണെന്ന് എനിക്ക് തോന്നുന്നത്. പൊതുവെ ചന്ദ്രമുഖി 2 ആണെങ്കിലേ അത് ദുരന്തമാണെങ്കിലും അതിന്റെ ആ ഒരു ഇനീഷ്യൽ പുള്ളൊക്കെ വെച്ചിട്ട് മേ ബി അവർക്ക് ആ മുടക്കി മുതലിന്റെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ചന്ദ്രമുഖി ആപ്തമിത്ര അല്ലെങ്കിൽ ആപ്തരക്ഷക ലെവലില് ബോക്സ് ഓഫീസ് തരംഗമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അതിന്റെ ബഡ്ജറ്റ് വേണമെങ്കിൽ അവർ റിക്കവർ ചെയ്ത് കാണുമായിരിക്കും. ആ ലെവലിലുണ്ട്. അപ്പൊ അതൊരു ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല. ദിവസം അങ്ങനെ സമാധാനിക്കും. നിനക്ക് വേണ്ട തേർഡ് ചന്ദ്രമുഖി 3 എന്താ പാമ്പിന് വരണമെങ്കിൽ ഇത് ഹിറ്റ് ആവണമായിരുന്നല്ലോ. സോ ദാറ്റ് അത് പറയാൻ പറ്റില്ല. ബീവാസണ്ണൻ ഇതിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ഇനിയും ഇറക്കാൻ സാധ്യത ഞാൻ കാണുന്നു. ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കാണ് പാമ്പിന്റെ കഥ അറിയുന്നത്. സോറി. അപ്പൊ ഇനി ഞാനൊരു കാര്യം പറയണേ, എനിക്കാണെങ്കിൽ ഈ പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇനിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ടി വിയിലാണെങ്കിൽ എന്തിലാണെങ്കിലും പാമ്പിനെ കാണാൻ. പാമ്പുകളെ പേടിയാണ്.
ഒരു അപ്പോ ഫിയർ ഓഫ് ഞാന് സ്നേക്സ് ഉണ്ട്. ഞാനിങ്ങനെ ഒരുമാതിരി ബുക്കൊക്കെ കണ്ണി വെച്ചോണ്ടായിരുന്നു ഇങ്ങനെ പാമ്പിന്റെ കേൾക്കുമ്പോ ഞാൻ ബുക്ക് വെച്ച് അടക്കുന്നുണ്ട്. നാഗവല്ലി ചന്ദ്രമുഖി 3 ഇറങ്ങുകയാണെങ്കിൽ ദിഗംബരൻ ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. സോ ചെയ്യുന്നതായിരിക്കും. കാര്യം നാഗവല്ലിയിൽ പകുതി മുക്കാലും നേരെ ഇവള് കണ്ണടച്ചിരിക്കുകയായിരുന്നു. പാമ്പ് വരുന്നതുകൊണ്ട് അതിന് ഇച്ചിരി അതിനിച്ചിരി ബഡ്ജറ്റ് കൂടുതലാണ്. കൂടുതലായതുകൊണ്ട് പി.വാസു നേരെ പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പുഴുപ്പാമ്പിനെ പറ്റി പ്രോപ്പർ പാമ്പാക്കിയിട്ടുണ്ട്. സോ പാമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് കളർ മാറും പുള്ളി, അത് വേറെ കാര്യം. അല്ല, അപ്പൊ എക്സ്ക്ലൂസീവ് ദിഗംബരൻ കണ്ടന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ പി.വാസു യു ബ്രിങ് ചന്ദ്രമുഖി 3. ചന്ദ്രമുഖി 3 എനിക്കറിയണം. പിന്നെ പാമ്പാണ് ഇതിലെ മെയിൻ ഐറ്റം. ജസ്റ്റിസ് ഫോർ രാജനാഗം എന്നൊക്കെ പറഞ്ഞ ഹാഷ്ടാഗ് ഒക്കെ ഇറക്കിയതാണ്. ചന്ദ്രമുഖിയിലെ പാമ്പും കങ്കണ റണോട്ടും എന്തിനാണ് ഇതിൽ വന്നതെന്ന് അറിയില്ല എന്നൊക്കെയാണ് ചന്ദ്രമുഖി 2 പറഞ്ഞത്. അപ്പൊ എനിവേസ് അപ്പം ആപ്തമിത്രയിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ ഇവര് രമേശ് അരവിന്ദ് വരുന്നു, പുള്ളിയുടെ വൈഫായിട്ട് സൗന്ദര്യ. എന്നിട്ട് അവരോട് അന്നേരം വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് എന്തിനാണ് ആ വീട് വാങ്ങിക്കാൻ പോയത്, ഓപ്ഷൻ എടുത്തത്. അപ്പൊ പുള്ളി പറയുന്നുണ്ട് ഇതുപോലെ എന്റെ അമ്മ പോകുന്ന സ്ഥലമാണ്, ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ പുള്ളി ഇവര് ഇതിനകത്തില്ലേ, അതായത് നമ്മുടെ നകുലൻ ഇച്ചിരി ഒരു എന്താ പറയുന്ന ഒരു മോഡേൺ മനുഷ്യനാണ്, കുറച്ച് മോഡേൺ തിങ്കിങ് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെ ഇതിനകത്തിലെ അതായത് നകുലന്റെ ക്യാരക്ടറിനെ അവർ ഇച്ചിരി ഒന്ന് എടുക്കാൻ നോക്കിയതാണ്. ബട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇച്ചിരി ഓവർ മോഡേൺ ആണ് പുള്ളി. ഓ യാ എന്നൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താണ്. പിന്നെ ആവശ്യമില്ലാത്തടത്ത് ഇവര് ഇച്ചിരി ഓവർ മോഡേൺ ആവുന്നുണ്ട്. നമ്മൾ ഇതില് സണ്ണിയും നകുലനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെയാണ്. എന്തിന്റെ ക്യാപ്റ്റൻ ആണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ അങ്ങനെയാണ് അവർ വിളിക്കുന്നത്. ക്യാപ്റ്റൻ വിജയ്. എനിക്കാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ കോളേജ് കുമാരനെ ഓർമ്മ വരാറുണ്ട്. അത് എന്നെ കോളേജിൽ വെച്ചിട്ട് ഈ ഓർത്തെഴുതുന്നോണ്ടേ ഈ കോളേജ് കുമാരന്റെ മറ്റേ ഇങ്ങനെ KL എന്ന് പറഞ്ഞ പുള്ളി മറ്റേ ഇടിച്ച വണ്ടിയുടെ നമ്പർ ഓർത്തെടുക്കുമല്ലോ. അപ്പൊ ഞാൻ എക്സാമിനൊക്കെ അതുപോലെ ഓർത്തെടുത്താണ് എഴുതുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഒരു ക്യാപ്റ്റൻ കോളേജിൽ വിളിച്ചോണ്ടിരുന്നത്. ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള ചക്രപാണിയൊക്കെ. നിലയ്ക്ക് എനിക്ക് ആ പടം ഓർക്കാൻ താല്പര്യമില്ലാത്തോട്ട് ഞാൻ നോ എനിക്ക് താല്പര്യമുണ്ട്. കമന്റ്സ്. ഐ ലവ് യു, എന്നെ പിടിച്ചു അതിന്റെ മോനെന്ന് വിളിക്കും. ഇതൊക്കെ വേറെ ഏത് പട്ടത്തിലുണ്ട്. വേണമെങ്കിൽ കോളേജ് കുമാരനെ നമുക്ക് എപ്പോഴേലും ചെയ്യാം, ഒരു കൾട്ട് ക്ലാസിക് ആയതുകൊണ്ട്. അത് വേണോ? ഞാനില്ല, നിങ്ങൾ രണ്ടുപേരോട് ചെയ്യും, ഞാൻ ദിഗംബരനും ചെയ്യും. ചക്രവാണിയും കൂടെ ചെയ്യും. എനിക്ക് ഞങ്ങള് കൂടുതൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് തകർന്നു ചെയ്ത പോവാൻ. പോലെ ഇല്ല, ഞങ്ങൾ ഞാൻ ചെയ്യും. കോളേജ് ഞാൻ കുമാരനെ കൂടെ വന്നിരുന്ന് ചെയ്യും. കാരണം നിങ്ങളൊക്കെ എന്റെ ലാലേട്ടനെ അല്ലെങ്കിൽ തകർക്കും. ഞാൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ സോ ഇത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ പോവുകയാണ് ഈ നകുലന്റെ, അതായത് ഇതിലെ രമേശിന്റെ ഫാമിലിയും ഒക്കെ കൂടെ. രമേശും സൗന്ദര്യം പുറകിലെങ്ങാണ്ടാണ് വരുന്നത്. ഇവര് ഈ ഇങ്ങരുടെ അതായത് നമ്മുടെ കന്നഡ നെടുമുടി വേണുമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. അപ്പം ഇവരുടെ വണ്ടി ഒരു സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ജീപ്പും അതിന്റെ പുറകിൽ വേറെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിലൊന്നും ആരെയും കാണുന്നില്ല. അതായത് ഒരു ഷോട്ടിൽ അതിന്റെ വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഷോട്ടിൽ അതിൻ്റെ അകത്ത് ആരും ഇല്ല. ഓ, സൈഡിൽ സൈഡിൽ നിന്നുള്ള നിന്നുള്ളതും കാണിക്കുന്നുണ്ട്, മറ്റേ പാടത്തിന്റെ സൈഡിൽ നിന്നുള്ള. ശരി, ആരും ഇല്ല. പാടത്തിന്റെ അപ്പുറം ഒരു പാടമുണ്ട്, പാടത്തിന്റെ സൈഡിൽ നിന്ന് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, അതിലും വണ്ടിയിൽ ആരുമില്ല. അടുത്ത ഷോട്ട് കാണിക്കുമ്പോൾ ഈ ഹെൻച്ച്മൻ ഒക്കെ ഇങ്ങനെ വീഡിയോ ഗെയിമിൽ സ്പോൺ ചെയ്യുന്ന പോലെ പെട്ടെന്ന് അതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ അവരിങ്ങനെ എഴുന്നേക്കും. അതായത് അവര് കുനിഞ്ഞിരിക്കുമായിരുന്നു വണ്ടിക്കകത്ത്. പുറകിൽ നിന്നുള്ള ഷോട്ടിലും കാണില്ല, സൈഡിൽ നിന്നുള്ള ഷോട്ടിലും ഒന്നുമില്ല. പക്ഷെ അടുത്ത ഷോട്ടില് എല്ലാരും ഉണ്ട്, 10-20 പേര്. അല്ല, എല്ലാരും അത് അതുണ്ടല്ലോ ഈ കാറിനകത്തുള്ള സീക്വൻസ് കാണിക്കുമ്പോ അകത്തുനിന്ന് കുറെ പേര് ഇങ്ങനെ സീറ്റിന്റെ മണ്ടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇതുങ്ങളെല്ലാം കാറിന് വെളിയിൽ ഇറങ്ങുമ്പോ കാറിനകത്തുള്ളതിന്റെ ഡബിൾ ആണ് ഇതിൽ വെളിയിലോട്ട് ഇറങ്ങി വരുന്നത്. ഇതൊക്കെ എങ്ങനെ അതാ ഞാൻ പറഞ്ഞു. സംഭവിക്കും? അല്ല, ഇത് സ്പോൺ ചെയ്യുന്നതാണ്. പോർട്ടലുണ്ട് കാറിന്റെ അകത്ത്, അങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അതിന്റെ അകത്തുനിന്ന് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് വീട്ടുകാരെ പിടിച്ചടിക്കുമ്പം ഇങ്ങനെ അവർ ഓടുമ്പോ ഇപ്പൊ നമ്മളതിനൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നമ്മുടെ എല്ലാ ഈ പി.വാസു യൂണിവേഴ്സിന്റെ അകത്തും ഈ നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ എന്തെങ്കിലും ഒരു ഈസ്റ്റർ എഗ് പുള്ളി ഒളിപ്പിക്കാറുണ്ട്. ഈവൻ കഥ അതിൽ നിന്നാണെന്ന് ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പുറമേ എന്തെങ്കിലും. ഇപ്പൊ ഇതില് നമ്മുടെ സണ്ണിയുടെ ശ്രീദേവി, അതായത് വിനയശ്രീ പ്രസാദ്, പുള്ളിക്കാരി ഉണ്ട് ഇതില്, അർത്ഥമിത്രക്കകത്തുണ്ട്. ഇതില് നമ്മുടെ ആരായിരുന്നു മറ്റേ ഇതിനകത്തിലെ നമുക്ക് നെടുമുടിയോടെ വൈഫിന്റെ റോള്. ധോണിയുടെ വൈഫിന്റെ റോളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പം പുള്ളിക്കാരി ഉണ്ട്. ഇതിനകത്താണ് ആത്മരക്ഷകരാണുള്ളത്.
ആ അല്ല ഇതിനകത്തിലും ഉണ്ട് ആപ്തരക്ഷകയിലും ഉണ്ട്. ബട്ട് ആപ്തരക്ഷകയില് ലക്ഷ്മി ഫുൾ ഓൺ കുമാരസ്വാമിയുടെ റോളാണ്. അമ്മയായിട്ട് അത് ഇതിനകത്തൊരു ചെറിയ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് റോള് പോലെ ഉള്ളത് അത് എന്തോ ഇതിനകത്തിലുണ്ടോ? പാട്ട് പാടുമ്പോ ഏതാണ്ട് പുള്ളിക്കാരി വന്നിരുന്നു, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അതാണ് ചെറിയൊരു റോൾ. നാഗവല്ലിയിലെ റോള്. ഐ മീൻ നാഗവല്ലിയിലെ ആപ്തരക്ഷകയിലെ റോള്. അതാണ് ആ ലക്ഷ്മി ആന്തരിക്ഷ. കുമാരസ്വാമിയുടെ ഡാൻസിന്റെ സമയത്ത് പുള്ളിക്കാരിയാണ്, അമ്മയാണ് മോക്ക് പാട്ട് പാടിക്കൊടുക്കുന്നത്. ഓ, പക്ഷെ ഇതിനകത്തിലുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. എല്ലാം കൂടെ കണ്ടിട്ടേ ബ്രെയിൻ ഇതിനകത്തില്ല, മെൽറ്റ് ആയിപ്പോയി. ഇതിനകത്തില്ലെന്നാണ് ഇല്ല. തോന്നുന്നത്. ഓക്കെ ഓക്കെ ഇതെല്ലാം കൂടെ കണ്ടിട്ടേ ആകപ്പാടെ കൺഫ്യൂഷനാണ്. ഇതിനകത്തില്ല. ഓക്കെ. എനിവേസ് അപ്പൊ ഇങ്ങനെ ഈ ഉം, പക്ഷെ ഇതിലും എന്തോ ഒരു മനുഷ്യത്വത്താണ്ടി എന്തോ ഈസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോഴത്തേക്ക് അന്നേരം ഇങ്ങനെ ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ട്, എന്താ നീ നീ വിളിച്ചാൽ ഉടനെ വരാൻ പോകുന്ന ഇതിലെ ദേവുടുവിന്റെ പകരം എന്താണെന്ന് ഞാൻ മറന്നുപോയി. എന്തോ ഒരു പറയും, തീർച്ചയായും. കന്നഡയിൽ എന്തോ പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ സഗസ് സിംഗത്തിന്റെ എൻട്രി. ഇതിനെ ഇങ്ങനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട്. ഓ, ഇന്ററപ്റ്റ് ചെയ്തതിൽ സോറി കേട്ടോ. ദേവ്ടുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളുടെ പാവം ബാലയ്യയുടെ വീഡിയോ ആരെങ്കിലും ഒന്ന് പോയി കാണാമോ? ഞങ്ങൾ മോളിൽ കൊടുത്തേക്കാം. കഷ്ടമുണ്ട്. അതെ, പുള്ളിയുടെ കഷ്ടമുണ്ട്. വീഡിയോയ്ക്ക് മാത്രം ഒരു വെളിച്ചവും നിങ്ങൾക്ക് എന്താ കിട്ടുന്നില്ല. പുള്ളിയോടൊരു സ്നേഹം? ഞാൻ ആ പോൾ ഇട്ട സമയത്തെ ആ മറ്റേ ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടത്, അനിമൽ വേണോ ഭ്രമയുഗം വേണോ ബാലയ്യ മൂവി വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭ്രമയുഗത്തിനും മറ്റേതിനും ചെയ്തു. ഞങ്ങള് ഭ്രമയുഗം ചെയ്തതാ കേട്ടോ. ഒരു ഓഡിയോയുടെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് അത് വീണ്ടും ചെയ്യേണ്ട വരും എന്ന് തോന്നുന്നു. കൊടുമ്പൻ പോറ്റിയുടെ ശാപം ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്തതാണ്, മൊത്തം ചെയ്തു. പക്ഷെ കൂട്ടത്തിൽ ഒരാളുടെ ഓഡിയോയ്ക്ക് പണി കിട്ടി. അതുകൊണ്ട് ചക്രപാണി ഞങ്ങള് വീണ്ടും ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ചു. ഇച്ചിരി പിച്ച് കൂടിപ്പോയി. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നു. അപ്പൊ അതായിരുന്നു അത് ഞങ്ങളുടെ 10ാമത്തെ എപ്പിസോഡ് ആക്ച്വലി. ബട്ട് അതെ. സാഡ്ലി പക്ഷെ അപ്പൊ ഭ്രമയുഗം വരും എപ്പോഴേലും ഞങ്ങളുടെ ചാനലിൽ. അപ്പൊ അത് ചെക്കൗട്ട് ചെയ്യാം. അപ്പം ഭ്രമയുഗം വോട്ട് ചെയ്ത ആൾക്കാര് നിരാശപ്പെടണ്ട, ഞങ്ങളത് ചെയ്യാം. അപ്പൊ എനിവേസ് അപ്പം ഇങ്ങനെ ഒരു ഗുണ്ടേനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഈ ചവിട്ടി തെറിപ്പിച്ചിട്ട് പുള്ളി ഇങ്ങനെ കാലിങ്ങനെ മിഡ് എയറിൽ ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ചന്ദ്രമുഖിയിലും സെയിം സാധനം തന്നെയാണ്. പക്ഷെ ചന്ദ്രമുഖിയിൽ രജനീകാന്ത് ചെയ്തപ്പോ കുഴപ്പമില്ലായിരുന്നു. ഇത് ഇച്ചിരി വിയേർഡായിട്ടുള്ള ചില ഷോട്ടുകളൊക്കെ പാവയ്ക്കടയിലൂടെയുള്ള ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാലൊക്കെ പൊക്കി ഒരു വല്ലാത്ത നിപ്പോട്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ എവിടെന്നെങ്കിലും തപ്പി പിടിച്ചെടുത്തിടുന്നതായിരിക്കും. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിത് എന്താ പറയുന്നത്, ഇത് ബോഡി ഷേവിംഗ് ആണെന്ന് വിചാരിക്കരുത്. അത് അല്ല, അങ്ങനെയാണ് അതിന്റെ ബോഡി ഒരു. ഷേവിംഗ് അല്ല. ഇത് പി വാസുണ്ണനെ ക്യാമറമാനെയാണ് തല്ലേണ്ടത്. പുള്ളി കഷ്ടമുണ്ട്. പുള്ളി തന്നെ ഇച്ചിരി അടിക്കാൻ മര്യാദക്കുള്ള കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ ആംഗിളിൽ കൊണ്ടു. വെച്ചാ പോരെ. അല്ല, പുള്ളിയുടെ ഫേസിന് വല്ല ക്ലോസപ്പ് വെക്കുക, കാലിന്റെ ആ ഒരു ഷോട്ട്, അങ്ങനെ അല്ല, എന്താണെങ്കിൽ രജനീകാന്തിന്റെ കുഴപ്പമില്ല. പി വാസുണ്ണ മര്യാദക്കാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രജനീകാന്ത് ഈ സെയിം സാധനം ചെയ്യുന്നുണ്ട്. ബട്ട് അത് പ്രോപ്പർ ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ മനുഷ്യനെ അങ്ങ് നശിപ്പിച്ചിരിക്കുകയാണ് ഈ പടം. ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു ഷോട്ട്. എന്നിട്ട് അത് അതില് മാത്രല്ല, മറ്റേ പുള്ളി തവളാച്ചി പോസും ഉണ്ട്. മറ്റേ തവള ഉണ്ടുണ്ട്. അതും വെക്കണം. അത് പുള്ളി എന്നിട്ട് ഈ തലയിലാണെങ്കിൽ ഈ ഡ്രംസ് ശിവമണി കിട്ടുന്ന പോലെ ഇങ്ങനെ ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു കൂളിംഗ് ഗ്ലാസ് ഫ്രഞ്ച് ബിയേർഡ് ഒക്കെ വെച്ചിട്ടാണ് അത് പുള്ളിയുടെ ഒരു ഓറഞ്ച് കളർ മൊത്തം ഷോ. ഫ്രഞ്ച് വേർഡ്. ക്രീപ്പി എന്നൊക്കെ പറഞ്ഞ നെക്സ്റ്റ് ലെവൽ ക്രീപ്പിയാണ്. അല്ല, അപ്പൊ എന്നിട്ട് പുള്ളി ഫൈറ്റ് ചെയ്തിട്ട് പുള്ളി ഇങ്ങനെ എയറിൽ ഇങ്ങനെ ചാടി വരുന്നിപ്പുണ്ട്. ഈ പാണ്ടിലോറി കയറിയ തവള ഇങ്ങനെ നിൽക്കുന്ന പോലെ മിഡ് എയറിൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെക്കിയിട്ട്. അത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഓർക്കും ഞാൻ എന്തോ കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ അത് ആ അല്ല അല്ല. ഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. നമ്മൾ ഈ ഷോനെ ലാബിലൊക്കെ എന്തോ എനിക്ക് കീറി മുറിക്കാൻ കിട്ടുന്നില്ല. വേണ്ടി ഒരു തവളേനെ വെക്കുന്ന പോലെ പുള്ളി ഇങ്ങനെ. എന്നിട്ട് അത് സ്റ്റോപ്പ് മോഷൻ ചെയ്ത് ഇങ്ങനെ മെട്രിക്സ് ഷോട്ട് പോലെ പുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം അങ്ങനെ ഉണ്ട്. അത് എന്തൊരു വിയേർഡാണ്. എന്തിനാണ് അങ്ങനെയൊക്കെ ആക്ച്വലി ചെയ്യുന്നത്? നമ്മുടെ വിക്ടറി വെങ്കിയും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിക്ടറി വെങ്കിക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നുണ്ട് അത് റിസ്ക് ചെയ്തവര്. മറ്റേ രാജ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അല്ലേ? ചെയ്യുമ്പോ മറ്റേ അതില് രാജാവിന്റെ സാധനം ചെയ്യുമ്പോഴത്തേര് ആ അത് പക്ഷെ ഉറപ്പിക്കാതെ ചെയ്തേക്കുന്നത്. ഇതൊരുമാതിരി കുറ്റപ്പെട്ടളയാ. അപ്പൊ അവിടെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ്. എന്നിട്ട് പിന്നെ അപ്പൊ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും തമ്മില് കണ്ടുമുട്ടുന്നു. പിന്നെ അവര് വീട്ടിൽ ചെല്ലുന്നു. വീട്ടിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ക്യൂട്ടാണല്ലോ. പുള്ളി ക്യൂട്ടായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ ഇങ്ങേരുടെ ഒരുമാതിരി ക്രീപ്പി അങ്കിൾ വൈബാണ് കിട്ടുന്നത്. അത് ഈ ഉൾക്കാന്താടിയൊക്കെ. അത് കെ പി സി ലളിതയുടെ എക്സാമ്പിൾ ഒരു ഷോട്ട് പറയാം. അതായത് കെ പി സി ലളിതയുടെ അടുത്ത് പുള്ളി മറ്റേ ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും സീൻ കഴിഞ്ഞിട്ട് ആ ഓ സീൻ തന്നെ ഇച്ചിരി പറഞ്ഞു വിയേർഡാണ് പറഞ്ഞു. കാര്യം.
അതില് പുള്ളി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് മറ്റേ ഇതിലെ ശ്രീദേവി വാതില് തുറന്ന് നോക്കുമ്പോ പുള്ളി കതകിന്റെ അപ്പുറത്തെ സൈഡില് കുണ്ടി ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പം ആക്ച്വലി അത് തൊട്ടേ നമുക്കൊരു മോഹൻലാലും ചെയ്യുന്നുണ്ട്. സണ്ണിയുടെ ക്യാരക്ടർ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മോഹൻലാൽ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ആയതുകൊണ്ട് അതൊരുമാതിരി ഇങ്ങനെ മുഴുമണ്ടലിരിക്കുന്ന ഒരു തറയിൽ ഇരിക്കുക ചെയ്യും. ഇത് അങ്ങനെയല്ല. ഇതൊരുമാതിരി കുണ്ടി ഇങ്ങനെ ഒരു എയറിലൊക്കെ നിർത്തിയിട്ട് ഒരു ഒരു ക്രീപ്പി ഡാംഗ്ലിംഗ്. വൈബ്, ഒരു ക്രീപ്പി അമ്മാവൻ വൈബാണ് പുള്ളി വരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് മറ്റേ KPC ലളിത നടന്നു വരുമ്പോ മോഹൻലാല് പുള്ളിയുടെ കാലെ തന്നെയാണ് ഇങ്ങനെ 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 അതെ അതെ. പെട്ടെന്ന് കാലെ നടന്നു പിടിക്കുന്നതാണ്. പോകുമ്പം KPSL സൈഡിൽ നിൽക്കുമ്പോൾ മോഹൻലാൽ അദ്ദേഹത്തിന്റെ കാലേൽ ഇങ്ങനെ പിടിച്ച് ചൊറിയുന്ന പോലെ. അപ്പം പോന്ന് പറഞ്ഞിട്ട് എന്തോ KPSL പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ സാരി പിടിക്കാൻ വന്ന പോലത്തെ ഒരു റിയാക്ഷൻ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതങ്ങനെയല്ല, സാരി പൊക്കി പക്ഷെ നോക്കുവാണ്. ഇതിൽ ഇയാള് ശരിക്കും സാരി പൊക്കി നോക്കുന്നത്. അതായത് ചിലങ്ക ഇട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നും പറഞ്ഞോണ്ട് അവരുടെ സാരി പൊക്കി നോക്കും, തുണി പൊക്കി നോക്കും. അതായത് ഇയാള് കാണിക്കുന്നത്. അപ്പൊ ഈ പെരുമാറ്റമൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്കൊരു ക്രിയേറ്റീവ് വൈബാണ് കിട്ടുന്നത്. എന്താണെങ്കിലും അതായത് ഇപ്പം വേറൊരു സീക്വൻസ് ഞാൻ ഓർത്തത്, അതായത് നമ്മുടെ മോഹൻലാൽ ശരിക്കും സെക്കൻഡ് ഹാഫിലാണ് മലയാളത്തിൽ വരുന്നത്. അപ്പോൾ ഒരു ആദ്യ പകുതി മോഹൻലാൽ ഇല്ല മലയാളത്തിൽ. നമ്മളത് ശ്രദ്ധിക്കുമോന്ന് അറിയത്തില്ല, ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. മോഹൻലാൽ അങ്ങനെ ഫുൾ മുഴുനീള ക്യാരക്ടർ അല്ല മോഹൻലാലിൻ്റെ. പക്ഷെ മറ്റേ ഇതിനകത്തില് കാവി വേഷമൊക്കെ ഇട്ടുകൊണ്ടാണ് പുള്ളിയുടെ എൻട്രി വരുന്നത്. വരുന്നത്. പക്ഷെ ഇതിനകത്തിൽ അങ്ങനെയല്ല. നമ്മുടെ സാഹസം ആദ്യം തൊട്ടേ ഉണ്ട്. അതായത് അത് ഒരു ആദ്യം മെയിൻ തൊട്ടുണ്ട്. ക്യാരക്ടർ ആണത്. ആദ്യത്തെ ഈ നകുലന്റെ വീട്ടിൽ ചെല്ലുന്നു. നകുലനാണെങ്കിൽ ഇത് ഞാൻ കർണൻ, ഇദ്ദേഹം ദുര്യോധനനാണെങ്കിൽ, അല്ല ഞാൻ ദുര്യോധനാണെങ്കിൽ ഇദ്ദേഹം എന്റെ കർണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതെന്താന്നറിയോ, അത് മറ്റേ നമ്മുടെ സൗന്ദര്യ വിളക്ക് തൂത്തോണ്ട് നിൽക്കുകയായിരിക്കും. അപ്പം വിളക്കല്ല, മറ്റേ സ്മോൾ ഷാൻഡ്ലിയർ പോലെ വെച്ചിട്ടുണ്ട്. ഷാൻഡ്ലിയർ തൂക്കുമ്പം പുള്ളിക്കാരിയുടെ സ്റ്റൂള് തെന്നിയിട്ട് താഴോട്ട് വീഴുമ്പം ഈ നമ്മുടെ സാഹസം പിടിക്കുന്നതാണ്. അപ്പൊ പിടിക്കുമ്പം നമ്മുടെ നെടുമുടി വേണം വന്നിട്ട് പറയാ വൃത്തിയായിട്ടാണ് ഇത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പുള്ളി ഇച്ചിരി ക്രീപ്പി ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് ഓൾറെഡി എക്സ്റ്റാബ്ലിഷ് ചെയ്തല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളി വന്ന് പറയുന്നുണ്ട്, നീ നിന്റെ സൗന്ദര്യം വീഴാതെ ഇരിക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ പിടിക്കുന്നത്. പിടിക്കുന്നത്. പക്ഷെ പക്ഷെ ഇയാളത് അതങ്ങനെ റോങ് വിയേർഡ് സെൻസിലാണ്. രീതിയിലല്ല പിടിക്കുന്നത് കേട്ടോ. പുള്ളി മാന്യനായിട്ട് തന്നെയാണ്, ഈ കാര്യത്തിൽ മാന്യനാണ് പുള്ളി. അപ്പോൾ പിടിക്കും. പക്ഷെ നെടുമുടി വേണുവിന്റെ ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പം ആ സമയത്താണ് ഇത് പറയുന്നത്. മറ്റേ ദുര്യോധനൻ, അതായത് ഒരു മഹാഭാരതത്തിൽ ഇങ്ങനൊരു കഥയുണ്ട്. അറിയാത്തവരും അറിയുന്നവരും ഉണ്ടാവും. ബട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊടി തട്ടിയെടുക്കാം. അതായത് മഹാഭാരതത്തിൽ ദുര്യോധനൻ ഇവിടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ദുര്യോധനൻ്റെ വൈഫും കർണനും കൂടെ ഇരുന്ന് പകിട കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കളിയെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയ സൗഹൃദ സംഭാഷണത്തിനിടയ്ക്ക് എന്തോ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവുകയും, അതായത് അടിയല്ല, അവര് ഫൺ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർണൻ കയറി ഈ പുള്ളിക്കാരിയുടെ കൈ പിടിക്കുകയും കയ്യിലുണ്ടായിരുന്ന മുത്ത് പോലത്തെ ബ്ലൗസിൽ മുത്ത് പോലത്തെ ഇതുണ്ടായിരുന്നു, ഡാംഗ്ലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുത്ത് ഇദ്ദേഹം പിടിക്കുമ്പം പൊട്ടുകയും മുത്ത് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ദുര്യോധനൻ കയറി വരുമ്പോഴത്തേനും കർണൻ ഇച്ചിരി ഓക്വേർഡാണ് വന്നത്. അത് ദുര്യോധനൻ ഇച്ചിരി ഒരു കിങ് ആണല്ലോ, കിങ്ങും ക്വീനും ആണ്. പുള്ളിക്കാരൻ ഒരു ഭയങ്കര ഫ്രണ്ട് ആണെന്നുള്ളതല്ല ഉള്ളു, അല്ലാതെ പുള്ളി ഒരു ലോവർ ചെറിയ കാസ്റ്റ് ആണ് സത്യം പറഞ്ഞ. ആണ് ശൂരന്റെ മകനാണല്ലോ. ആണല്ലോ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. അയ്യോ എന്ത് ചെയ്യും, ഒരു ഓക്വേർഡ് അല്ലേ തന്നെ. ഇപ്പം ഈ രാജാവും ഒന്നും അല്ലെങ്കിൽ പോലും അതൊരു ഓക്വേർഡ് സിറ്റുവേഷൻ ആണല്ലോ. അപ്പോൾ ദുര്യോധനൻ കയറി വന്നിട്ട്, ദുര്യോധനൻ വില്ലനാണല്ലോ ആസ് പെർ നമ്മുടെ ഒരു കോമൺ പെർസെപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ആണല്ലോ. അപ്പോൾ അദ്ദേഹം കയറി വരുമ്പോഴത്തേനും നമ്മളെല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുക, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കർണനോട് ദുര്യോധനൻ ചോദിക്കുന്നത്, ഞാൻ ഈ മുത്തുകൾ പെറുക്കിയെടുക്കണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വിശ്വാസം ഭാര്യയിലും സുഹൃത്തിലും കൊടുത്തിരുന്നു ദുര്യോധനൻ. സുഹൃത്തിലും ഉണ്ട്. അതെ. അപ്പൊ അതുകൊണ്ടാണ് അത് പുള്ളിക്ക് ഈ സുയോധനൻ എന്നുള്ള പേര് പേര് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉള്ളത്. ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര വില്ലൻ ഫാൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ദുര്യോധനനെ ഭയങ്കര ഇഷ്ടമാണ് മഹാഭാരതത്തിൽ. അപ്പോ യെസ്, അപ്പം അപ്പൊ ഇവിടെ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും ഇവിടെ നമ്മുടെ നകുലനെ ദുര്യോധനനായിട്ടും നമ്മുടെ ഡോക്ടർ സണ്ണി എന്താണ് കർണനായിട്ട് കർണനായിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. യെസ് യെസ്. അല്ല, അവൻ ഞാൻ മുമ്പേ പറഞ്ഞു തന്ന സീൻ
അതാ ഞാൻ പറയാൻ വന്നത്. പറഞ്ഞു വന്നതിൻ്റെ അതിൽ മോഹൻലാൽ സെക്കൻഡ് ഹാഫിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ സെക്കൻഡ് ഹാഫിൽ വരുന്ന പോലത്തെ ഒരു സാധനം ഇതിനകത്തിലുണ്ട്. അതായത് സാഹസം ആദ്യം വന്ന് ഇവരൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് എന്തോ ഒന്ന് മിസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ട്. ഉണ്ടെന്ന് എന്തോ പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്തോ പേഷ്യന്റ് ക്രിട്ടിക്കലാന്നും പറഞ്ഞുകൊണ്ട് എന്തോ മെയിൽ വരുമോ അങ്ങനെ എന്തോ ചെയ്തിട്ട്, ഒരു കോൾ വരുമോ മെയിൽ വരുമോ എന്തോ ചെയ്തിട്ട് മെയില് വരും. കാര്യം ഇതില് മറ്റേതില് മണിച്ചിത്രത്താഴ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഇതില് പുള്ളി രമേശിന്റെ, അതായത് നകുലന്റെ ഇമെയിൽ ഐ ഡി. മെയിലാണ് കൊടുക്കുന്നത്. അതെന്തോ ഇയാൾക്ക് സ്വന്തമായിട്ട് മെയിൽ ഐ ഡി ഒന്നുമില്ല. അവൻ എന്തായാലും കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിൽ കയറി നോക്കിയാൽ പോരെ. അവന്റെ മെയിൽ ഐ ഡി കൊടുത്തേക്കും, എന്നിട്ട് എനിക്കിത് കണ്ടപ്പോ അവനുള്ള മെയിൽ വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ കോളേജിലെ HOD ഉണ്ടായിരുന്നു. പുള്ളി വലിയ എന്താണ്ട് കൊണ്ടാണ്ടാ കേട്ടോ. ഞങ്ങളുടെ മറ്റേ MG യൂണിവേഴ്സിറ്റിയുടെ എന്താണ്ട് ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് എന്താണ്. പുള്ളിക്ക് നമ്മൾ ഇമെയിൽ ഐ ഡി ചോദിക്കുമ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ ഇമെയിൽ ഐ ഡി ആണ്. എനിക്കതാണ് ഓർമ്മ. പുള്ളിക്കൊന്നുമില്ല, റിയൽ പുള്ളിക്ക് ലൈഫിൽ അങ്ങനെ കാഷായ വേഷധാരിയായിട്ട് പുള്ളിക്ക് നടക്കണം. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. പുള്ളി അതുപോലത്തെ ഒരു സിംപ്ലനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇമെയിൽ ഐ ഡി ഒന്നും ഇല്ലാത്തത്. സ്വന്തമായിട്ട് ഇമെയിൽ ഐ ഡി ഇല്ല, ഒന്നുമില്ല, വീട് പോലും കാണല്ലോ. അപ്പൊ എനിവേസ് അപ്പൊ ഇദ്ദേഹം ഇടയ്ക്കൊന്ന് മിസ്സാവുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും അവിടെ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഈ പാത്രം ഇതൊന്നും നടക്കുന്നത് നമുക്ക് പറയാം, പിന്നെ പറയാം. ഇത് പാത്രം എറിഞ്ഞു നടക്കുന്ന സാധനം പറയുമ്പോഴേ നമ്മുടെ മലയാളത്തില് കല്ലാണ് വന്ന് മറ്റേ മൺകുടത്തിനിട്ട് വന്ന് കിട്ടുന്നത്. ഇതിനാരോ ഷോർട്ട് ഗണ്ണ് വെച്ച് വെടി വെക്കുമെന്ന്. കാര്യം ഈ പാത്രത്തിന്റെ ഫ്രണ്ടില് കുറച്ച് ഈ സ്റ്റീലിന്റെ കുറച്ച് പാത്രങ്ങൾ ഇരിപ്പുണ്ട്. കറക്റ്റ് നിങ്ങളത് യൂട്യൂബിൽ കാണുമ്പോഴാ അത് പോയി നോക്കുമ്പോ നിങ്ങൾക്ക് ആ സീൻ നോക്കുമ്പോ അറിയാം. ആരാണ്ട് വെടി വെക്കുവാണ്. ആ സ്റ്റീൽ പാത്രമൊക്കെ തെറിച്ച് പോയിട്ടാണ് ഈ പാത്രം പൊട്ടുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടി ഇങ്ങനെ പാത്രം പൊട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കും ഈ പുറകിലൊരു മറ്റേ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, മറ്റേ പെൻഡുലം ഉള്ള ക്ലോക്ക്. അതും ഇതുപോലെ എന്തോ ഒരു മിനി എക്സ്പ്ലോഷൻ നടന്ന പോലെ അങ്ങ് പൊട്ടിത്തെറിക്കുമ്പോഴാണ് ഈ നമ്മുടെ ശ്രീദേവിയുടെ ക്യാരക്ടർ ഓടി വരുന്നത്. അത് പൊട്ടിത്തെറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഓടി വരുന്നത്. എന്നാലും നകുലം പുള്ളിക്കാരിയോട് ചോദിക്കുകയാണ്, നീ എവിടെയായിരുന്നു? അതായത് പുള്ളിക്കാരി ആദ്യമേ കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് പുറകെ ഓടി വന്ന പോലെയാണ് ഇവൻ ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞത്. അത് മാത്രല്ല, ഇതിനകത്തുള്ള ആംഗിളുകളെല്ലാം ഭയങ്കര വേണം. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ഈവൻ ദോ നമുക്കൊരു ഡൗട്ട് തോന്നുക ഇതെങ്ങനെയാണ് പുള്ളിക്കാരി ശോഭനയ്ക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് എറിയാൻ പറ്റുന്നത് നമുക്ക് തോന്നും. ബട്ട് നമുക്ക് അന്നേരം വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു ഡൗട്ട് അങ്ങനത്തെ ഒരു കൊടുക്കാറുണ്ട്. ആംഗിളിലാണ് പുള്ളിക്കാരി ഒരു നിൽക്കുന്നത്. ബ്ലൈൻഡ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. നമ്മളെ കാണിക്കുന്നില്ല, ക്യാമറ ശോഭനേനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇത് അങ്ങനെയല്ല. ഇത് ഈ ഷോർട്ട് ഗണ്ണോ വോട്ടെവർ ആ പൊട്ടുന്ന സാധനം നമുക്ക് പ്ലെയിൻ സൈറ്റിൽ കാണാം, സൗന്ദര്യം ഒന്നും ചെയ്യാതെ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഇതിന്റെ അകത്ത് ശരിക്കും പ്രേതം ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം പുള്ളിക്കാരിക്ക് ഒരിക്കലും എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റാത്ത ആംഗിളിലാണ് അത് നിൽക്കുന്നത്. അല്ല, നമുക്ക് കാണാം പുള്ളിക്കാരി ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നത് കാണാൻ പറ്റും. അതാണ് അതിന്റെ അകത്തിലെ പ്രോബ്ലം. അത് പി വാസവണ്ണന്റെ പ്രോബ്ലമാണ്. സോ കമ്മിങ് ബാക്ക്, ഞാൻ ഇത് പറഞ്ഞത് ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്, അതായത് സാഹസസിംഗം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു ഈ വരുന്ന പ്രശ്നമൊക്കെ സമയത്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളിനെ വിളിക്കുമ്പോഴാണ് വിളിക്കുന്നുണ്ട്. കാരണം ഇപ്പം എന്താണ് ശ്രീദേവിയുടെ ക്യാരക്ടർ, അതായത് ശ്രീദേവിയുടെ ക്യാരക്ടർ ശരിക്കും ഇതിനകത്തുള്ളൊരു തോട്ടക്കാരന്റെ വേലക്കാരി വാച്ച്മാന്റെ മകളാണ്. കൊച്ചുമോളായിട്ടാണ്. അപ്പൊ പക്ഷെ അത് പിന്നെ മേക്ക് സെൻസ്. പക്ഷെ ചന്ദ്രമുഖിയിൽ വന്നപ്പോ പി വാസവണ്ണൻ അവിടുത്തെ തോട്ടക്കാരന്റെ മകളാക്കും. ആ കൊട്ടാരത്തിന് അതിന് തോട്ടം പോലും ഇല്ല. പിന്നെ ഇവൻ എന്തോ തോട്ടക്കാരനാണ് എനിക്കറിയാൻ പാടില്ല. എന്തെങ്കിലും ആവട്ടെ. അവിടെ ഒരു മാവുണ്ട്, അത് നോക്കുന്ന തോട്ടക്കാരനായിരിക്കും. അപ്പം ഈ ക്യാരക്ടറിന് ഭ്രാന്താണെന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തിരിച്ചു വരികയാണ്, സാഹസം തിരിച്ചു വരികയും എന്താണ് ഈ നമ്മുടെ ഓട്ടോറിക്ഷ സീൻ ഉണ്ടല്ലോ, മോഹൻലാൽ ചെയ്യുന്ന മറ്റേ ബ്രും 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 ചെയ്തിട്ട് മോഹൻലാൽ ചെയ്യുന്ന ഓട്ടോറിക്ഷ സീൻ, ആ സെയിം സാധനം ഇവിടെ എന്തോ ഫ്ലൈറ്റോ ട്രെയിനോ വേറെ എന്തൊക്കെ വാഹനങ്ങളൊക്കെയാണ് ഇവിടെ ഓടിക്കുന്നത്. കാശിക്ക് പോയെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ആകെ 6 ദിവസം പുള്ളി മാറിയെന്നുള്ളൂ. പക്ഷെ കാശിക്കൊക്കെ പോയിട്ട് പേഷ്യന്റിനെ ചികിത്സിച്ചിട്ട് തിരിച്ചു വന്നു. എല്ലാം കഴിഞ്ഞു. അതാണ് സകസം. അപ്പൊ ഞാൻ പറയാൻ വന്ന ഇതാണ്, പുള്ളിയുടെ ക്രീപ്പിനെസ് തന്നെ പറയാണ് ഞാൻ. അതായത് ഇദ്ദേഹം തിരിച്ചു വരികയും എന്താണ് ഇവിടെ ഇതാണോ പേഷ്യന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളിക്ക് അമ്നീഷ്യ എന്നുള്ളതാണ് പുള്ളി സംസാരിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പേ അത്രയും ദിവസം പുള്ളി അവിടെ നിന്നിട്ട് ഒരു 6 ദിവസം മാറിയെന്നുള്ളൂ. തിരിച്ചു വന്നപ്പോഴത്തേനും പുള്ളിക്ക് ആരെ അറിയത്തില്ല, ഞാൻ പുതിയ പേഷ്യൻസിനെയൊക്കെ കാണുന്നതല്ലേ പുള്ളി ഇന്നസെന്റിന്റെ ക്യാരക്ടറിനൊക്കെ ആയിട്ടുള്ള പുള്ളിയായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ കഴിഞ്ഞതാണ്. അന്നേരം മാമനാണെന്നൊക്കെ ഉള്ള ഇൻട്രൊഡക്ഷൻ, അതായത് രമേശ് അരവിന്ദന്റെ മാമനാണെന്നുള്ള രീതിയിൽ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞാണ്.
എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇയാൾക്ക് അയാളെ അറിയാൻ പാടില്ലാത്ത പോലെ ഇവൻ ആരാന്നുള്ള രീതിയിലാണ് അയാളെ പെരുമാറുന്നത്. സാഹസം ഇവനാണോ പെരുമാറുന്നത്. പേഷ്യന്റ് എന്നൊക്കെ ആ അതെന്തുകൊണ്ടാണ് ഇയാൾ ആരാന്ന് എന്നിട്ട് പിന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതെന്റെ മാമനാന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് അറിയാത്ത പോലെ. 6 ദിവസം ആയുള്ളൂ. ഈ 6 ദിവസം കണക്ക് ഇവര് തന്നെ പറയുന്ന കേട്ടോ. അതായത് അതെ ഈ അതെ 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 ആപ്തരക്ഷക തൊട്ട് ആപ്തമിത്ര തൊട്ട് പി വാസവണ്ണൻ സണ്ണയ്ക്ക് മൈൻഡ് റീഡിങ് ടെലിപ്പതി ഓ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അതെ അതെ നമ്മുടെ അതെ അതെ പ്ലസ് നിങ്ങൾ രമേന്ദ്രൻ ടെലിപ്പതി ചോദിക്കുന്ന എന്ന് പോലെ. കിട്ടിയിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ് അപ്പൊ അതുപോലെ ടെലപ്പതി ഉണ്ട് ഇയാൾക്ക്. മൈൻഡ് റീഡിങ് പവർ ഉണ്ട്. ഒരാളുടെ മുഖത്ത് ഇങ്ങനെ അവരുടെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാം പുള്ളിക്ക് ഇങ്ങനെ അവരോട് തിരിച്ച് പറയാനായിട്ട് പറ്റും. മനസ്സിൽ വായിക്കാനായിട്ടുള്ള കഴിവുണ്ട്. തീർച്ചയായും ഇതേ തീർച്ചയായും പവറാണ് രജനീകാന്തിനുള്ളത്. അപ്പം അങ്ങനെ ഈ നെടുമുടി വേണുവിന്റെ വിക്ടറി ക്യാരക്ടർ വെങ്കിക്കും ഉണ്ട് വിക്ടറി കാരണം വിക്ടറി നമ്മുടെ ശരവണൻ അതായത് രജനീകാന്ത് ശിഷ്യനാണ്. അപ്പം തീർച്ചയായും. സ്വാഭാവികമായിട്ടും ചന്ദ്രമുഖിയിൽ മാത്രമേ ഉള്ളൂ പുള്ളി അത് ഒഴിവാക്കിയെന്ന് തോന്നുന്നു. കാരണം ശിഷ്യന്മാരാരും ഇല്ലാത്തോണ്ടായിരിക്കും. അതോ ഉണ്ടോ? നമ്മുടെ രാഘവ ചന്ദ്രമുഖിയിലുണ്ട്. ലോറൻസിലുണ്ട്. ചന്ദ്രമുഖി 2ന്റെ ആ കാര്യം ടൂ പറയുന്നത്. ടൂവിന്റെ 2ന്റെ. കാര്യം. ടൂവിലില്ല. കാര്യം രാഘവ ലോറൻസ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പം പുള്ളിക്ക് ആ പവറില്ല. ഓക്കെ. അപ്പം എന്താണേലും ഇത് അമ്നീഷ്യൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇതാണോ പേഷ്യന്റ് എന്ന് ചോദിച്ചാണ് നടക്കുക. അപ്പോഴാണ് നമ്മുടെ KPC ലളിതയുടെ ക്യാരക്ടർ ഡോറിന്റെ പുറകെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഈ സ്ത്രീയോട് ഇയാള് പറയാ എന്താ ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാന്നൊക്കെ. അത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കന്നഡ കേൾക്കാണേലും നമുക്ക് മനസ്സിലാവും. അതായത് ഉം. പുള്ളി നമ്മള് ഒരു പൺ പോലെയാണ് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളെ ചികിത്സിച്ച് നേരെയാക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ഡബിൾ പക്ഷെ മീനിങ് അതൊരു ഉണ്ട്. ഇൻവെന്റോ ആയിട്ടാണ് മാറുന്നത്. അതായത് ആ ഒരു സെക്ഷൽ കൊണോട്ടേഷൻ ഉള്ള രീതിയിലാണ് നമുക്ക് ഫീൽ മാറി ആവുന്നത്. നമുക്ക് കറക്റ്റ് ചെയ്യാതെ. ഒരുമാതിരി ഇതെന്ത് ഈ പുള്ളിയുടെ പ്രശ്നം എന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെ അദ്ദേഹത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, സാഹസസിംഗത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പി വാസവണ്ണനെ പറയാൻ മതി. ശ്രീവാസണ്ണൻ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സിംഗം പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ക്രീപ്പി വൈബ് വന്നിട്ട് അതിന് പുറമെ ഇമ്മാതിരി ക്രീപ്പി ഡയലോഗുകൾ വന്നിട്ട് ഞാൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എന്നിട്ട് ചെലങ്ക കണ്ടോ നോക്കി സാരി നോക്ക് ഇമ്മാതിരി വൃത്തികേടുകളൊക്കെ കാണിക്കുകയും ചെയ്യും. അത് വന്നിട്ട് പറ കണ്ടിന്യൂ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനത് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇത്രയും ക്രീപ്പിയാണ് പുള്ളി എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ്. പുള്ളിയുടെ ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനൊരു എന്താണ് ആദരാഞ്ജലികളും നമുക്ക് പറയാനുണ്ട്. നമ്മളത് ആക്ച്വലി തുടങ്ങുന്നതിന് മുമ്പേ ശരി. പറയേണ്ടതായിരുന്നു. തുടക്കത്തിലെ പറയണമെന്നായിരുന്നു. അതെ. വിഷ്ണുവർദ്ധൻ മരിച്ചുപോയി കേട്ടോ. ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. 2010 സമയത്താണെന്ന് തോന്നുന്നു മരിച്ചത്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ ആപ്തമിത്രയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ സൗന്ദര്യയുടെ കാര്യം പറയണമല്ലോ. 2009 മരിച്ചുപോയി. യെസ്. അപ്പോൾ 2 മരണങ്ങൾ ഇവിടെ നമുക്ക് ഈ സിനിമയിലുണ്ട്. നമ്മുടെ കൂടെ ഇല്ലാത്ത 2 പേരുണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ തന്നെയാണ്. സൗന്ദര്യയുടെ ആക്ച്വലി നമ്മുടെ ജ്യോതികയുടെ ക്യാരക്ടർ ചെയ്യാനിരുന്നത് അതൊരു ട്രിവിയയാണ്. ചെയ്യാനിരുന്നത് ശരിക്കും സൗന്ദര്യമാണ്. ബട്ട് ആ സമയത്താണ് അതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ്, ആ അപ്രോക്സിമേറ്റ് ടൈമിൽ തന്നെയാണ് സൗന്ദര്യ മരിക്കുന്നതും പിന്നീട് ആ റോള് ജ്യോതികയിൽ എത്തുന്നതും. രജനീകാന്തിന് ഐശ്വര്യ റായിനെ കൊണ്ടുവരണമെന്നായിരുന്നു. പക്ഷെ പി വാസവണ്ണനാണ് ജ്യോതികയുടെ പേര് പറഞ്ഞു ജ്യോതികനെ തന്നെ എന്നൊക്കെ പറഞ്ഞു നിർബന്ധം പിടിച്ചത്. നന്നായി. ജ്യോതികയുടെ മികച്ച അഭിനയം കാണാൻ പറ്റി. ഐശ്വര്യ റായ്ക്ക് ചിന്ത പേര് മാറി കിട്ടി കുറച്ച്. അപ്പോ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി ലൈൻ കേട്ടോ. നമ്മൾ സ്റ്റോറി ലൈനിൽ നിന്ന് വ്യതിചലിച്ച് പോയെന്ന് പറഞ്ഞാൽ ആ ഒരു ക്രീപ്പിനെസ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി ലൈൻ, നമ്മൾ തവളാച്ചി പോസ് കഴിഞ്ഞു, നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ നമ്മുടെ സാഹസവണ്ണൻ നമ്മൾ പറഞ്ഞ നമ്മുടെ എന്താണ് വാച്ച്മാൻ്റെ കൊച്ചുമോളെ പരിചയപ്പെട്ടിട്ട് ഇവരെല്ലാരും കൂടെ ഒരു മൈതാനത്ത് പോയി നിന്ന് പട്ടം പറയുകയാണ്. അതാണ് അടുത്ത സീൻ. പാടുന്നോ ദിഗംബരൻ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്റെ ഗാനം ഇവർക്ക് അരവച്ചൊക്കെ പോയാലും ചന്ദ്രമുഖിക്കകത്ത് ആ പട്ടത്തിന്റെ പാട്ടുണ്ട്. അതില് അത് ആക്ച്വലി ഉണ്ടല്ലോ, അതെന്താന്നറിയോ, ചന്ദ്രമുഖിക്കകത്തില് വിദ്യാസാഗറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തിലെ പാട്ടുകളെല്ലാം നല്ല പാട്ടുകളാണ്. ഇതിനകത്തെ പാട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാനത് ഇതിനകത്തിലെ പാട്ടുകള് ഡീസന്റ് കേട്ടോ, ഡീസന്റ് പാട്ടുകളാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഇത് കേട്ട് കഴിഞ്ഞാൽ ഈ പാട്ടുകളെല്ലാം നിങ്ങൾ പോയി കേൾക്കണം. ഈ പ്ലേലിസ്റ്റിലുള്ള എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കണം. എല്ലാ പാട്ടും ഒരു പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു 5 പാട്ടിൻ്റെങ്കിലും സിമിലാരിറ്റി നിങ്ങൾക്ക് ഒരു പാട്ടിനകത്തിൽ ഫീൽ ഇപ്പൊ ഞങ്ങള് തുടക്കത്തില് പാടിയ മറ്റേ അത് സാഹസ സിംഹത്തിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള പാട്ടാണ്. രക്ഷകയിലുള്ള പാട്ടാണ്.
ആപ്തരക്ഷകയിലെ പാട്ടാണ്. അത് പുള്ളിയുടെ 200ാമത്തെ ചിത്രമാണ് സാഹസ ഐ വേവ് ആപ്തരക്ഷക എന്ന് തോന്നുന്നു. കാര്യം പുള്ളി വരുന്ന ഇതില് പുള്ളിയുടെ ബാക്കിലായിട്ട് 200 വലിയ ഇതിലൊക്കെ ഇങ്ങനെ സ്വർണം എഴുതി കൊണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആലേപനം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ 200ാമത്തെ ചിത്രമായിരിക്കും ഇത്. അപ്പൊ അതില് സാഹസസിംഹത്തിനെ ബൂസ്റ്റ് ചെയ്തെന്നുള്ള പാട്ടാണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞാല് ദർബ ഡിസ്കോയുടെ ഒരു ട്വീക്ക് ചെയ്ത വെർഷൻ പോലെയുണ്ട്. അല്ല, ആ സെയിം എവിടേക്കോ സാധനമാണ് മറ്റേ ആ, ആ സാധനമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഫുൾ സാധനം ഇപ്പം അങ്ങോട്ട് കയറി പറയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലേലിസ്റ്റ് പറയാം. അതായത് ബാക്കിയുള്ള എന്താണ് ഇവരുടെ സൗണ്ട് ട്രാക്ക് പറയാം. എല്ലാത്തിനും സിമിലാരിറ്റി ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കണ്ടുപിടിച്ചത് ഞങ്ങളാൽ കണ്ടുപിടിക്കാൻ പറ്റിയതൊക്കെ ഞങ്ങൾ പറയാം. ഇത് എന്തായാലും പട്ട പട്ട എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഇവിടെ നടക്കുന്നത്. ഇത് നല്ല പാട്ടാ കേട്ടോ. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. എനിക്ക് ഈ പട്ടാപട്ട കേൾക്കുമ്പോഴേ മറ്റേ റോമിയോയാണ് തീർക്കുന്നില്ല. മറ്റേ ദിലീപ് 3 പെണ്ണുങ്ങൾ, വിമലാരാമനൊക്കെ ഉള്ള ഒരു പടമില്ലേ, 3 പെണ്ണുങ്ങളാണ്. റോമിയോ റോമിയോ. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട പടം കേട്ടോ. ഓ മലയാളം. ഓക്കെ. എന്റെ ഫസ്റ്റ് ഓക്കെ. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് റോമിയോ. എന്റേത് എന്തായിരുന്നു? എന്റേത് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആയിരുന്നു തോന്നുന്നു ഫസ്റ്റ് തിയേറ്ററിൽ മലയാളം പോയി പടം. കണ്ടു. എന്താന്ന് ഞാനത് ആ VCD മറ്റേ ഇതിലാ കണ്ടേ. എന്താ അതിനെന്താ പറയുന്നത്? VCD പ്ലെയർ അല്ലേ, മറ്റേ കാസറ്റ് വിട്ട് വെക്കുന്ന സാധനം. മറ്റേ പഴയ വലിയൊരു ബോക്സ് പോലത്തെ സാധനം അല്ലേ? ആ ഓ, ഞാൻ ആ ബോക്സ് പോലത്തെ സാധനത്തിലാകെ എന്റെ അപ്പന്റെ അമ്മയുടെ കല്യാണ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. ഞാനിത് കണ്ടിട്ടുണ്ട്. യെസ്. അപ്പോ കമന്റ് തോന്നുന്നു അതിൻ്റെ അകത്തുള്ള ഈ മറ്റേ അശോകന്റെ ക്യാരക്ടറിന്റെ പേര് പട്ടാഭിരാമൻ എന്നാണ്. പക്ഷെ പുള്ളിക്കാരൻ പട്ട അടിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരനെ പട്ട എന്നാണ് ദിലീപ് വിളിക്കുന്നത്. ശരിയാ. അപ്പൊ റോമിയോക്കകത്ത് റോമിയോക്കകത്തില്ല. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ പട്ട കേട്ടപ്പോ എനിക്ക് അശോകനെയാണ് ഓർമ്മ വന്നത്. അശോകനുള്ള ഒരു ട്രിബ്യൂട്ട് വരുന്നത്. പക്ഷെ ഇതില് നല്ല രസമാണ് ആ പാട്ട്. ഇതേ പട്ടത്തിന്റെ ഇതാണ് മറ്റേന്റെ അകത്ത് ഉള്ളത്. പക്ഷെ മറ്റേന്റെ അകത്ത് ഒരു ചെറിയൊരു ബിറ്റായിട്ടാണ് വരുന്നത്. എന്താ പാറിപ്പറക്കണം പെട്ടും സൂപ്പർ സ്റ്റാർ പെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നല്ല പാട്ടാണ്. ഇത് ഉദിത് നാരായണാണ് പാടിയത് കേട്ടോ. നമ്മുടെ മുന്തിരി പടം കൂത്ത് നിക്കണ പടി ഉദിത് നാരായണാണ് ഇത് പാടിയത്. പിന്നെ വേറെ ഉണ്ട്. എനിക്ക് എന്റെ വേറൊരു ഫേവറേറ്റ് പാട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സണ്ണിയും നമ്മുടെ കിണ്ടിയുടെ പേരെന്തായിരുന്നു ഇതിപ്പോ? ഇതിനകത്തല്ലോ അല്ല, അതറിയത്തില്ല. ഒറിജിനലിനകത്ത് എന്തായിരുന്നു? ദാസപ്പൻകുട്ടിയോ? അല്ല, അല്ലല്ല, ദാസപ്പൻകുട്ടി ദാസപ്പൻകുട്ടി ഗണേശൻ. ഗണേശന്റെ ക്യാരക്ടറാണ്. അതിനകത്തില് കിണ്ടി എന്നാണ് നമ്മള് കിണ്ടിയുടെ പേരെന്താ? ബിച്ചുവിന്റെ എന്താ ചന്തു 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 ചന്തു. ചന്തു. ചന്തുവും സണ്ണിയും കൂടെ നാഗവല്ലിയുടെ, അതായത് ഗംഗയുടെ പാസ്റ്റ് അറിയാൻ വേണ്ടി അല്ലേ? പലവട്ടം പൂക്കാലം പാട്ട്. അത് ഇതില് വേറൊരു വേർഷനാണ്. അത് കാലവന്നു തടയോരു എന്നൊക്കെ പറഞ്ഞത് കിടിലാണത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും വേണ്ടി ഡൗൺലോഡ് ചെയ്യും. നല്ല പാട്ടാണ്. പക്ഷേ ആ പാട്ട് കേൾക്കണം. ഒരു 35 പാട്ട് നമുക്ക് ഫീൽ ചെയ്യും ആ പാട്ടിന്റെ അകത്ത് തന്നെ. എവിടേക്കോ കേട്ടിട്ടുള്ളത്. എന്റെ ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തപ്പോ ഞാൻ പറഞ്ഞ എന്താ ടെലിഫോൺ മണി പോൽ ശരിക്കും ഇവളാന്ന് പറഞ്ഞിട്ട് ഇന്ത്യന്റെ പാട്ടിന്റെ ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അറിയില്ല അത് എവിടേക്കോ ആ ടെലിഫോൺ മണിയുടെ ഗ്രൂവ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ? അതിന്റെ ഒരു ബീറ്റ് വൈബ് ഉണ്ടെന്നാ പറഞ്ഞത്. അത് പക്ഷെ കോപ്പിറൈറ്റ് ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ അത് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയില്ല. എനിക്ക് ഇത് എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാണെന്നറിയാൻ പാടില്ല. ഇതിലെ എല്ലാ പാട്ടും അതുപോലെയാണ്. പിന്നെ അടുത്ത പാട്ട് അതേത് പാട്ടാന്നറിയോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 6-ാം തമ്പുരാന്റെ കോപ്പി ഉണ്ടെന്ന്. ഈ 6-ാം തമ്പുരാന്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ ആ മഞ്ജു വാര്യർ ഇരുന്ന് പാട്ട് പഠിപ്പിക്കുന്ന സീനുണ്ട്, ഹാർമോണിയം വാങ്ങിച്ചുകൊണ്ട് വന്ന സീനുണ്ട്, ഹാർമോണിയം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മഞ്ജു വാര്യർ വന്ന് മോഹൻലാലിനെ ചീത്ത വിളിക്കുന്ന സീനുണ്ട്. ചീത്ത വിളിച്ചിട്ട് സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് മഞ്ജു വാര്യരുടെ കാല് കാണിക്കുമ്പോൾ ഹരി മുരളീരപ്പം പാടുന്ന പോലത്തെ സീൻ വരെ. അതിന്റെ കന്നഡ വെർഷനാണ് ഇത്. പക്ഷെ ഇത് ഹരിമുരളീരവൻ പോലെ അല്ല. ഇത് വേറെ പാട്ടാണ്. പ്രമദവനം പോലെയാണിത്. ഇതാണോ പ്രമദവനം? ഇതാ പ്രമദവനം. ഇത് സെയിം ട്യൂണാണ്. പ്രമദവനം സെയിം സാധനമാണ്. പ്രമദവനം മോഹൻലാലിന്റെ മൊത്തത്തിൽ അങ്ങുണ്ടല്ലോ, അങ്ങ് തേക്കുവാണ് ഇതിനകത്തിലിട്ട് ആ മനുഷ്യനോട്.
ഇതേ സീക്വൻസ് തമിഴിലും ഉണ്ട്. അതായത് നയൻതാര അവിടെ കുട്ടികൾക്ക് ട്യൂഷൻ ആ എടുത്തോണ്ടിരിക്കുകയാണ്, പാട്ട് പഠിക്കും. പക്ഷെ അതില് പുള്ളിക്കാരിയുടെ പാട്ട് പാടുന്നതൊക്കെ ഒരുമാതിരി നല്ല ഡീസന്റ് ആയിട്ടാണ് അത് ഡീസെന്റ് വരുന്നത്. ആയിട്ട്. അതെ അതെ അതെ, ഇതിൽ നയൻതാര ഇവര് പാടുന്നു. പാട്ട് പഠിപ്പിക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട ശബ്ദമാണ്. അപ്പൊ പുള്ളി അത് എഴുന്നേറ്റ് വന്നിട്ട് പുള്ളിയുടെ കേട്ടെങ്കിൽ ഉറക്കം കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്ന് അല്ല, അത് അടിയുണ്ടാക്കുന്നത്. കേട്ടെങ്കിൽ നമുക്ക് സാഹസത്തിനെ കുറ്റം പറയാൻ തോന്നൂല. അതുപോലെയാണ് പുള്ളിക്കാരി ഉം. ഇരുന്ന് പറയുന്നത്, എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ എന്നിട്ട് സംഗീതത്തെ പറ്റി ഹാർമോണിയം ഇയാൾക്ക് എടുത്ത് എന്തോ തലക്കടിക്കും. അറിയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. അത് നിനക്കെന്തറിയാം? അതിന് നീ തെറ്റിതായി. അതിന് നിനക്കെന്താ അറിയാവുന്ന സംഗീതത്തെ കുറിച്ച്? അതുമായിട്ട് പാടി വെച്ചതുപോലെ പുള്ളിയുടെ ഉറക്കം കളഞ്ഞ് നമുക്കൊരു പുള്ളിയോട് ഒരു സ്നേഹം തോന്നും. മറ്റേതില് നയൻതാര നന്നായിട്ടാണ് പാടുന്നത്. രജനീകാന്ത് പാടുന്നത്. വെറുതെ നടിയുണ്ടാക്കുന്നതായിട്ട് അതായത് നമുക്ക് അത് തോന്നുന്നു. കറക്റ്റ് മഞ്ജു വാര്യർ സീക്വൻസ് ആണ് നയൻതാരയുടേത്. കാരണം മഞ്ജു വാര്യർ ഉം. മര്യാദയ്ക്കാണല്ലോ പഠിപ്പിക്കുന്നത്. അതുപോലത്തെ തന്നെ സീക്വൻസ് ആണ് നയൻതാരയുടേത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവര് പാടുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ പാടാനൊരു ഹാർമോണിയം യൂസ് ചെയ്യുന്നത്, അതെടുത്ത് ഇവരുടെ തലക്കടിക്കാൻ തോന്നുന്നു. അതുപോലത്തെ പാട്ടാണ്. എന്നിട്ട് എന്നിട്ട് പുള്ളി എന്നിട്ട് ഹാർമോണിയം ഇവളുടെ മുത്തശ്ശന്റെ കയ്യിന്ന് വിലക്ക് വാങ്ങിക്കുന്നു. എന്നാല് മറ്റേ 6-ാം നമ്പറിനകത്ത് പുള്ളിക്കാരിക്ക് കടുക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, കമ്മല് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. മൂക്കുത്തി മൂക്കുത്തിയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതും ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മൂക്കുത്തി. ഹാർമോണിയം വിറ്റ് പുള്ളി എടുത്ത പൈസക്കാണ് വാങ്ങിയത്. ഇവിടെ ഇവർക്ക് ഒരു സാരിയാണ് ഇയാൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇറ്റ് ഒരു ഡസന്റ് സാരി മേക്ക് എനി വാങ്ങിക്കാൻ സെൻസ് വേണ്ടി കേട്ടോ. ഹാർമോണിയം 500 വിൽക്കും. രൂപയ്ക്ക് ഒരു ഹാർമോണിയം 500 രൂപയ്ക്ക് ഏതെങ്കിലും തെണ്ടി വിൽക്കുവോ? സോറി ഫോർ കഴ്സിങ്. അറിയാതെ ചെയ്തു പോയത്. വിറ്റായിരിക്കും, ഇയാളെ വിറ്റല്ലോ. വിറ്റിട്ട് ഒരു സാരിയാണ് വാങ്ങിച്ചു കൊടുത്തത്. എന്നാ പിന്നെ വല്ല റൈമണ്ട് നെക്സ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എന്തൊരു ഒരു തരി പൊന്നു കൊടുത്തിരുന്നു. ഇത് ആര് കൊടുത്തിട്ട് എന്തോ കാണിക്കാനായിട്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അപ്പം ഇങ്ങനെ പാട്ട് പാടുന്നത് കേൾക്കുക. അതായത് ഇങ്ങേരുടെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കും. മറ്റേതിനകത്തും ഈ നയൻതാരക്ക് ഇച്ചിരി വിക്കുണ്ട്. അത് ഇച്ചിരി ഭീകരമാണ്. ഇങ്ങനെ വിക്കി ഇങ്ങനെ ടെൻഷൻ ആകുമ്പോ വിക്ക് വരും. അത് ഇതില് പക്ഷെ ഇച്ചിരി നോർമലാണ് വിക്കുള്ളവരെ ആ വിക്ക്. കളിയാക്കുന്ന പോലെയാണ് അതിനകത്തില് നയൻതാര വെക്കുന്നത്. പക്ഷെ ഇവര് ഇച്ചിരി നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവരുടെ ഇവരുടെ പേര് നമ്മൾ മലയാളത്തിലൊക്കെ ഇവരെ പ്രേമ എന്നാണ് കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരുടെ പേര്. പക്ഷെ വേറെ മലയാളം ഫിലിമിലൊക്കെ പടത്തില് ഉള്ള സ്ത്രീയാണ് ഇവര്. നമ്മൾ എവിടൊക്കെയോ പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ട്. ഞാൻ ഏതൊക്കെയോ ഉണ്ടുണ്ട്. മലയാളത്തില് കണ്ടിട്ടുള്ള ഒരു പുള്ളിക്കാരി ശരിക്കും ക്യാരക്ടറാണ്. കന്നഡ ആക്ട്രസ് ആണ്. പക്ഷെ മലയാളത്തിലും ഉണ്ട്. ഏതാണ്ടൊക്കെ പടത്തിലുണ്ട് പുള്ളിക്കാരി. നമ്മൾ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരിനെ. അപ്പം എന്താണ് അപ്പൊ ഇവര് ഈ ഡയലോഗ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ നിങ്ങൾക്ക് ഏത് ജന്മം ജനിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡയലോഗ് അടിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇയാൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടുന്നത്. അതായത് 6-ാം നമ്പറിന്റെ അതേ സീക്വൻസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ ഈ പാട്ട് കേട്ട് മൂടി വന്ന് നിറകണ്ണുകളോടെ നിൽക്കുന്നു. അന്നേരം നമ്മുടെ ദേവ്ഡു ആകുമ്പോഴത്തേനും നമ്മുടെ അപ്പൊ മലയാളത്തിലെ നമ്മുടെ മോഹൻലാലിന്റെ പോലത്തെ ട്രീറ്റ്മെന്റ് ഒന്നല്ല കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി ദേവ്ഡു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ രമേശ് അരവിന്ദ് പറയും ധനി രാവണനാണ് ഇപ്പത്തെ തലയാണ് രീതിയിൽ അതെ, സംഗീതത്തിന്റെ എന്താണ് ക്യാപ്റ്റൻ ഒന്നും അറിയാതെ ചെയ്യില്ല. ക്യാപ്റ്റൻ എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറയും. എന്ത് ചെയ്താലും അതിനൊരു അർത്ഥമുണ്ട്, ചിന്തിക്കുക എന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോകും. അപ്പൊ ആ സീക്വൻസ് അങ്ങനെ തന്നെ ഉണ്ട്. ചന്ദ്രമുഖിയിലും ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ അകത്തേക്ക് ഈ പിവാസി യൂണിവേഴ്സിലെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രേക്ക് ഇല്ലാത്ത പാണ്ടിലോറി. അത് വരുന്നത് അതായത് ഈ നകുലനെ കൊല്ലാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആപ്തരക്ഷകയില് വേറെ ഒരാളെ കൊല്ലുന്നുണ്ട്. അപ്പൊ ഇതില് ഈ നകുലനെ കൊല്ലാനായിട്ട് പല പല ശ്രമങ്ങൾ നടക്കുമല്ലോ. അപ്പൊ മറ്റേ ചായയില് വിഷം വെക്കുന്ന പരിപാടി ഇതിന്റെ അകത്തുണ്ട്, ചന്ദ്രമുഖിയിലും ഉണ്ട്. പക്ഷെ ഇതില് ഇതില് വ്യത്യാസമുണ്ട്. ചായയിലല്ല വിഷം വെക്കുന്നത്. ഇത് മറ്റേ അക്വേറിയം തള്ളിയിട്ട് കൊല്ലാനാണ് നോക്കുന്നത്. അതായത് ചായയല്ല, കാപ്പി. അവരുടെ ഇതില് ഏതാണ്ട് ഒരു ആന്റി വീട്ടിലുള്ള ഏതോ ഒരു തള്ളിയിട്ടിട്ട് പെണ്ണുമ്പിള്ള ആന്റി തള്ളിയിട്ടു എന്ന് തള്ളിക്കും. പറയുന്നത്. കണ്ടില്ല, ഇനി കട്ടായതാണോന്ന് അറിയില്ല. അത് പുള്ളിക്കാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നമ്മുടെ വേലക്കാരി, അത് സൗമ്യ, ഇതിലത്തെ സൗമ്യ എന്നാണ്, ശ്രീദേവി. ഇതിലെ ശ്രീദേവി, കന്നഡ ശ്രീദേവി ഇങ്ങനെ ഈ നിലത്ത് വീണ മലയാളം പേര് കാപ്പി. പറയുന്നതായിരിക്കും പ്രേക്ഷകർക്ക് നല്ലത് കേട്ടോ, കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി. കന്നഡ ശ്രീദേവി. അപ്പൊ കന്നഡ ശ്രീദേവി ഇങ്ങനെ ഇത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ കാപ്പി നിലത്ത് വീണത്. ഞങ്ങൾ കണ്ടപ്പോ അത് ചായ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ കാപ്പിയാണെന്നാണ് പുള്ളിക്കാരി വന്നത്. ഇപ്പൊ പാൽക്കാപ്പി ആയിരിക്കും. ഇനി മീൻസ് അത് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ തുടച്ച് പുറകോട്ടാണ് ഇങ്ങനെ നീങ്ങുന്നത്. അപ്പൊ പുറകില് സ്റ്റെയർ കേസിന്റെ അടുത്തായിട്ട് ഒരു അക്വേറിയം വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെയാണ് നമ്മുടെ ഈ നകുലൻ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ പുള്ളിക്കാരി ഇങ്ങനെ അനങ്ങി വരുമ്പോഴത്തേക്ക് അതിങ്ങനെ മറിയും. പക്ഷെ അത് തട്ടുന്നത് കാണിക്കുന്നില്ല. പുള്ളിക്കാരി എല്ലാം മറ്റേ സൗന്ദര്യയുടെ ക്യാരക്ടർ തള്ളിയിട്ട പോലെ നമ്മളെ കാണിക്കുന്നില്ല ആരാ തള്ളിയിട്ടതെന്ന്. അത് മറിഞ്ഞു വീഴുമ്പോഴത്തേക്കാണ് സാഗസം ഓടി വന്നിട്ട് പുള്ളീനെ രക്ഷപ്പെടുത്തുന്നത്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീക്വൻസിൽ പുള്ളി കോൺട്രാക്ടർ എഞ്ചിനീയർ പോലെ എന്തോ ആണ്. അപ്പൊ ഇങ്ങനെ ഈ റോഡിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, അവരുടെ അതിന് എക്യുപ്മെന്റിന്റെ പേര് എനിക്കറിയില്ല, ഇങ്ങനെ ഇത് നോക്കുന്നത് ക്യാമറ ആ പോലെ ഒരു സാധനം വെച്ചിട്ട് എഞ്ചിനീയർമാരുടെ നോക്കുന്നത്. നമ്മൾ ഏത് എഞ്ചിനീയറിംഗ് പടത്തിൽ നോക്കിയാലും ആ കുന്ത്രാണ്ടം കാണാൻ പറ്റും. ഒരുമാതിരി കാണാൻ ബൈനോക്കുലർ അല്ല, ബൈനോക്കുലർ അല്ല, ഒരു ക്യാമറ പോലെ ഒരു പെട്ടിക്കകത്തി വെച്ചിട്ടുള്ള ഒരു ഒരു സാധനം. ഒരു 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 ഇതിൽ വെച്ചിട്ട് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സാധനം. അതെനിക്കൊന്ന് ഡെപ്ത് എഞ്ചിനീയർമാർക്ക് നോക്കുന്നതായിട്ടാണ്. മനസ്സിലാകായിരിക്കും. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാം. കമന്റിൽ ഞങ്ങൾക്ക് പറയാം. അറിയത്തില്ല ഞങ്ങൾ എന്തോ അതിന്റെ രണ്ടുപേരും അതിന്റെ പേരൊന്നും. എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ല ഉള്ളവരല്ല, അല്ല അറിയത്തില്ല. അപ്പം എന്റെ എഞ്ചിനീയറിംഗിന് വിടാൻ നോക്കിയിട്ട് ഞാൻ പോകാതിരുന്ന അതാണെന്നുകൊണ്ട് എനിക്കറിയില്ല സർ, ഞാൻ എന്തായിരുന്നു പിന്നെ ഇതിന്റെ. മാത്സിൽ പണ്ടേ വീക്ക് ആയതുകൊണ്ട്, കണക്കിൽ അല്ല കണക്ക് ഞാനും ചെയ്തുകൊണ്ട് വീക്കായിരുന്നു, പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്താ പറയുന്നത്, എന്റെ എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഒരു അജണ്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് ഒരു ലോറി അവൻ ലക്കും ലഗാനും ഇല്ലാതെ വന്നു. അവനാണ് നേരെ അങ്ങ് പോവുക. അത് പിന്നെ ഒന്നും ഇല്ലെങ്കിൽ റോഡാണെന്ന് പറയാം. അതെ അപരക്ഷകയിൽ അതെ വരുന്ന സീക്വൻസിൽ ഒരു പ്രൈവറ്റ് ഇതാണ്, അതായത് ഒരു 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 ഇപ്പൊ ഒരു ഗേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് ഉള്ള ഒരു റോഡാണ്. അതിൽ ഇയാളിങ്ങനെ പാണ്ടി ലോറി വരുന്നുണ്ട്. അത് വെള്ളം കൊണ്ടുവരുന്ന വെള്ളം കൊണ്ടുപോകുന്നു. ടാങ്കറാണത്. ആ എന്നിട്ട് ഇവനാണെങ്കിൽ വലിയക്കാട്ട് ഒരു പെയിന്റിങ് പിടിച്ചോണ്ടാണ് ഈ പൊട്ടൻ നടക്കുന്നത്. ആ റോഡിലല്ല, ഒരുമാതിരി സൈഡ് അപ്പരക്ഷയിലോട്ട്. വാക്ക് പോലെയാണ്. അതിനകത്ത് കൂടി ഇടിച്ചിട്ട് ഒരാൾ ചത്ത് വീണ്. എന്നിട്ട് ഇയാൾ തിരിഞ്ഞോടും നോക്കാതെ അയാൾ ഓടിച്ചു പോകും. എന്ത് ഭ്രാന്തനൊക്കെയാണ്, ചിലപ്പോൾ ഇതിലും പ്രേതം അതുപോലെ തന്നെ കയറുന്നതായിരിക്കും. നാഗവല്ലിയിലും ഉണ്ട് സീക്വൻസ്, ഈ ഓടിച്ചു പോകുന്ന ലോറി. ചന്ദ്രമുഖിയിലുണ്ടോന്ന് ഞാൻ ഓർക്കുന്നില്ല. ഓ, അത് പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും ആക്ച്വലി നമ്മുടെ പുള്ളിക്കാരിയുടെ, നമ്മുടെ ശ്രീദേവിയുടെ മലയാളം, അതായത് കന്നഡ ശ്രീദേവിയുടെ മലയാളത്തിൽ അഭിനയിച്ച പടങ്ങൾ രണ്ടെണ്ണം ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടുള്ളത് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന സിനിമ, അറിയാവോ? ജയറാമിന്റെ പടം. ജയറാമിന്റെ. ആ അതില് പെണ്ണാണ്. അതിനകത്തില് അതിനകത്തില് ഒരുമാതിരി പ്രേതം പോലെ തന്നെ വരുന്ന ഒരുത്തിയില്ലേ, അതായത് പുള്ളിക്കാരി ഇവന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുന്ന ഒരുത്തി. ആ, മറ്റേ മറ്റേ ചന്ദ്രലേഖയ്ക്കകത്തിലെ പെണ്ണല്ല. അത് ജയറാമിന്റെ പേരാണ്. ഇത് ഈ പെണ്ണ് കാരണം അവര് തമ്മിൽ എന്തോ ഡ്രിഫ്റ്റ് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു എന്തോ മെമ്മറി എന്തോ അങ്ങനത്തെ എന്തോ ഒരു ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടറാണ്. പിന്നെ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ദ പ്രിൻസ് എന്ന് പറയുന്ന പടത്തിലെ മെയിൻ റോളായിരുന്നു പുള്ളിക്കാരി. അപ്പൊ ഓക്കെ അങ്ങനെ ഓക്കെ. രണ്ട് പടത്തിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പുള്ളിക്കാരിയെ കണ്ടിട്ടുണ്ട്, ഈ പ്രേമ എന്ന് പറയുന്ന നമ്മുടെ ശ്രീദേവിയുടെ ക്യാരക്ടറിന്. സോ ഇപ്പം ബാക്ക് ടു ദ പോയിന്റ്. പിന്നെ ഒരു സീക്വൻസിൽ പുള്ളീനെ രക്ഷപ്പെടുത്തുന്ന, അതായത് സൗന്ദര്യയുടെ ക്യാരക്ടർ ഫുഡ് കൊടുക്കാൻ പോയി എന്നറിഞ്ഞു കഴിയുമ്പോൾ, നകുലന് ഫുഡ് കൊടുക്കാൻ പോയി എന്നറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്തമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അപ്പം ഡിയറസ്റ്റ് ഫ്രണ്ട് പോയിട്ട് ചെല്ലുന്നത് കാണുന്ന കാഴ്ച, പുള്ളീനെ വെയർ ഹൗസിൽ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ് ചുറ്റും തീ വെച്ചിട്ട്. അപ്പൊ ഇങ്ങേര് വന്നിട്ട് കഥക് ചവിട്ടി പൊളിച്ചിട്ട്, കഥയൊക്കെ ചവിട്ടി പൊളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു തട്ട് കൊടുത്താൽ പൊളിഞ്ഞു പോകുന്ന കഥക്കാണ്. അത് ചവിട്ടി പൊളിച്ചിട്ട് അപ്പൊ ഈ ഫ്രണ്ടിന് തീയുടെ മണ്ടേ കൂടെ ചാടാൻ അറിയാൻ പാടില്ല. ഇയാളിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അവിടത്തെ വെയർ ഹൗസിലെ പണിക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഈ ആത്മമിത്രം വന്നിട്ട് ചവിട്ടി പൊളിച്ച് വന്ന് അകത്ത് കടന്നിട്ട് പിന്നെ ഇയാളെ കൊണ്ടാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പുള്ളിക്ക് പിന്നല്ല, അറിയത്തില്ലല്ലോ, ഒരു ചാടാൻ സപ്പോർട്ട് അറിയാത്തോണ്ട് വേണമല്ലോ ചാടാൻ പറഞ്ഞു. ചാടാനായിട്ട്. അതുകൊണ്ടല്ലോ നമ്മൾ ഈ ചാടുന്ന സീക്വൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വേറെ ഏതോ മനുഷ്യന്മാരൊക്കെയാണ് ഡീപ്പാണത്. ചാടുന്നത്. അതെ. കാര്യം രമേശ് അരവിന്ദ് ചാടുമ്പോൾ മര്യാദയ്ക്കാണ് ചാടുന്നത്. ഇങ്ങേരുടെ ക്യാരക്ടർ ചാടുമ്പോൾ ഇങ്ങനെ സമ്മർസോൾട്ട് അടിച്ചൊക്കെയാണ് ചാടുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വേറെ ഏതോ ഒരുത്തരാണ് ചാടുന്നത്. ഇതിനകത്ത് അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. ഓ, ഇടയ്ക്കിടെ ഫൈറ്റ് ഇതിനകത്തിൽ അങ്ങനത്തെ സീനൊക്കെ കുറെ ഇടയ്ക്കിടയ്ക്കുണ്ട്. വിയേർഡ് സാധനങ്ങളുണ്ട്. തീ കത്തുന്നതിന്റെ അകത്തിൽ ഒരുമാതിരി ബ്ലാക്ക് ഉടുപ്പൊക്കെ ഇട്ടുണ്ട് തീ ആ കത്തുന്നൊക്കെ. അത് ഇവര് തീ കത്തിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്ന് ഓ, സ്റ്റണ്ട് അത് ആർട്ടിസ്റ്റിന് പൊള്ളലേക്കാതിരിക്കാൻ കൺഫ്യൂഷൻ വേണ്ടിയിട്ടുള്ള. ആവാതിരിക്കാൻ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. അതായത് നമ്മുടെ മലയാളത്തിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ, നകുലന്റെ ക്യാരക്ടർ, അതായത് സണ്ണിയുടെ ക്യാരക്ടർ നകുലന്റെ ക്യാരക്ടറിനെ ഒരു വെട്ടിക്കൊല്ലുന്നതാണല്ലോ, നാഗവല്ലിയെ വെട്ടിയാണല്ലോ കൊല്ലുന്നത്. അപ്പം കാരണവരെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഒരുക്കുന്നത്. അങ്ങനെ നമുക്കറിയാലോ, ആ ലിവർ തിരിക്കുകയും അങ്ങനെ ചെയ്യാണ്. പക്ഷെ ഇതിനകത്തില് ചന്ദ്രമുഖീനെ തീയിട്ടാണ് കൊല്ലുന്നത്. അതുകൊണ്ട് തീയിടുന്ന സീക്വൻസ് ആണ് നമ്മളിപ്പോ ഈ പറയുന്നത്. നാഗവല്ലിയെ തീയിടുന്നതിന്റെ കാര്യം പറയുവാണ് ഇപ്പൊ. നാഗവല്ലിനെ തീയിടുന്ന കാര്യമാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് കാരണവരെ തീയിടുന്ന കാര്യം പറയാം. നാഗവല്ലിനെ തീയിടുമ്പോഴത്തേക്ക് സ്റ്റണ്ട് ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ അവർക്ക് തീപ്പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചാക്ക് പോലത്തെ ഒരു സാധനം ഇടാറുണ്ട്. അത് ആണെന്ന് നമുക്ക് ഈ തീ കത്തുമ്പോഴേ തന്നെ കാണാം. മനസ്സിലാകും, ഒരുമാതിരി അതിട്ടോണ്ടാണ് കറുത്ത സാധനം. അത് ചാക്ക് പോലെയാണെങ്കിൽ ബ്രൗൺ ആണെങ്കിൽ കുഴപ്പമില്ല, അത്ര നമ്മൾ ശ്രദ്ധിക്കത്തില്ല, തൊലിയാന്ന് വിചാരിക്കും. ഇത് കറുത്തതായതുകൊണ്ടേ നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് എന്തുകൊണ്ടാണ്. മനസ്സിലാവും. ഇച്ചിരി സ്ലോപ്പി ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ.
അപ്പം പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ അതായത് മറ്റേന്റെ കാരണവരാണ് ഇതിനകത്ത് രാജാവാണ്. അപ്പൊ രാജാവിനെ കത്തിക്കുന്ന സീക്വൻസിലാണെങ്കിലും ആ കോട്ടനൊക്കെ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പീവാസി യൂണിവേഴ്സിലെ നകുലനെ അല്ല കൊല്ലാൻ നോക്കുന്നത്, ഓ സണ്ണിനെയാണ് അതുകൊണ്ട് എല്ലാം കൊല്ലാൻ നോക്കുന്നത്. യെസ് അങ്ങനെ ഒരു യെസ്. കാര്യം, സണ്ണി കാരണം സാക്രിഫൈസ് ചെയ്യാൻ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. പിന്നെ തീർച്ചയായും അങ്ങനെ വേണമല്ലോ. നമ്മുടെ സാഹസമാണെങ്കിലും രജനീകാന്ത് ഒക്കെ ആണെങ്കിലും സൂപ്പർ സ്റ്റാർ ആണല്ലോ. അല്ലെ മോഹൻലാലിന്റെ കൂട്ടല്ലല്ലോ. മോഹൻലാൽ ആ, നമ്മൾ പാവം, അതെ. നമ്മുടെ പാവം സണ്ണി മലയാളത്തിലുള്ള പാവം ഒരു സണ്ണിനെ പോലെ കണ്ണിച്ചോരയില്ലാത്തവരല്ല ഇവര്. കൂട്ടുകാരന്റെ ജീവനും വെച്ചല്ല അവരെ കളിക്കുന്നത്. അവര് സ്വന്തം ജീവൻ പണയം പെടുത്തി കളിക്കുന്നത്. മനസ്സിലായോ? ആക്ച്വലി ഞാൻ അങ്ങനത്തെ ഒരു തിയറി കേട്ടിട്ടുണ്ട് കേട്ടോ. മണിച്ചിത്രത്താഴിന് ഒത്തിരി തിയറി ഉണ്ടല്ലോ. ഈ ഹാരി പോട്ടറിന് ഭയങ്കര ലൂപ്പ് ഹോൾസും തിയറികളും ഒക്കെ കണ്ടുപിടിക്കുന്ന പോലെ മണിച്ചിത്രത്താഴിന്റെ തിയറികൾ കണ്ടുപിടിക്കുന്ന കുറേ ഇതുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണത്തിനകത്തിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഒറിജിനലി സണ്ണീനെ തന്നെയാണ് നാഗവല്ലി കൊല്ലാൻ ശ്രമിക്കുന്നത്. കാരണം ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ പുള്ളിക്കാരി കാണുന്നുണ്ട് കാരണവരായി സണ്ണി പകർന്നാടുന്ന സണ്ണീനെ കാണുന്നുണ്ട്. ഗംഗയല്ല, സോറി, നാഗവല്ലി കാണുന്നുണ്ട് ആ ഒരു ചെറിയൊരു കീ ഹോളിൽ കൂടെ. അപ്പൊ ശരിക്കും ഫസ്റ്റ് ഇതില് പുള്ളിക്കാരിയുടെ മൈൻഡിൽ സണ്ണി തന്നെയാണ് വരുന്നത്. പക്ഷെ സണ്ണിക്ക് അവിടെ അറിയാം സണ്ണി ആണ് കാരണവരാകുന്നതെങ്കിൽ സണ്ണിയും ഗംഗയുമായിട്ട് വലിയ ആത്മബന്ധമൊന്നുമില്ല. അവർ തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. ബട്ട് നകുലനാണ് ആവുന്നതെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ഇതില് സണ്ണിയിലെ നാഗവല്ലിയില് സൈക്യാട്രിസ്റ്റ് ആണ്. ഗംഗ പുറത്തോട്ട് വരുമെന്നുള്ള ഉള്ള രീതിയിൽ രീതിയിൽ, അതായത് നാഗവല്ലിനെ സർപ്പാസ് ചെയ്ത് അവളെ അടക്കി വെച്ച് അല്ലെങ്കിൽ അവളെ കൊന്ന് അവളിലെ ഗംഗേനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ നകുലനെ പോലെ അത്രയും സ്നേഹിക്കുന്ന ഒരു കപ്പിളാണെന്ന് ആദ്യമേ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത്രയും സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവിനെ തന്നെ അവൾ കൊല്ലണം, അല്ലെങ്കിൽ അവൾ വാളെടുത്ത് വെട്ടിയാലേ അവൾക്ക് തിരിച്ചു വരാൻ പറ്റൂ എന്നുള്ളതിൽ മോഹൻലാൽ തന്നെ, അതായത് സണ്ണിയുടെ ക്യാരക്ടർ ട്വീക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദാറ്റ് മേക്ക് സെൻസ് ചെറിയ അല്ലേ? ചെറിയ ചെറിയ തോട്ട്സ് ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്ത് കൊടുത്ത് ശ്രീദേവിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ അതായത് നകുലനോട് ശ്രീദേവിനെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറയുന്നത്, അങ്ങനത്തെ പറയുകയും ഇതൊക്കെ ഉണ്ടാക്കി. ഓക്കെ ഓക്കെ, അത് ശരിയാ, അത് കൊള്ളാം. അങ്ങനത്തെ ഒരു നല്ലൊരു തിയറി ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ് മേക്ക് സെൻസ് അല്ലേ? അതെ അതായത് അതെ അതെ അവിടെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈവൻ ഈ ചായയുടെ സീക്വൻസ് ആണെങ്കിൽ പോലും ശരിക്കും ചായക്കകത്തിൽ വിഷം ഇട്ടിട്ടുണ്ടെന്ന് മോഹൻലാലിന് അറിയാനുള്ള ആ ഒരു അവിടെ അതായത് ഒരു കുപ്പി ഒരു കിടക്കുന്ന വയൽ ഓഫ് കാണുന്നു. കുപ്പി അത് മാത്രമേ കാണുന്നുള്ളൂ. ബട്ട് ഉടനെ പുള്ളി അങ്ങ് അസ്യൂം ചെയ്യുവാണ്, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്ന പോലെ പുള്ളി നമ്മളെ കാണിക്കുവാണ്, അതായത് അതിൻ്റെ അകത്തിൽ വിഷം ഉണ്ട് എന്ന്. അപ്പം പുള്ളി തന്നെ കുപ്പി ഇട്ടിട്ട് പുള്ളി തന്നെ എടുത്തിട്ട്, പുള്ളി തന്നെ കുപ്പി ഇട്ടിട്ട് പുള്ളി തന്നെ അങ്ങ് പറയുവാണ് അതായത് എന്താണ് ബോംബ വെച്ചതും നീ, ബോംബ വെടിക്ക വെച്ചതും നീ എന്ന് പറയുന്ന പോലെ. കൊള്ളാം. കൊള്ളാം അല്ലേ? ആ തിയറി നല്ലതല്ലേ? നല്ല രസമല്ലേ അത് കേൾക്കാൻ? അപ്പൊ അത് അങ്ങനെ, അതായത് പുള്ളിക്കാരി ശരിക്കും ഭർത്താവ് അന്നേരം ആ ഒരു പോയിന്റിൽ വിഷം ഉണ്ട്, ആ ചായക്കകത്തിൽ വിഷം വെച്ചതാണ് ശ്രീദേവി എന്ന് പറയുമ്പോൾ അവളിലെ നാഗവല്ലി ഡൗട്ട് ചെയ്യുവാണോ? ഓക്കെ, ഇത് ആരാണെന്ന് പ്രോപ്പറായിട്ട് കാണുന്നില്ല, ഒരു കീ ഹോളിൽ കൂടെ അല്ല കാണുന്നുള്ളൂ. അപ്പൊ പിന്നെ നാഗവല്ലിനെ ഷേപ്പ് ചെയ്യാൻ നോക്കുകയാണ് സണ്ണി എന്നുള്ള രീതിയിൽ. ഇറ്റ് മേക്സ് മോർ സെൻസ്. അപ്പൊ അത് നല്ലൊരു തിയറി ആയിട്ട് എനിക്ക് തോന്നി. കണ്ടിന്യൂ പ്ലീസ്. അപ്പൊ ഇതിന്റെ അകത്ത് സണ്ണി തന്നെയാണ്, അത് സണ്ണിയുടെ ക്യാരക്ടേഴ്സ് ആണ് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മറ്റേ പോലെ സാഹസസിംഹം മറ്റേ വടിയൊക്കെ കൂട്ടി നടക്കുന്നൊക്കെ ഉണ്ട്. വടികുത്തി നടക്കുമ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മുടെ ഇതിനകത്തുള്ള സെറ്റ് വർക്കും മറ്റേ ആർട്ട് ടീം ഭയങ്കര കൂറയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ മോഹൻലാലിന്റെ സാധനങ്ങൾ ആ പെരക്കകത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പൊടിയും ചുക്കിലിയും പണ്ടാരടങ്ങി അതെല്ലാം വൃത്തികേടായിട്ട് ഒരുമാതിരി പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണല്ലോ കിടക്കുന്നത്. ഈവൺ ആ മെതിയടി ആണെങ്കിൽ പോലും ഭയങ്കര പൊടി പിടിച്ചിട്ടുള്ള ഒരവസ്ഥയാണ്. പെയിന്റിങ് ആണെങ്കിലും ഭയങ്കര ഓൾഡ് ലുക്കിംഗ് ആണ്. അപ്പൊ ഈ മെതിയടിയൊക്കെ ആണെങ്കിൽ മോഹൻലാലിടുമ്പോൾ നമുക്ക് മനസ്സിലാകും ഓൾഡ് ആണ്, വുഡൻ ആണല്ലോ, ഓൾഡ് ആണെന്ന് മനസ്സിലായി. ഇത് അങ്ങനെയല്ല, ഇത് കറക്റ്റ് മറ്റേ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട്, ഒരു വൈറ്റ് ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് തിളങ്ങുന്ന ഷൂ. ഞാൻ എന്റെ ഷർട്ട് നിനക്ക് എന്തോ അറിയാം? നിനക്ക് 100 വർഷം മുമ്പ് അവര് കർണാടകയിൽ അങ്ങനത്തെ ഷൂ ഒക്കെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവും. നിനക്ക് അത് എങ്ങനെ 100 വർഷം കഴിഞ്ഞിട്ടും അതോടെ പൊടിയാതെ അവിടെ കിടക്കും. അതെന്തോ 100 വർഷം കഴിഞ്ഞാലും പൊടി പിടിക്കാത്ത സാധനമായിരിക്കും. ഇപ്പൊ ഈ മമ്മിയൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും ഈ ശവം അതുപോലെയൊക്കെ ഉണ്ടാവില്ല. അതുപോലെ അതെ അതെ പ്രിസർവ് മമ്മി തന്നെ ചെയ്യുന്നത്. എംബാം ചെയ്ത് വെക്കുമ്പോൾ വെക്കുന്ന മനുഷ്യക്കോലത്തിൽ തന്നെയാണല്ലോ നമ്മൾ പിന്നെ അൺറാപ്പ് ചെയ്തെടുക്കുമ്പോൾ വരുന്നത്. അതൊരു ചുക്കിച്ചുളങ്ങി
പിന്നെ എടുക്കുന്ന സമയങ്ങളും കാണാൻ എനിക്കറിയില്ല. എന്തായാലും നല്ല നീ കോമഡിയാണ്. കണ്ടിട്ടുണ്ടോ 100 വർഷം മുമ്പത്തെ അങ്ങനെയാണ്? അങ്ങനെയായിരിക്കും, എനിക്കറിയില്ല. ഷൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈയിടെ വാങ്ങിച്ച പോലെ ഉണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷെ അല്ല, ഓ, 100 അത് വർഷത്തെ പറയുമ്പോൾ ആൾക്കാർ. പെയിന്റിങ്ങിന്റെ കാര്യവും കൂടെ പറയണം കേട്ടോ, അതും പറയാതിരിക്കാൻ വയ്യ. ആപ്തമിത്രയിലെ പെയിന്റിങ് കുഴപ്പമില്ല. ഞാൻ മറ്റേ വീഡിയോയിൽ ആപ്തമിത്രയിലും ദുരന്തമാണെന്നുള്ള രീതി, പക്ഷെ ആപ്തമിത്രയിലെ പെയിന്റിങ് വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ആപ്തമിത്രയിലെ പെയിന്റിങ് അത്ര കുഴപ്പമില്ല. പക്ഷെ ആപ്തരക്ഷക ആ, നഗവല്ലിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ബാനറായി മാറുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഡെഫിനറ്റ്ലി പറയണം. ഓക്കെ, അപ്പൊ അത് ഞാൻ മറ്റേത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് പിന്നെ മറ്റേ പറഞ്ഞിപ്പിച്ചത്. ഓ, ചെലങ്കയുടെ അതും ഇത് ഉണ്ട് കേട്ടോ. അതൊരു ഭയങ്കര നിപ്പിക്കിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് അത് പക്ഷെ നിനക്കൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെപ്പോലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണ്. സോറി, ബൻസുൽത്താന്റെ വീഡിയോയിൽ പറഞ്ഞു എന്റെ ഡാൻസ് ബാക്ക്ഗ്രൗണ്ട്. ഉള്ളതുകൊണ്ട് നമ്മൾ ആ വീഡിയോ എവിടെയെങ്കിലും കൊടുക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞായിരുന്നു, ബട്ട് സ്റ്റിൽ പ്ലീസ് പെക്കാണ്, നല്ല വീഡിയോ ആണ്, കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ആരോ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറുതാക്കുമെന്ന്. അപ്പൊ ആ ഇത് പക്ഷെ ചെറുതാക്കുമെന്ന് നമുക്കൊന്നും ചെയ്യാൻ ചോദിച്ചതിന്റെ പറ്റില്ല. സോറി. ഇല്ല, ഇത് വലിയ വീഡിയോ ആയിരിക്കും. കാരണം ഇത് 3 പടമുണ്ട്, അതും ഇത്രയും മനോഹരമായ ഡീറ്റെയിൽസ് ഉള്ള പടങ്ങളാണ്. അപ്പൊ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇതാണ്, അതായത് എല്ലാ പടങ്ങളിലും ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, നാഗവല്ലിയുടെ ചെലങ്ക എനിക്ക് മനസ്സിലാക്കാം. കാരണം അതിനനുസരിച്ച് അവർ സൗണ്ട് പ്രോപ്പർ ആക്കി വെച്ചിട്ടുണ്ട്. നാഗവല്ലിയുടെ ചെലങ്കയുടെ മണികൾ 1 ലൈൻഡ് മണികളാണ്, അല്ലെങ്കിൽ അതിൽ 2 കാണും, നമുക്ക് ഇന്റർവോവൺ ആയിട്ട് കാണും. പക്ഷെ അത് ആ ചെലങ്കയ്ക്ക് മണിച്ചിത്രത്താഴില്ല, നമ്മുടെ മലയാളത്തില് അത്രയുള്ള സൗണ്ട്, ആ കേൾപ്പിക്കുന്ന സൗണ്ട് അതിനകത്ത് നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ചന്തു പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുമ്പോഴാണെങ്കിൽ നമുക്കത് വിയേർഡായിട്ട് തോന്നത്തില്ല. അത് ചെലങ്ക കെട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കെട്ടുന്ന ചെലങ്കയും ബെൽറ്റ് ചെലങ്കയും തമ്മിലും സൗണ്ട് വ്യത്യാസമുണ്ട്. കെട്ടുന്ന ചെലങ്കയ്ക്ക് കുറച്ചും കൂടെ അതിങ്ങനെ കുറച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് കളിച്ച് കഴിയുമ്പോഴത്തേന് ആ ത്രെഡ് നമ്മൾ എത്ര ടൈറ്റായിട്ട് കെട്ടുവാണെങ്കിലും കുറച്ച് ലൂസായിട്ട് കുറേയും കൂടെ സൗണ്ട് ഉണ്ടാക്കും. ബെൽറ്റ് ചെലങ്കയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുന്നത്, ടൈറ്റ് അല്ല, അതിങ്ങനെ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനധികം സൗണ്ട് വരത്തില്ല. അത് ഈവൻ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇത് ഒത്തിരി അങ്ങ് ഡീറ്റെയിൽഡ് ആണെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഞാൻ പറയാം. 2 നിരയുള്ള ത്രെഡ് ചെലങ്ക, അതായത് വള്ളി വെച്ച് കെട്ടുന്ന ചെലങ്കയും 3 ലൈനുള്ള ബെൽറ്റ് ചെലങ്കയും വെച്ച് നോക്കുമ്പോൾ 2 നിരയുള്ള ത്രെഡ് ചെലങ്കയ്ക്കായിരിക്കും കൂടുതൽ സൗണ്ട് വരുന്നത്. സോ ഇറ്റ് മേക്ക് സെൻസ്, മലയാളത്തിലേന് ഇറ്റ് മേക്ക് സെൻസ്. അവർ കേൾപ്പിക്കുന്ന സൗണ്ട് ആ ചിലങ്കയിൽ നിന്ന് വരും. ബട്ട് ആപ്തരക്ഷകയിലെ ചിലങ്ക കാണണം, കഷ്ടിച്ച് അതേലും ഒരു 10 മണി കാണും, കഷ്ടിച്ച് 10 മണി അതിനകത്ത് കാണത്തുള്ളൂ. അവർ കേൾപ്പിക്കുന്ന സൗണ്ട് ഒരു 5 നിരയിൽ മണികളുള്ള, 5 നിരയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ 5 മണിയല്ല, 5 നിരയിൽ മണികളുള്ള ബെൽറ്റ് ചെലങ്കയുടെ സൗണ്ടാണ് അവന്മാർ കേൾപ്പിക്കുന്നത്. ഭയങ്കര വിയേർഡാണ് അത്. എനിക്ക് അസഹനീയമായിട്ട് തോന്നി. കാരണം അത് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നെറ്റ്പിക്ക് ചെയ്യുന്നതാണ്, ഐ നോ, ബട്ട് സ്റ്റിൽ അത് വർത്ത് മെൻഷനിങ് ആണെന്ന് എനിക്ക് തോന്നി. അതുപോലെ പിന്നെ ഡാൻസിന്റെ കാര്യം പറയണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു ശോഭനയുടെ വെച്ച് ശോഭനയോട് വെച്ച് കമ്പയർ ചെയ്യുന്നതേ ഇല്ല. കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയേണ്ട വരും. ഇല്ല, ഒറ്റ ഒരെണ്ണത്തിൽ പോലും അതിനൊരു ഇത് ചെയ്തിട്ടില്ല. ഞാൻ ബംഗാളിയിലെ ഞങ്ങൾക്ക് പ്രിന്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞു, പക്ഷെ എൻ്റെ ഡാൻസ് ഞാൻ കണ്ടായിരുന്നു, മികച്ചതായിരുന്നു. അതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ദുരന്തം. പിന്നെ അത് കഴിയുമ്പോൾ അതെ തീർച്ചയായും എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറയാം, പുള്ളിക്കാരിയോട് ഭയങ്കര സങ്കടം. എനിക്ക് പുള്ളിക്കാരിയുടെ ഡ്രസ്സിങ് ആണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടത്. എനിക്ക് ഇങ്ങനെ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി മാത്രമാണ്. അതെ, പഴയ കാലത്തിൽ ശോഭന പഴയ കാലത്ത് കളിച്ചിട്ടുണ്ട്, ജ്യോതിക കളിച്ചിട്ടുണ്ട്. ഇതുങ്ങളെല്ലാം ഈ 8 പടത്തിലും 8 പടത്തിന്റെ വോട്ട് നമ്മൾ 5 പടം എടുക്കാം. 5 പടത്തിലാണ് മെയിനായിട്ട് വേണ്ട മെയിൻ മണിച്ചിത്രത്താഴിന്റെ റീമേക്ക്, പ്രോപ്പർ റീമേക്ക് 3 എണ്ണം നമുക്ക് പറയാം. 4 എണ്ണം ഉണ്ട്, ബംഗാളിയും കൂടെ കൂട്ടി. അത് പോട്ടെ, അല്ലെങ്കിൽ ഞാൻ മെയിൻ ആയിട്ടുള്ള റീമേക്കാണ് പറഞ്ഞത്. അതായത് മണിച്ചിത്രത്താഴ് ഇൻസ്പയർഡ് ആയിട്ടുള്ള 4 റീമേക്കുകളുണ്ട്, ബംഗാളി, കന്നഡ, തമിഴ്, ഹിന്ദി. ഇത്രയും സാധനത്തിലും അവർ മര്യാദയ്ക്ക് തുണിയിട്ടാണ് കളിക്കുന്നത്, പ്രോപ്പർ ക്ലാസിക്കൽ ഉടുപ്പിട്ടാണ് കളിക്കുന്നത്. ഇതിനകത്തിൽ എന്താണ്, പ്രിയദർശന്റെ റീമേക്കിൽ പ്രിയദർശൻ ഇച്ചിരി ഒരു ബുദ്ധി കാണിച്ചിട്ടുണ്ട്. അതായത് ജ്യോതിക ചെയ്ത് പണി കിട്ടിയത് കൊണ്ട്, ജ്യോതിക ക്ലാസിക്കൽ ചെയ്ത് നമ്മുടെ വിനീത് സാറിന്റെ കൂടെ കളിക്കുന്നുണ്ട്. വിനീത്
എക്സ്ട്രോർഡിനറി ഡാൻസറാണ്. നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമനാഥൻ, നമ്മുടെ രാമനാഥനോട് എനിക്കൊരു, അതായത് എന്തായിരുന്നു, എന്തോ ശ്രീധർ എന്നാണ് പുള്ളിക്കാരൻ്റെ ശ്രീധർ. പേര്. ശ്രീധർ ശ്രീറാം എന്നാണ് പുള്ളിയുടെ പേര് അല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഡാൻസ് ഞാൻ ഭയങ്കര ഫാനാണ്. കാരണം അത്രയും എന്താണ് സ്റ്റിഫായിട്ട് നിന്ന് പുള്ളി ജസ്റ്റ് ഒരു ഭയങ്കര രസമാണ് പുള്ളിയുടെ ഡാൻസ്. വിനീത് വേറൊരു രീതിയാണ്. പക്ഷെ നമ്മുടെ അഭിമാനമാണ് പുള്ളി. കാരണം പുള്ളി ഇത്രയും ലാംഗ്വേജിൽ പോയിട്ട് ഒറ്റ ആൾക്ക് പോലും പുള്ളിയോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രിയദർശൻ ഒരു ഒരു പ്രത്യേക തരത്തിലൊരു ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. എന്താന്ന് വെച്ചാൽ ഭരതനാട്യം മാറ്റിയിട്ട് പുള്ളിക്കാരി ഒരു ഒഡീസി മിക്സ്ഡ് സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് അതിനകത്ത് കളിക്കുന്നത്. അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഓക്വേർഡായിട്ട് തോന്നത്തില്ല. ഈവൻ എന്താണ് അതുകൊണ്ടാണ് ആ റീമേക്കിൽ നമുക്ക് ശോഭനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കൂടെയും ജ്യോതിയേക്കാളും ഒക്കെ ഭേദമായിട്ട് നമുക്ക് തോന്നിയത്. കാരണം ഡാൻസ് ഇസ് ഡിഫറെൻറ്റ്, ആ ഫോം ഓഫ് ഡാൻസ് ഡിഫറെൻ്റ് ആണ്. കാരണം അത് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ബാക്കിൽ വെച്ചിരിക്കുന്ന നമ്മുടെ തലയിൽ വെക്കുന്ന ക്രൗണ്, നമ്മളിടുന്ന ഡ്രസ്സ് ഒക്കെ വെച്ചിട്ട്, ഡ്രസ്സിൻ്റെ ഫാനൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഡാൻസാണ് കളിക്കുന്നതെന്ന്. ഇപ്പോൾ അത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നിപ്പിക്ക് ചെയ്യുവാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സൗന്ദര്യം ഇട്ടിരിക്കുന്നത് കുച്ചിപ്പുടിയുടെ ഫാനുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. സൈഡ് ഫാനൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇച്ചിരി അല്ല ഭീകരമാണ്. ഈ പോട്ടെ. നാഗവല്ലി സിനിമയ്ക്കകത്ത് നാഗവല്ലിയിൽ ആപ്തരക്ഷകയിലൊക്കെ ഇപ്പൊ വിമലാരാമന്റെ ക്യാരക്ടർ ആണെങ്കിലും അനുഷ്ക ഷെട്ടി ആണെങ്കിലും ചുരിദാർ ഇട്ടോണ്ടാണ് നടക്കുന്നത് അന്നത്തെ കാലത്ത്. അതെന്താന്ന് എനിക്ക് അത് മനസ്സിലായില്ല കേട്ടോ. വിമലാരാമന്റെ പിന്നെ ഒരു വേണമെങ്കിൽ ഒരു അനാർക്കലിയാണ്, അങ്ങനത്തെ ഒരു ഇതാണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റേത് ഇത് പക്കാ ചുരിദാറാണ്. 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 അനാർക്കലി അല്ല, അത് കുറച്ചും കൂടി ഒരു അനാർക്കലി എന്ന് പറയാം, അല്ലേ മസാക്കലി പോലെ അതുപോലത്തെ ഒരു ഇരിക്കുന്നു. ശരിയാണ് ശരിയാണ്. പക്ഷെ അപ്പം ഇത് ചുരിദാറാണ്. അങ്ങനെ പക്ഷെ അതും ദിവസം ഡസൻ നോക്കാറില്ല. മേക്ക് സെൻസ്. കാരണം ഇവരാരും ഹിന്ദി നാട്ടിൽ നിന്ന് വരുന്നവരായിട്ടല്ല കാണിക്കുന്നത്, എല്ലാവരും തെലുങ്കത്തിമാരായിട്ടാണ് കാണിക്കുന്നത്. തെലുങ്ക് നാട്ടിൽ ഇങ്ങനെ ആയിരുന്നു, എനിക്കറിയാൻ വയ്യ, ചിലപ്പോൾ ആയിരിക്കും, നമുക്കറിയാൻ വയ്യ. അല്ല നാഗവല്ലിയില് പുള്ളിക്കാരി അനുഷ്ക തമിഴ്ത്തിയാണ്. നാഗവല്ലി എന്നാണ് പേരിട്ടത്. പക്ഷെ ഡാൻസ് കാരണം പിന്നീട് ചന്ദ്രമുഖി എന്ന് അറിയപ്പെട്ടു എന്ന ദിവസം ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും തീർച്ചയായും നമുക്ക് അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയുന്നതായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞിട്ടിരിക്കുമ്പോ അപ്പൊ അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട് പി വാസവണ്ണൻ. അങ്ങനത്തെ ആ ഒരു രീതിയിലായിരുന്നു എല്ലാവരും നശിപ്പിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഭരതനാട്യം അറിയാത്തവരെയും കൊണ്ട് കളിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ബംഗാളിയിൽ എന്ത് സാധനം കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ സാധനം എന്താണെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനതിന്, പക്ഷെ ക്ലാസിക്കൽ ഡാൻസിന്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെയാണ് അതിന്റെ പാട്ട്, എന്നും പറഞ്ഞുകൊണ്ടാണ് പാട്ട് പോകുന്നത്. അപ്പൊ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി എന്തോ ഫോക്ക് ഡാൻസിന്റെ ഒക്കെ പാട്ട് പോലെ, പക്ഷെ ഇട്ടിരിക്കുന്ന ഭരതനാട്യത്തിന്റെ കോസ്റ്റ്യൂം, കളിക്കുന്നത് വേറെ എന്തോ. നല്ല രസമായിരുന്നു. വേണം ഒരു ബന്ധം ഉണ്ടാവരുത്. അപ്പൊ ഇതിന്റെ സൗന്ദര്യം ബെറ്റർ ആണ് അല്ലേ? അല്ല എനിക്ക് തോന്നുന്നു വിമലാരാമനാണ് ഏറ്റവും ജസ്റ്റിസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ, പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ഡാൻസ് അറിയാന്ന് തോന്നുന്നു. പിന്നെ സൗന്ദര്യം, പി വാസു യൂണിവേഴ്സിൽ സൗന്ദര്യം വിദ്യാബാലനും കുഴപ്പമില്ല. അവർ രണ്ടുപേരും ഒരു ഏകദേശം പി വാസു യൂണിവേഴ്സിലെ, അതെ അതെ പി വാസു യൂണിവേഴ്സിൽ, അത് കഴിഞ്ഞിട്ട് സൗന്ദര്യമാണ്. പക്ഷേ അതുണ്ടല്ലോ, ഞങ്ങൾക്ക് അനുഷ്കയായിരുന്നു ഏറ്റവും ദുരന്തം. പക്ഷെ കങ്കണനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ഷെ കങ്കണനോട് ഭയങ്കര സഹതാപമുണ്ട്. എന്തൊരു ഒബ്ജക്ടിഫിക്കേഷൻ, ചുമ്മാ ബ്ലൗസ് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതി സ്കിൻ കളറൊക്കെ, അതായത് ബ്ലൗസ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി, അതിനകത്ത് സ്കിൻ കളർ ഉടുപ്പൊക്കെ, അത് തുണിയൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്കറിയാൻ വയ്യ. എനിക്കത് സങ്കടം വരുമായിരുന്നു എനിക്കത് കണ്ടിട്ടൊരുമാതിരി. അപ്പം ഇതില് ബാക്കിയൊക്കെ അതുപോലൊക്കെ തന്നെയാണ് പോകുന്നത്. മറ്റേ സണ്ണിയാണ് രാജാവായിട്ട് വരുന്നത് എന്നുള്ളത് ഉണ്ട്. പിന്നെ എല്ലാം അതുപോലെ മണിച്ചിത്രത്താഴ് പോലെ തന്നെയാണ് ലാസ്റ്റ്. പക്ഷെ മറ്റേ ഡമ്മി വെച്ചിട്ട് വെട്ടിക്കൊല്ലുന്നതിന് പകരം ഈ ഡമ്മി താഴോട്ട് പോയിട്ട്, പുള്ളി താഴോട്ട് പോയിട്ട് ഡമ്മി ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വന്ന് ഡമ്മി തീ കത്തിച്ചാവുന്നു എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. പിന്നെ പിന്നെന്താണ്, പിന്നെ ഇതുപോലെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു നമുക്ക് പറയാൻ പറ്റും, ഒരു സീൻ ബൈ സീൻ കോപ്പി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം കുറേയൊക്കെ സിമിലാരിറ്റികളുണ്ട്. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് കേട്ടോ ഇതിനകത്തില്, നമ്മുടെ കഥകളി സീക്വൻസിന് പകരം ഇവിടെ നമ്മുടെ അല്ലിയുടെ കല്യാണത്തിന് ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത്. അല്ലിയുടെ കല്യാണം, ഇവരെല്ലാരും കന്നഡക്കാരാണ്. ബട്ട് അവര് കളിക്കുന്നത് പഞ്ചാബി ഡാൻസ് ആണ്. നമ്മുടെ ഷാവ ഷാവ
പോലെ തോന്നുന്നു ഒരു പാട്ട്. എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ട്. ആ അത് മറ്റേ സാധനം അല്ലേ എന്തായാലും എന്റെ ഇതെന്തായിരുന്നു ഇത് പാട്ടുണ്ടായിരുന്നു. അയ്യോ ഇത് പാട്ട് ഓർമ്മയില്ല. എന്തോ പാട്ട് എന്ത് എന്തായിരുന്നു അതിന്റെ വേറെ വേറെയാണോ? അല്ല, ആ, അങ്കൂടൊങ്കു. അൻകുടുങ്കു ആണ്. അല്ല അതിനകത്ത് എന്തോ ഒരു സാധനം പറയല്ലോ ലസ്ക് ഡപ്പാന്നോ അങ്ങനെ എന്തോ ഒരു സാധനം എന്തോ പറയും. എന്തായിരുന്നു? വന്നായത് എനിക്കറിയാൻ എന്തോ ഒരു ഐറ്റം ഉണ്ട്. എന്താണേലും അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു അപ്പം പഞ്ചാബി സാധനം ഉണ്ട് ഇതിനകത്തില്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മൾ ഈ ക്രീപ്പി ആണെന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ഈ ക്രീപ്പി ആയിരിക്കെ പുള്ളി കഷ്ടമുണ്ട്. ക്രീപ്പി ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന കുറെ സീൻസ്, അതായത് അവര് അറിഞ്ഞുകൊണ്ട് ആ ചെയ്തതല്ല, ബട്ട് നമ്മൾ അറിയാതെ തെറ്റിദ്ധരിക്കുന്നു. ഇതില് രാമനാഥന്റെ കാര്യം പറയാനുണ്ട്. രാമനാഥന് ചെവിയിൽ പൂടയുള്ള രാമനാഥൻ. സൈഡില് രണ്ട് സൈഡിലും പൂടൊക്കെ ഉണ്ട്. ഈ എനിക്ക് അറിയത്തില്ല, നമ്മൾ ഈ മലയാളത്തിൽ കുറെ ടിപ്പിക്കൽ ക്യാരക്ടേഴ്സിനെ കാണിക്കത്തില്ലേ, ചെവിയിലൊക്കെ പൂട വന്നിട്ട് ഇങ്ങനെ. നമ്മുടെ ജഗതി മറ്റേ മീശമാധവന്റെ അത് അതുപോലൊക്കെയുള്ള സാധനമൊക്കെ. അപ്പൊ രാമനാഥന്റെ കാര്യം വേറൊരു കാര്യമുണ്ട് കേട്ടോ. രാമനാഥൻ സാധാരണ പോലെ നടക്കുമ്പോൾ നമുക്ക് പുള്ളി ഡാൻസർ ആണെന്ന് തോന്നും, പക്ഷെ പുള്ളി ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് പുള്ളി ഡാൻസർ തോന്നും. ഭയങ്കര വിയേർഡാണ്. പക്ഷെ അയാൾ റിയൽ ലൈഫിൽ ഡാൻസറാണ്. എന്തോ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഡാൻസ് കണ്ടിട്ട് ഇങ്ങനെ തോന്നുന്നില്ല. ഇച്ചിരി ഭയങ്കര വിയേർഡായിട്ടുള്ള. ഓക്കാടാണ്, എന്തൊരു വിയേർഡാന്ന് അറിയാവോ. എനിക്ക് അറിയത്തില്ല അത് ഇതില് പി.വാസവണ്ണന്റെ വേറൊരു ബ്രില്യൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി മറ്റേതില് ഇവരുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ഇവര് രമേശ്, അതായത് നമ്മുടെ കന്നഡ നകുലൻ ഗംഗയ്ക്ക് സാരി എടുത്തു കൊടുക്കുകയാണ്. സാരി എടുത്തു കൊടുക്കുമ്പോഴത്തേക്കും അന്നേരം ഇതില് നമ്മുടെ ഈ കന്നഡ രാമനാഥൻ വരുന്നുണ്ട്. കന്നഡ രാമനാഥനെ സംസാരിച്ച് കഴിയുമ്പോൾ സാരി എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നകുലൻ പറയുമ്പോൾ പുള്ളി അപ്പുറം എന്നിട്ട് ഒരു പച്ച സാരി എടുത്തു കൊടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്റെ ഫേവറേറ്റ് കളറാണ് എന്ന് ഗംഗ പറയുന്നുണ്ട്. അപ്പത്തേക്കും നമ്മുടെ നകുലൻ പറയുന്നുണ്ടോ, എന്റെ ഭാര്യയുടെ ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തൊരു മനസ്സിലാക്കി കളഞ്ഞല്ലോ വിയേർഡാന്നറിയാവോ. എന്നുള്ളത്. എന്തൊരു വിയേർഡാ. എന്തിനാ അങ്ങനത്തെ ഒരു സീക്വൻസ് അവിടെ കൊണ്ടുവന്നത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇല്ല, എന്തിനായിരുന്നു അതിന്റെ അങ്ങനത്തെ ഒരു സാധനം. ബ്രില്യൻസ് പുറകെ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗംഗേനെ രാമനാഥൻ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അതായത് ഈ കഥകളിയുടെ ഇടയിൽ ഗംഗ ഇറങ്ങി പോയിട്ടുള്ള ഇത് പാട്ടിന്റെ ഇടയിലാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗംഗ രാമനാഥന് ഉള്ള ഒരു പിടിവലിയുടെ ഇടയിൽ നമ്മുടെ സാഹസ സിംഗം വന്നിട്ട് ചെവിക്കുറ്റിക്ക് അടിക്കുന്നുണ്ട്. മറ്റേതിനകത്ത് മറ്റേത് സണ്ണി ചുമ്മാ ഒരു ചെറിയ ഇങ്ങനെ ഒരു അതായത് പൊട്ടുന്നേ ഉള്ളൂ. പുള്ളിയുടെ ആ കൈപ്പത്തിയുടെ കൈ തണ്ടയുടെ അവിടെ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു സൈക്കാട്രിക് അടി അടിക്കുന്നുണ്ട്. മോഹൻലാൽ അങ്ങനത്തെ കുറെ അടികളുണ്ട് അതിനകത്ത്, നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ പപ്പുവിന്റെ തലക്കടിക്കുന്നവരൊന്നുണ്ട്. അങ്ങനെ കുറച്ച് അടികളുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള സ്ലാപ്പ് അല്ല, ജസ്റ്റ് ഒരു കൊട്ടുകളാണ്. ഇതങ്ങനെയല്ല, ചെവിക്കുറ്റി ഒറ്റയടി അടിച്ചിട്ടോ. അടിച്ച് ബോധം കെടുത്തു പുള്ളിക്കാരിയെ സൗന്ദര്യയില്. അപ്പൊ മറ്റവൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അവനൊരു ഇതുണ്ടാകും കാര്യം, മറ്റേ ഭാര്യയുടെ ടേസ്റ്റ് മനസ്സിലാക്കിയല്ലോ, സാരി കളർ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സീക്വൻസ് കൊടുത്തത്. എന്നിട്ട് പുള്ളിക്കാരി ഈ ചന്ദ്രമുഖി യൂണിവേഴ്സിലൊക്കെ ഇങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ഗംഗേനെ കൊണ്ട് കിടത്തി കഴിയുമ്പോഴത്തേക്കും ഗംഗയാണ് നമ്മുടെ മണിച്ചിത്രത്താഴിൽ പിന്നീട് എഴുന്നേറ്റ് പുള്ളിക്കാരി സാരി മാറിയിട്ടാണ് വരുന്നത്. കാര്യം സാരി കയറിയിരിക്കുന്നുണ്ട്. ഈ പി.വാസുവിന്റെ PC യൂണിവേഴ്സിൽ കൊണ്ട് കിടത്തുമ്പോഴൊക്കെ അവര് സാരിയും ബ്ലൗസും എല്ലാം മാറ്റിയിട്ടാണ് കൊണ്ട് കിടത്തുന്നത്. അതെ. കാരണം ഭർത്താവിന് സാരി എടുത്ത് കൊടുക്കാൻ അറിയാമല്ലോ. എനിക്കറിയത്തില്ല, നമ്മളുടെ കേരളത്തിലുള്ള എത്ര ആണുങ്ങൾക്ക്, സൗത്ത് ഇന്ത്യയിലുള്ള എത്ര ആണുങ്ങൾക്ക് സാരി ഉടുപ്പിക്കാൻ കിടക്കുന്ന ഒരാളെ എങ്ങനെ ഈ സാരി ഇതുപോലെ ഉടുപ്പിച്ചെടുക്കുന്നത്? എനിക്കറിയാം. ബ്ലൗസ് എന്തിനാ മാറ്റുന്നത്? ബ്ലൗസ് കീറിയില്ലല്ലോ, അതെന്തിനാ മാറ്റുന്നത്? ബ്ലൗസും കൂടെ അത് കറക്റ്റ് സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് ഒക്കെ ഇടിപ്പിച്ചിട്ടൊക്കെ കിടക്കുന്നത്. അതെന്തിനാ അങ്ങനെ മാറ്റിക്കൊണ്ട് കിടത്തുന്നത്? സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം. ഈ സൗന്ദര്യയുടെ സാരിക്ക് തീ കത്തുന്ന, അതായത് ഗംഗയുടെ സാരിക്ക് തീ കത്തുന്ന സെയിം സീക്വൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ശ്രീദേവിയെ സംശയിക്കുന്ന പോലെ നമ്മുടെ എന്താണ് 6-ാം തമ്പുരാനിലെ മഞ്ജു വാര്യർ പ്ലസ് ശ്രീദേവിനെ സംശയിക്കുന്ന ഒരു സീനുണ്ട്. അത് ഈ നമ്മുടെ സാഹസം എന്താണ് ഇവിടുന്ന് മാറി നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ പാത്രം ഇറങ്ങി പൊട്ടിക്കുക, സാരി കത്തിക്കുക, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എന്നെ അല്ലിയായിട്ട് ഓടിക്കുന്ന സീനുകൾ, അതെല്ലാം ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പം
ഈ സാരി കത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് ഈ കത്രിക വെച്ച് കീറിയ പോലെ നമ്മുടെ ഗംഗ, അതായത് സൗന്ദര്യ സാരി കീറിയിട്ട് ആ കത്തിയ ഭാഗം മാത്രം എടുത്ത് മാറ്റിയിടുന്നുണ്ട്. ഒരു സാരി, അതും അവരുടുക്കുന്ന ഷിഫോൺ സാരി. അവർ കത്തി മരിക്കായിരുന്നു ആ രണ്ടുടെ ഭാഗ്യം. മറ്റേന്ന് പറഞ്ഞാൽ കോട്ടൺ സാരിയോ അങ്ങനെ എന്തോ സിൽക്ക് സാരി വേറെ എന്താണ്ട് മെറ്റീരിയലാണ് നമ്മുടെ ഗംഗയുടേത്, മലയാളത്തിലെ ഇത് അങ്ങനെയല്ല. ഇത് കണ്ടു കഴിഞ്ഞാലേ അറിയാം, ഇത് തീ കത്തി ശൂന്ന് കത്തിപ്പോവും ഷിഫോൺ ആണെങ്കിൽ. കേറും പെട്ടെന്ന്, അത് ഉരുകി പിടിക്കുകയും ചെയ്യും ശരീരത്തോട്. ഇങ്ങനെ ഈ ശരീരത്ത് പറഞ്ഞ പോലെ കീറി എടുക്കാനുള്ള ഗ്യാപ്പ് ഒന്നും കാണത്തില്ല, അത് മെൽറ്റായിട്ട് ഇങ്ങനെ ശരീരത്തിൽ പുള്ളിക്കാരി കറക്റ്റ് ഒട്ടിപ്പിടിക്കുന്നു. കത്രിക ഇട്ട പോലെ ഇങ്ങനെ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ ഇങ്ങനെ കീറി വിട്ടേക്കുന്നു. കീറിയിട്ട് ഇങ്ങനെ ഷൂന്ന് മാറ്റിയിടും സാരി. അയ്യോ എന്നെ തീ കത്തിച്ചെന്നൊക്കെ. ഇതില് രാമനാഥൻ കീറിയ സാരി ഉണ്ടല്ലോ, രാമനാഥനായിട്ടുള്ള തിരുവരിയുടെ ഇടയില്, അത് ഗംഗ ഈ സൗന്ദര്യം എടുത്തോണ്ടൊന്ന് കാണിക്കുന്നുണ്ട്. സൂപ്പർമാന്റെ ജെട്ടിയുടെ ഷേപ്പില്, ജെട്ടിയുടെ കറക്റ്റ് കത്രിക വെച്ചിട്ട് ഈ ജെട്ടിയുടെ മറ്റേ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ടിയെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ്, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ അത് കത്രിക ജെട്ടി വെച്ച് വെട്ടിയ പോലെ തുണി കാണും. എടുത്തായിരിക്കും. ആയിരിക്കും പുള്ളിക്ക് ജെട്ടി തയ്പ്പിക്കാൻ വേണ്ടിട്ട് തോടിയെടുത്തത്. അങ്ങനെ അത് കത്രിക വെച്ച് വെട്ടിയ പാടൊക്കെ ഉണ്ട് അതില്. ഒന്നും പറയണ്ട. പിന്നെ സൗന്ദര്യയുടെ ഡാൻസും പെർഫോമൻസ് ഒക്കെ കണ്ട എനിക്ക് പ്രഭുവിനെ ഓർമ്മ വന്നു, മറ്റേ ജ്യോതികാരന്റെ കിളിവാതിലൂടെ നോക്കുന്നത്. ഞങ്ങളുടെ എന്നെ കൊണ്ടുപോയി സർവണന്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത്, പ്രഭു ഇങ്ങനെ പകച്ചു നോക്കുന്ന ഇയാൾക്ക് ഉണ്ടക്കണ്ണ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അതായത് ഈ ഇതിനകത്തിലെ നകുലൻ ഉണ്ടക്കണ്ണാണ്. സോ പുള്ളിക്കാരൻ നോക്കുമ്പോഴും ബോധം കെട്ട മറ്റേ സൗന്ദര്യനെ കട്ടില കിടത്തിയിട്ട് പുള്ളി തിരിഞ്ഞടങ്ങുന്ന ഇങ്ങനെ കയ്യേൽ ഇങ്ങനെ കയറി പിടിക്കുന്നുണ്ട്. അത് പക്ഷെ ജ്യോതിക പിടിക്കുമ്പോഴാണ് ഇവിടെ പ്രഭുവിന്റെ ആത്മാവ് വരെ പുറത്ത് ചാടുന്ന പോലത്തെ എക്സ്പ്രഷൻ ഉണ്ട് പുള്ളിക്ക്. കഷ്ടമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ചന്ദ്രമുഖി കണ്ടപ്പോ എനിക്ക് പ്രഭുവിനോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ഒറ്റ മനുഷ്യൻ പുള്ളി മാത്രമേ ഉള്ളൂ. നോർമലായിട്ട് എന്താ പറയാ, അഭിനയിക്കാൻ എല്ലാവർക്കും അറിയാം. ബട്ട് പീവാസു യൂണിവേഴ്സ് ആയതുകൊണ്ട് മര്യാദയ്ക്ക് അഭിനയിക്കുന്നത് പുള്ളി മാത്രമേ ഉള്ളൂ. കാര്യം ഇയാളാണ് ആക്ടിങ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് അഭിനയിക്കുന്നവരാണെങ്കിലും ദുരന്തമായിട്ട് അഭിനയിക്കത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കഷ്ടം. അപ്പം ഇത് ഏതാണ്ട് സിമിലർ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യമില്ല, വേറെ പറഞ്ഞു. അല്ല ഇത് വേണമെങ്കിൽ 2 പാർട്ടായിട്ട് ഈ വീഡിയോ ചെയ്യാം. അതെ അതെ, അല്ലെങ്കിൽ കേൾക്കുന്നവനും ഭ്രാന്ത് പിടിക്കും. കൂടിപ്പോകും. അപ്പം ആപ്തമിത്ര ഇങ്ങനെ ഏതാണ്ട് ബീറ്റ് ബൈ ബീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ ചില പീവാസുവണ്ണന്റെ ചില ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രാമചന്ദ്ര ആചാര്യയുടെ കാര്യം പറഞ്ഞില്ലല്ലോ, പുള്ളി ഇങ്ങനെ അതായത് ദേവ്ജി ലൈറ്റ് ഇതില് തിലകന്റെ റോളാണ് പുള്ളി പീവാസ് മൾട്ടിവേഴ്സിൽ ചെയ്യുന്നത്. ചന്ദ്രമുഖി 2 മാത്രം പുള്ളിയുടെ ശിഷ്യം വരും. അത് KGF മറ്റേ പുള്ളിയാണ്, മറ്റേ ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രിമിനൽ എന്ന് പറയുന്ന അണ്ണനാണ് ശിഷ്യനായിട്ട് വരുന്നത്. അത് പറയുമ്പോ ഒരു ക്രീപ്പി ഇൻസിഡന്റും കൂടെ ഞാൻ പറയാൻ കേട്ടോ. അത് നമ്മളെ ക്രീപ്പ് ഔട്ട് ചെയ്യുന്നതല്ല, അവിടെ വീട്ടിലുള്ള ആൾക്കാരെ ക്രീപ്പ് ഔട്ട് ചെയ്യുന്നത്. കാരണം ഇതാണ് ആ ക്യാരക്ടറിന്റെ ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇന്നസെന്റിന്റെ ക്യാരക്ടറിന്റെ മോളും ഭാര്യ KP സലീലതയുടെ ക്യാരക്ടറാണ്. പക്ഷെ ചില സമയത്ത് പുള്ളിക്കാരിക്ക് ഈ സാഹസത്തിനോട് എന്തൊക്കെ ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള ചില ആക്ഷൻസും ഉണ്ട്. പിന്നെ ചില സമയത്ത് പുള്ളിക്കാരിക്ക് ഒരുമാതിരി ഇഷ്ടമല്ല, ഈ വൃത്തിയിട്ടവനാണ് എന്നുള്ള രീതിയാണ്. പക്ഷെ സാഹസത്തിന്റെ മോളാണോ നെടുമുടി വേണുവിന്റെ മോളാണോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തില്ല. ആ വീട്ടിലെ ആരുടെ മോളാണ് പുള്ളിക്കാരിയാണ് ആദ്യം രാത്രിയിൽ, അതായത് സൗന്ദര്യ ശരിക്കും നെടുമുടിയുടെ മോളാണ്. ശ്രീദേവിനെയാണല്ലോ ലാസ്റ്റ് വളയ്ക്കുന്നത്. ശരി. അപ്പോൾ ഇതിനകത്തില് പുള്ളിക്കാരി, അതായത് സൗന്ദര്യ മോളിൽ കയറി കഥ തുറക്കുന്നതിന് മുമ്പെയാണ്. അപ്പോൾ സണ്ണിയുടെ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ആര് നടക്കുന്ന കേൾക്കുമ്പോൾ സണ്ണിയുടെ ക്യാരക്ടർ ഇത് കാണാൻ, അതായത് ആരാണ് നടക്കുന്നത് തപ്പാൻ പോകുമ്പോൾ ഈ പെൺകൊച്ചിനെ, ഈ അല്ലിയുടെ ക്യാരക്ടറിനെ കണ്ടുപിടിക്കും, ഡിസ്കവർ ചെയ്യും. അവിടെ ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ആ സ്റ്റെപ്പിന്റെ കീഴിൽ നിൽക്കുന്നത്. അപ്പം എന്താ ഇവരെ പുള്ളിക്കാരിയുടെ കാമുകനെ കാണാൻ പോകുന്നതാണ്. അതായത് AK രാമനാഥനെ കാണാൻ രാമനാഥൻ ഓൾസോ നോൺ ആസ്, എന്താണ് പുള്ളിയുടെ ഇതിനകത്തിലെ പേര് എനിക്കറിയത്തില്ല, ഗുണശേഖരൻ മറ്റേ തമിഴിലെയാണ്. ഇതില് മുകുന്ദൻ അങ്ങനെ എന്തോ വേറെന്തൊരു പേരാണ്. എന്താണെങ്കിലും
ആ അപ്പം ഇത് ഈ പുള്ളിയെ കാണാൻ പോകുന്നതാണ്. അപ്പം സാഹസം പക്ഷെ അത് മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കും. അതായത് ഇങ്ങനെ മറ്റേതിന് പോകുന്നതാണ്, കാണാൻ പോകുന്നതാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഓ അല്ലല്ല, പ്രൊഫസർ മഹാദേവ്. മഹാദേവൻ തന്നെ, എക്സലന്റ് മഹാദേവനും ഡിഗ്രി. രാമനാഥനും തന്നെയാണല്ലേ? അതായത് മഹാദേവൻ ഇപ്പോഴത്തെ രാമനാഥൻ. അവൻ തന്നെയാണ്. ഓക്കെ. അപ്പം എന്താണ് അപ്പം നെടുമുടി വേണു ഇത് വന്ന് ഇവര് രണ്ടുപേരുടെ നിൽക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള നെടുമുടി വേണു ഇച്ചിരി കോമഡിയാണ് കേട്ടോ. അത് വലിയ നമ്മുടെ നെടുമുടി വേണുകൊണ്ട് ഒരു സീരിയസ് നെടുമുടി വേണു അല്ല. പുള്ളി ഇങ്ങനെ ഇച്ചിരി പാനിക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം മോളെ ആ, ഒരുമാതിരി ഈ പുള്ളി വളയ്ക്കുന്ന പോലെ എന്തൊക്കെയോ വളയ്ക്കാൻ ഒരു നോക്കുന്നില്ല. അത് ആ ഈ ചന്ദ്രമുഖിയിലും ഉണ്ട് ആ സാധനം. അതുകൊണ്ട് പുള്ളി ആ വീട്ടിലുള്ള എല്ലാരും ക്രീപ്ഡ് ഔട്ട് ആണ്. ഈ പുള്ളി ഇങ്ങനെ മോഹൻലാൽ അങ്ങനെയാ, അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ എന്താ ജനലിന്റെ അവിടെ ഇരിക്കുമ്പോഴത്തേനും കൊട്ടി നിക്കർ ഇട്ടോണ്ടിരിക്കുക പെണ്ണുങ്ങളുള്ള വീട്ടിലെന്നൊക്കെ പറയുന്നത് ഇന്നസെന്റ് പറയുന്നുണ്ട്. ബട്ട് ഇതുപോലെ പറയുന്നുണ്ട്. ക്രീപ്പി അല്ല പുള്ളി. അത് എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. അപ്പൊ ഇങ്ങനത്തെ അതായത് നമ്മളെ ക്രീപ്പ് ഔട്ട് ചെയ്യുന്ന അല്ലാതെ വീട്ടിലുള്ളവരും ചെറുതായിട്ട് ക്രീപ്പി ആക്കുന്നുണ്ട് പുള്ളി. റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രീപ്പി അങ്കിൾ വൈബ് എന്ന് പറഞ്ഞത്. കാര്യം അത് നമുക്ക് കണ്ടാലും അങ്ങനെ തോന്നുള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഇത് ഈ ഈ ഒരു 3 പടത്തില് അതായത് ചന്ദ്രമുഖി 1, പിന്നെ ഈ ആപ്തമിത്ര, പിന്നെ മറ്റേതിൻ്റെ അകത്തിലെ കാര്യം ഏതാണ്? ആപ്തരക്ഷക ഇല്ല, നാഗവല്ലി. ആപ്തരക്ഷകത്തില് അല്ല. ഈ ചന്ദ്രമുഖിയിലും ആപ്തമിത്രയിലുമാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതായത് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ അകത്തിലെ ഗംഗയുടെ ക്യാരക്ടർ, നമ്മുടെ മലയാളത്തിലെ ഗംഗയുടെ ക്യാരക്ടർ കുറച്ചൊരു മോഡേൺ, കൽക്കട്ടയിൽ നിന്ന് വന്നതുകൊണ്ട് മോഡേൺ പെണ്ണായിട്ടാണ് കാണിക്കുന്നത്. മറ്റേതിനകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അതായത് ആപ്തരക്ഷയിലും ചന്ദ്രമുഖി 1-ലും പറയുന്നത് എങ്ങനെയാണ്, ഇവർ മോഡേൺ ആണ്, ഇവർ ആപ്തരക്ഷയല്ല, ആപ്തമിത്ര. ആപ്തമിത്രയിലും പറയുന്നത് എങ്ങനെയാണ്, അതായത് ഇവർ മോഡേൺ പെൺകുട്ടികളാണ്, വെളിയിൽ പോയി പഠിച്ചവരാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബട്ട് പ്രശ്നം എന്താ അറിയാമോ, ഈ മലയാളത്തിൽ അങ്ങനത്തെ ഒരു ആംഗിളേ അവർ പിടിച്ചിട്ടില്ല. നകുലനും ഗംഗയും പ്രോപ്പർ ഒരു നോർമൽ കപ്പിളാണ്. അങ്ങനെ ഒരു ദേവ്ഡു ഫിഗർ ഒന്നും ഇല്ല. ഭർത്താവിന് ദേവ്ഡു അവസ്ഥയൊന്നും കൊടുത്തിട്ടില്ല. നകുലനൊരു ഈക്വലായിട്ടാണ് പുള്ളിക്കാരിയെ കാണുന്നത്. അങ്ങനെ എന്താണ് ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് എന്താ അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ അത്യാവശ്യം ഫ്രീഡം ഫാമിലിയാണ്. കൊടുക്കുന്ന മുട്ടൻ ആ ഫാമിലി ആംഗിൾ ആയിരുന്നുണ്ട്. അവർ പിടിച്ചിട്ടേ ഇല്ല. അന്നത്തെ കാലത്തെ പടമായിട്ട് ആ ആംഗിൾ അവർ പിടിച്ചിട്ടില്ല. ഭയങ്കര ഈക്വൽ ആയിട്ടാണ് ആ 2 ക്യാരക്ടേഴ്സും മുന്നോട്ട് പോകുന്നത്. ബട്ട് ഇതിനകത്തിലുണ്ടല്ലോ ഇച്ചിരി കുടുംബസ്ഥയാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു അത് സ്ത്രീയാണ് പുള്ളിക്കാരി. കാരണം ഇതിൻ്റെ അകത്തിൽ മലയാളത്തിലും ഈ സെയിം സീക്വൻസ് ഉണ്ട്. അതായത് നാഗവല്ലിയായിട്ട് ബെഡ് പൊക്കി കഴിയുമ്പം എന്താ ഗംഗ എന്ന് വിളിച്ചിട്ട് ബെഡ് താഴെയിട്ട് കഴിയുമ്പോൾ പുള്ളിക്കാരി തിരിച്ച് നാഗവല്ലിയിൽ നിന്ന് നമ്മുടെ ഗംഗയായി മാറുകയാണ്. ആ മാറുന്ന സമയത്ത് എന്നെ ആപ്തമിത്രയില് പുള്ളിക്കാരി ബെഡ് പൊക്കുന്നില്ല, പക്ഷെ ചന്ദ്രമുഖിയിൽ പൊക്കുന്നുണ്ട്. അല്ല ബെഡിൽ പൊക്കുന്നുണ്ട്. വലിയ ബെഡ്, അത് വലിയ ബെഡാണ്, പൊക്കുന്നുണ്ട്. പൊക്കുന്നുണ്ടോ? സൗന്ദര്യം പൊക്കുന്നുണ്ട്. പക്ഷെ ഇവര് ഈ ബെഡ് കൊണ്ടുപോകുന്ന സീന് ചന്ദ്രമുഖിയിൽ കാണിക്കുന്നുണ്ട്. പണിക്കാർ വന്നിട്ട് ഇത് പൊക്കാൻ പറ്റുന്നില്ല എന്ന് പൊക്കുന്ന പറയും. പക്ഷെ അത് വലിയ ബെഡാണ്. ആപ്തമിത്രയിലില്ല. ഇല്ല അത്രയ്ക്കങ്ങ് എലാബറേഷൻ ഒന്നും ഇല്ല ഇതിനകത്തില്ല. ജസ്റ്റ് പൊക്കുന്നുണ്ട്, പക്ഷെ സൗന്ദര്യം പൊക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന ഇതാണ്. അപ്പോൾ ഈ ബെഡ് പൊക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഗംഗയുടെ ക്യാരക്ടർ, അതായത് ശോഭനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് എന്നെ വെറുക്കല്ലേ നകുലേട്ട എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അങ്ങ് തളർന്നങ്ങ് വീഴുവാണ്. അല്ലാതെ കാല് പിടിക്കുന്ന പോലെ അല്ല കാണിക്കുന്നത്. പക്ഷെ മറ്റേ 2 ക്യാരക്ടേഴ്സ് അങ്ങനെയല്ല. ഇത് ഭർത്താക്കന്മാരുടെ കാലേ വീണിട്ട് എന്താണ് എന്നെ കൊല്ലെന്ന് പറയണ്ട, എന്തോ ഒരു വൃത്തികെട്ട. നമുക്കതൊരു എനിക്കത് ഭയങ്കര അങ്ങനത്തെ ഒരു ആംഗിൾ അവർ പിടിച്ചിട്ടേ ഇല്ല ഒറിജിനലിൽ. പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരു സാധനം കൂട്ടുന്നത് എനിക്കറിയാൻ വയ്യ. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഈ സണ്ണിയുടെ ക്യാരക്ടർ 2 അതായത് ചന്ദ്രമുഖിയിലും ആപ്തമിത്രയിലും സണ്ണി പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഓൾറെഡി പടം മുഴുതിയുള്ള പടത്തിലുള്ളത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് എന്തോ ഒപ്പട്ടോ എന്താണ്ട് ഒരു സ്വീറ്റ് ചപ്പാത്തി എന്നാണ് അവർ പറയുന്നത്. ഒബഡു, പുരൻപൊട്ടിയോ എന്താണ്ടാണ്, എന്തോ ഒരു കന്നഡ വിഭവമാണ്. എനിക്കത് കണ്ടിട്ട് ഞാൻ എന്റെ റെസിപ്പി പോയി വായിച്ചായിരുന്നു. കണ്ടിട്ട് ഒരുമാതിരി നമ്മുടെ ഈ കല്ലേപ്പരത്തി ഒറോട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിനെ പറയുന്നത് അറിയാം. ഞങ്ങളുടെ നാട്ടിൽ അതിനെ കല്ലേപ്പരത്തി ഒറോട്ടി എന്നൊക്കെ പറയുന്ന സാധനം. ഞാൻ ആലോചിച്ചത് ഇവള് പറയുന്ന ഈ ഒറോട്ടിയും കല്ലേപ്പരത്തിയൊക്കെ എന്ത് കിട്ടി, ഇവള് ഗോതമ്പ് ഗോതമ്പ് ദോശ പക്ഷെ നമ്മൾ ഒഴിച്ചുണ്ടാക്കുന്നതല്ലേ, ഇത് അങ്ങനെയല്ല. ഇത് മാവ് വെച്ചിട്ട് കല്ലെ തന്നെ ഇങ്ങനെ പരത്തും. അതുകൊണ്ടാണ് കല്ലേപ്പരത്തി എന്ന് പേര്. ഇലയപ്പം ഒക്കെ പോലെ.
ആ ഇലയപ്പം വെക്കത്തില്ല, അതുപോലെ അതുപോലെ ഇത് ജസ്റ്റ് അതിന്റെ കല്ലേൽ പേരുണ്ട്. പരത്തും, മറ്റേത് ഇലയെ പരത്തുന്നോണ്ട് ഇലയപ്പം എന്ന് പറയാം. അങ്ങനെ അപ്പൊ വാട്ടെവർ, അപ്പൊ അതുപോലത്തെ ഒരു കല്ലേപ്പരത്തി കഴിക്കുമ്പോ ഫീലിംഗ് ആണ്. കമ്പന്തൂറി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വേരുണ്ട്. എനിക്കറിയില്ല അതെന്താണ്. ഓക്കെ, അപ്പോൾ വാട്ടെവർ പറഞ്ഞു. ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അതായത് അതുപോലത്തെ ഒരു സാധനമാണ്, ഒരു ഒരു മഞ്ഞ കളറിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഉണ്ടാക്കി സണ്ണിയുടെ ബാഗിൽ വെച്ച് കൊടുക്കുകയും ഒരു കുടുംബസ്ഥയായിട്ടുള്ള ആ എന്തിന് എന്തിന് ശരിയാ. ഇങ്ങനത്തെ സാധനങ്ങൾ എന്തിന് കൊണ്ടുവന്നു? ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല അതിനകത്തിൽ. ശോഭനയുടെ ക്യാരക്ടർ അൾട്രാ മോഡേൺ ആണെന്ന് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരി ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്, ഭയങ്കര റീഡിങ് ഉള്ള റീഡിങ് ഹാബിറ്റ് ഉള്ള കൾച്ചറൽ ഒരാളാണ്. ഡിഫറൻസസ് കാണിക്കണമല്ലോ, എന്നാലല്ലേ പി.വാസവണ്ണന് മറ്റേ റിട്ടേൺ ആൻഡ് ഡയറക്ടർ സ്ക്രീൻ പ്ലേ എല്ലാം പുള്ളിക്ക് എടുക്കാൻ പറ്റും. ഞാൻ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വരും, ഇത് മണിച്ചിത്രത്താഴിൽ ഇല്ലല്ലോ. അപ്പൊ നീ ഇപ്പൊ പറയുമ്പോ തന്നെ അറിയാമല്ലോ ആപ്തമിത്രയും മണിച്ചിത്രത്താഴും തമ്മിൽ എന്തുമാത്രം വ്യത്യാസം. വ്യത്യാസങ്ങളുണ്ട്. അതെ 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 അതെ. ഇത് പക്ഷെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഡിഫറൻസ് അല്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇച്ചിരി ഓവർ ആയിട്ട് നോക്കുന്നു ചില ആൾക്കാർക്ക് തോന്നും, ബട്ട് നോട്ട് എനിക്കത് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് കാര്യം തോന്നിയായിരുന്നു. ഡാൻസിന്റെ കാര്യം ഇവള് പറയുമ്പോഴത്തേക്ക് നമ്മള് എന്നെ പോലെ അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ, ഞാൻ നിങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്, നമ്മളൊക്കെ അങ്ങനെ നോട്ട് ചെയ്യില്ല. കാര്യം മൂലം നമുക്ക് ഡാൻസ് കാണുമ്പോൾ എന്തോ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ടെന്ന് ഈ സൗന്ദര്യയുടെയും ഈ വിദ്യാബാലന്റെയും മറ്റേ പിന്നെ പരിമലാരാമന്റെ ഒക്കെ കണ്ടാലും തോന്നത്തുള്ളൂ. പക്ഷെ അതിലെ മുദ്രകളും മറ്റേ അരമണ്ടല ഇരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാൻസ് പഠിച്ചവർക്കേ അറിയത്തുള്ളൂ, നമ്മള് സാധാരണക്കാർക്ക് അറിയില്ല. നീ അത് ഓർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഇരുന്ന് ഒന്നിച്ച് കാണുന്നത്? ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്കങ്ങ് തികട്ടി വന്നിട്ട് ഞാൻ പോയിട്ട് ശോഭനയുടെ ഡാൻസ് 5 വട്ടം കണ്ടു. എനിക്ക് വയ്യാഞ്ഞിട്ട്. കാരണം നമ്മൾ പക്ഷെ ശോഭന എന്നൊക്കെ കങ്കണയുടെ പറഞ്ഞത്, കണ്ടു കഴിഞ്ഞാൽ നമുക്കാണേലും മനസ്സിലാവും, കങ്കണയുടെ അനുഷ്ക ഷെട്ടിയൊക്കെ കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അയ്യോ അനുഷ്കയുടെ അതിന് ഡാൻസ് ഡാൻസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണമെന്നില്ല. അനുഷ്ക പിന്നെ കുഴപ്പമില്ല, കങ്കണയുടെ കളി കണ്ടു കഴിഞ്ഞാൽ എന്റെ ദൈവമേ, സഹിക്കില്ല. അപ്പോ അങ്ങനെ അവര് സത്യമായിട്ട് കാരണം ഞാൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, നമ്മളെന്നൊക്കെ ഞാൻ അങ്ങനെ വലിയ ഡാൻസർ ഒന്നും അല്ല, ബട്ട് ഞാൻ കുഞ്ഞിലോട്ടൊരു 10 years ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെന്നൊക്കെ പറയുന്നത് ശോഭന എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്, ഡാൻസർ ആസ് എ ഡാൻസർ. കാരണം ജീവിതം തന്നെ അതിന് ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യ സ്ത്രീയാണ്. കളിക്കുന്നതും എന്ത് രസമായിട്ടാണ് കളിക്കുന്നത്, ഭയങ്കര രസമാണ് കളിക്കുന്നത്. പക്ഷേ ലക്ഷ്മി ഗോപാലസ്വാമിനെ അവര് ആപ്തരക്ഷകയ്ക്കകത്ത് ആപ്തരക്ഷകയെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവരുമ്പോഴത്തേക്ക് പക്ഷേ അവരുടെ ആ ഒരു ഡാൻസ് ടാലന്റിനെ അവർ യൂസ് ചെയ്തിട്ടില്ല. ഒരു പാട്ടിനകത്തിലാണ് ആകെ അവർ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള റോള് അവർക്ക് പ്രായമായതുകൊണ്ടായിരിക്കും, അറിയില്ല, ലക്ഷ്മി ഗോപാലസ്വാമി കുറച്ചുകൂടെ പ്രായമുള്ള ആളായതുകൊണ്ടാവും. പക്ഷേ അത് ഇച്ചിരി വിയേർഡ് ഓക്കോർഡായിരുന്നു. പുള്ളിക്കാരിക്ക് കൊടുത്ത റോള് പുള്ളിക്കാരി മര്യാദയ്ക്ക് ഡാൻസ് ചെയ്തിട്ടുണ്ട്, നല്ല പുള്ളിക്കാരി പ്രോപ്പർ ഡാൻസർ ആണല്ലോ. അപ്പോൾ അങ്ങനെ എനിവേസ്, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കത് ഇച്ചിരി ഭീകരമായിട്ട് തോന്നി, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു കാര്യം ആവശ്യമില്ലായിരുന്നു അവിടെ, പക്ഷെ അത് കൊണ്ടുവന്നു, സ്വാഭാവികം. പിന്നെ വേറൊരു കാര്യം ഇവിടെ എല്ലായിടത്തും എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതായത് ഈ അത് പക്ഷെ എനിക്കൊന്ന് ആപ്തമിത്ര നാഗവല്ലിക്കകത്തിലാന്ന് തോന്നുന്നു, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അതായിരിക്കും നല്ലത്. സോറി, ആപ്തരക്ഷക നാഗവല്ലി, സോറി, എനിക്ക് ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട് പേര്, ഇതെല്ലാം കൂടെ ഒരുമാതിരി ഇപ്പം വൃത്തികെട്ട അവസ്ഥ ആയതുകൊണ്ട്. ഇപ്പം ആപ്തമിത്രയിലെ എല്ലാം കവർ ചെയ്തില്ലേ, എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ശ്രീദേവിയുടെ ക്യാരക്ടർ എന്തുകൊണ്ട് മലയാളിക്ക് കുറച്ചുകൂടെ വർക്കൗട്ട് ആയി എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇപ്പൊ തന്നെ ഇച്ചിരി ലോങ് ആയി, 2 മണിക്കൂറായി. അതായത് ശ്രീദേവിയുടെ ക്യാരക്ടർ രണ്ടാമത്തെ വീഡിയോ ആയി പുറകെ വരുന്നതായിരിക്കും ആൾക്കാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ശ്രീദേവിയുടെ ക്യാരക്ടറിൻ്റെ 2 ആംഗിൾ ഞാൻ പറയാം. ഒരെണ്ണം എന്ന് പറയുന്നത് അവിടുത്തെ വീട്ടിലുള്ള പെണ്ണാണ് ശ്രീദേവി. അപ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ശ്രീദേവിയായിട്ട്. അതായത് നെടുമുടി വേണുവിൻ്റെ തന്നെ മകളായതുകൊണ്ടും ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളതുകൊണ്ടും നകുലൻ്റെ മുറപ്പെണ്ണായിരുന്നുകൊണ്ട് അവർ കല്യാണം കഴിക്കാൻ ഇരുന്നതായതുകൊണ്ടും അവർക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അവിടെ ഒരു സിനാരിയോ, അവിടെ ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇവരിത് ഈ പെൺകൊച്ചിനെ വേലക്കാരിയാക്കിയത് കൊണ്ട് ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇവർ ഈ അമ്പലത്തിൽ പോകുന്ന സീക്വൻസിൽ ഇതിൻ്റെ അമ്പലത്തിൽ പറഞ്ഞു വിടുന്നുണ്ട്. ചന്ദ്രമുഖിക്കകത്ത് ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ചന്ദ്രമുഖി ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്തിൽ നകുലൻ്റെ കൂടെ ഈ ശ്രീദേവി എന്താണ്ട് മഞ്ജു വാര്യർ കോംബോ സാധനത്തിനെ പറഞ്ഞ് നമ്മുടെ അമ്പലത്തിൽ പറഞ്ഞു വിടുന്നുണ്ട് നകുലൻ്റെ കൂടെ. ബട്ട് അത് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൗന്ദര്യക്ക് അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് അവര് ഒരു അവിഹിതം നടക്കേണ്ട, അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു എന്തെങ്കിലും ഒരു കണക്ഷൻ വരേണ്ട ഒരു ചാൻസേ ഇല്ല. അയാൾ പ്രോപ്പറായിട്ട് ഈ പെണ്ണിനോട് സംസാരിക്കുന്ന പോലും ഇല്ല.
ഇല്ല, അതിന് പകരം സൗന്ദര്യയും സണ്ണിയുമായിട്ടാണ് ഇത്. അതായത് സൗന്ദര്യയാണ് രാമനാഥന്റെ പുറകെ പോയത്. അതായത് ഗംഗയാണ് രാമനാഥന്റെ പുറകെ പോയെന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള ഒരു ആ എന്റെ ഭാര്യനെ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടല്ലോ. അല്ല അതായത് ഇതിനത് നകുലൻ പറയും എന്റെ ഭാര്യനെ അങ്ങനെ സംശയിച്ചു, അപ്പൊ നിന്നെ ഞാൻ എന്റെ കർണനായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞ അടി ഉണ്ടാവുന്നില്ല പറയുന്നുണ്ട്. അതെ 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 അതെ. ഇതില് നകുലനാണ് വരുന്നത്, ഭാര്യ ഇങ്ങനെ അങ്ങനെ ആ ഒരു ആംഗിളിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നില്ല, പക്ഷെ എന്നാലും വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. വേണമെങ്കിൽ അങ്ങനെ റീഡ് ചെയ്യാം. ശരിയാണ്. ബട്ട് ഇത് എനിക്കറിയത്തില്ല, അത് വർക്കൗട്ട് ആവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരമ്മിൽ ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല. അവരമ്മിൽ പ്രോപ്പറായിട്ട് ഇത് സംസാരിക്കാത്ത രണ്ടുപേരെ കൊണ്ട് അമ്പലത്തിൽ. ശ്രീദേവിയും ആ നകുലനും ഇതില് ശ്രീദേവി കന്നഡ നകുലനും. ശ്രീദേവിയും ആ നകുലനും. കാര്യം ഒറിജിനൽ മലയാളത്തില് ശ്രീദേവി ആ നകുലൻ തമ്മിൽ മുറപ്പെണ്ണും മുറച്ചെറുക്കനായതുകൊണ്ട് അതുങ്ങൾ തമ്മിൽ അറിയാം. കുഞ്ഞിലെ തൊട്ട് ഒന്നിച്ച് വളർന്നതാണ്. കല്യാണം ആലോചിച്ച് കല്യാണം കല്യാണം കഴിക്കേണ്ടിയിരുന്നവരുമാണ്. ആണ്. അപ്പൊ അവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതുങ്ങളെ പറഞ്ഞു വിടുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ ഭാര്യ ആണെങ്കിൽ കൂടെ വേണമെങ്കിൽ ഡൗട്ട് ചെയ്യാം. ബട്ട് ഗംഗ ആസ് എ വെരി ഫ്രീ മൈൻഡഡ് പേഴ്സൺ അത് കെയർ ചെയ്യുന്നില്ല. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ തമ്മിൽ ഒരു ഇയാള് ഈ പെണ്ണിനോട് സംസാരിക്കുന്ന പോലും ഇതിനകത്ത് ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. ഏതാണ്ട് ആ കണ് പാടുന്നതിന് മുമ്പേ എന്താണ് ക്യാപ്റ്റൻ എല്ലാം പാട്ട് അറിയാവുന്നതാണ്. പട്ടാക്കകത്ത് മാത്രമേ ഉള്ളൂ. വട്ടായിക്കും ഉണ്ട്. ശരിയാണ്. അവിടൊക്കെയാണ് ആകെ ആ പെണ്ണിനെ കാണുന്നത് തന്നെ. നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് ഇവർ എക്സ്റ്റാബ്ലിഷ് അത് ചെയ്യാൻ ഇവരുടെ നോക്കുന്നത്? വീട്ടിലെ വേലക്കാരിയാണ്. വേലക്കാരിയുടെ കൂടെ ഭർത്താവിനെ പറഞ്ഞു വിട്ടാൽ ഇവർക്ക് എന്തോ അവര് ആ ഒരു ബന്ധമില്ല. അത് വേലക്കാരി ആയിരുന്നാലും നീ മോഹമില്ലേ, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു. പക്ഷേ ഇപ്പൊ ശ്രീവാസവണ്ണൻ ആ ആംഗിളിൽ നിന്നാണ് ചിന്തിച്ചത് എനിക്കറിയില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇവർ ഈ സെയിം സാധനം വേറൊരു ഇതിൽ എന്ന് പറഞ്ഞത്, അതായത് ഞാൻ പറഞ്ഞില്ല, ശ്രീദേവി ആ വീട്ടിലെ ആളായതുകൊണ്ട് അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ പെണ്ണിനെ അവിടെ അവർ കല്യാണം കഴിച്ചു. ബട്ട് അതൊരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയായതുകൊണ്ടും എന്താണ് ഞാൻ നോക്കിയിട്ടെ മൺസൂത്താഴ് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണ്. നമ്മുടെ മലയാളത്തിൽ പണ്ടത്തെ കാലത്ത് ഒരു പ്രവണത ഇല്ലായിരുന്നു. നമ്മളിത് വേറെ ഏതോ വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് മോഡേൺ ചിന്താഗതിയുള്ള പെണ്ണുങ്ങളൊക്കെ അതല്ല, ഈ പെണ്ണുങ്ങൾ വേർജിൻ ആയിട്ടിരിക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അതായത് കെട്ടിയാലും വേർജിൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അത് നമ്മുടെ കോൺവെർസേഷൻസിലായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അതായത് അത് അങ്ങനത്തെ ഒരു മാത്രമല്ല, പ്രവണത ഈ ഉണ്ട് മറ്റേ പൊതുവെ ഹിറ്റ്ലറിനെ പോലെ ഇപ്പൊ റേപ്പ് ചെയ്തവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുക. കഴിപ്പിക്കുക. പിന്നെ അങ്ങനത്തെ ഇപ്പൊ സത്യം പറഞ്ഞാല് മറ്റേ ഇതിൻ്റെ അകത്തില്ല, എന്തായിരുന്നു ആ പടത്തിന്റെ പേര്, മറ്റേ രഞ്ജിത്തിന്റെ പടം ഉണ്ടല്ലോ, മോഹൻലാലും മീനയുള്ള പടം, ചന്ദ്രോത്സവം. ചന്ദ്രോത്സവത്തിന്റെ അകത്തിലാണെങ്കിൽ ആ പെണ്ണ് വേർജിൻ ആണ് അവിടെ. അതുപോലെ കുറെ പടങ്ങളുണ്ട് ഇങ്ങനെ. ഏത് പടം എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഇങ്ങനെ കുറെ പടങ്ങളുണ്ട് കേട്ടോ. അതായത് നായിക വേർജിൻ ആയതുകൊണ്ട് ഇത് ഒളിമ്പ്യൻ അന്തോണിയാദത്തിൽ പുള്ളിക്കാരി വേർജിൻ ആണ്. കാരണം പുള്ളിക്കാരൻ ഒരുമാതിരി ഡ്രഗ്സൊക്കെ കുത്തിവെച്ച് ഇതായതുകൊണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ പടങ്ങളിലുണ്ട് ഈ ഒരു കോൺസെപ്റ്റ് അവർ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇച്ചിരി വിയേർഡാണ്. ഈവൻ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് ഞാൻ കമലിന്റെ ഡയറക്ടർ കമലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ, മറ്റേ കമലല്ലായിരുന്നോ മറ്റേ ഈ അഴകിയ രാവണൻ ഡയറക്റ്റ് ചെയ്തത് അല്ലേ? അത് കമലാണോ? ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. അതെ, കമലിന്റെ ഇന്റർവ്യൂ കണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അഴകിയനാവണിന്റെ അകത്തില് എന്താണ് അതിനകത്തിലെ ഫീമെയിൽ ക്യാരക്ടർ വേർജിൻ അല്ല. അപ്പോൾ അങ്ങനെ വേർജിൻ അല്ലാത്ത ഒരു ക്യാരക്ടറിനെ മമ്മൂട്ടി ഏറ്റെടുക്കുന്നത് അതൊരു വലിയ സാക്രിഫൈസ് ആയിട്ടാണ് അന്തക്കാലത്തിലെ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് അതിന് മിക്സ്ഡ് റിവ്യൂ ആണ് വന്നത്, നെഗറ്റീവ് റിവ്യൂവും വന്നു. പിന്നീട് ഉള്ള ആൾക്കാർ അതിനെ വലിയൊരു സാക്രിഫൈസ് ആയിട്ട് കാണുകയും മമ്മൂട്ടിയുടെ ക്യാരക്ടർ എന്തോ വലിയ വലിയ ത്യാഗം ചെയ്തു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അതിനെ കാണപ്പെടുന്നുണ്ട്. എന്താണ് കമല അല്ല അത് കമല ഡയറക്ടർ. കമലാണ്. ഭാനുപ്രിയയുടെ കാര്യമോ നീ പറയുന്നത്? ഭാനുപ്രിയയുടെ കാര്യം. യെസ്. അത് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ട ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കമൽ പറയുന്ന കേട്ടാണ്. ഭയങ്കര കറക്റ്റ് അല്ലേ? അത് ഭയങ്കര ത്യാഗമായിട്ടാണ് മമ്മൂട്ടി ചെയ്യുന്ന വലിയൊരു ത്യാഗമായിട്ടാണ് അതിനെ എല്ലാവരും അത് കാണുന്നത്. അപ്പൊ ആ ഒരു പ്രവണത ഒന്നും ഇല്ല ഇതിനകത്തിൽ. അങ്ങനത്തെ ഒരു കാര്യവും പറയുന്നില്ല. സണ്ണി ആണെങ്കിലും അവർ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ ഇല്ലയോ, ഇതാണ് പുള്ളിക്കാരി സെക്ഷലി ആക്റ്റീവ് ആയിരുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം ഇതിനകത്തിലൊന്നും പറയുന്നില്ല. സണ്ണിയുടെ ക്യാരക്ടറിന് ഈ ശ്രീദേവിയുടെ ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പ്രപ്പോസൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോഹൻലാലിൻ്റെ. അത് പറയാതിരിക്കാൻ വയ്യ.
അത് ഈ സെയിം പ്രപ്പോസൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സെയിം സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഭ്രാന്തുള്ളവരോടെ ജീവിക്കാൻ ഭയങ്കര പാടാണ്, ഭ്രാന്തുള്ളവരെ ചികിത്സിക്കുന്നവരുടെ കൂടെ ജീവിക്കാൻ അതിലും പാടാണ്. ഇതിനകത്ത് മറ്റേതിൽ എന്റെ അമ്മച്ചി അയക്കാന്നാണ് പറയുന്നത്, ഇതിനകത്തില് പോരുന്നു എന്റെ കൂടെ പോലത്തെ സാധനം. അല്ല, റോസാപ്പൂ ഒക്കെ വെച്ച് പുള്ളിയുടെ ഇതൊക്കെ ഹാർമോണിയം തിരിച്ചു വെക്കുന്ന അതിന്റെ കൂടെ ഓക്കെ, ഉണ്ട് റോസാപ്പൂ ഉണ്ട് പേപ്പറൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ട് 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 അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി, കാരണം അങ്ങനത്തെ ഒരു കാര്യം അവർ മെൻഷൻ ചെയ്യുന്നില്ല, അതിനെ ഒന്നും പോക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. നെടുമുടി വേണുവിനോടും പറയുന്നുണ്ട് മോഹൻലാൽ. അതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇന്നത്തെ കാലത്ത് കാണുകയാണെങ്കിൽ നമുക്കതൊരു ഇച്ചിരി തികട്ടി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അതിനകത്തിലില്ല, ആ പടത്തിനകത്തിൽ. നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മണിച്ചിത്രത്താഴ് കണ്ടപ്പം അത് വേണ്ടായിരുന്നു, അത് ഇച്ചിരി വിയേർഡായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ മണിച്ചിത്രത്താഴ്? ഇല്ല. അതാണ് കാര്യം അപ്പം അവരുടെ സെറ്റിങ് മേക്ക് സെൻസ്. കാര്യം നകുലനും ഗംഗയൊക്കെ കൊൽക്കത്തയിലൊക്കെ ജീവിച്ചിട്ട് വരുന്നവരാണ്. ഇവരാണെങ്കിൽ ഇവിടുത്തെ ഒരു നാടൻ ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ പോകുന്ന എനിക്ക് ആകെപ്പാടെ ഇച്ചിരി ഒരു വേണമെങ്കിൽ ഒരു നിപ്പിക്കായിട്ട് പറയാവുന്ന, അതായത് ശ്രീദേവിനെ കയറ്റിയിട്ട് മറ്റേ മോഹൻലാല് അലറുന്ന തല്ലുവാണെന്ന് സീനാണ്. തോന്നുന്ന അലറുന്നതില് ശ്രീദേവിയുടെ അലർച്ച ഇച്ചിരി വിയർഡായിരുന്നു. പക്ഷെ ആപ്തമിത്രം കണ്ടു കഴിഞ്ഞപ്പോ അത് മാറിക്കിട്ടി. കാര്യം അതില് ഒരുമാതിരി പുള്ളി അവളെ റേപ്പ് ചെയ്ത പോലെയാണ് പുള്ളിക്കാരി. അതും പുള്ളി ഇച്ചിരി ക്രീപ്പി ആയതുകൊണ്ട് നമുക്കത് ഓവർ ക്രീപ്പി ക്രീപ്പി ആയിട്ട് വൈബായതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. എന്തോ അതിൻ്റെ അത് നടന്നുള്ള രീതിയിലുള്ള ഒരു കരച്ചിലാണ് പുള്ളി ഓ, അത് ഞാൻ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. അതായത് ഈ പുള്ളിക്കാരി വേലക്കാരിയാണല്ലോ. അപ്പോൾ വേലക്കാരി ആയതുകൊണ്ട് മറ്റേതിനകത്ത് ശ്രീദേവി സ്വന്തം വീട്ടിലായതുകൊണ്ട് അവർക്ക് ഭ്രാന്ത് മാറ്റണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇതാരും അറിയരുതെന്നുള്ള ഒരു കാര്യമുണ്ട്. ബട്ട് ഇതിനകത്തിൽ അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഇല്ല, കാരണം അവരവിടുത്തെ വേലക്കാരിയാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആ വീട്ടുകാർ മൊത്തം നിൽക്കുന്നത്. അപ്പോൾ പൈസ കൊടുത്ത് ഈ പെണ്ണിനെ ഒഴിവാക്കാനും നോക്കുന്നുണ്ട്. കന്നഡ നെടുമുടി വേണു ചെന്നിട്ട് പുള്ളിക്കാരുടെ പൈസ മുത്തശ്ശന് കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പൊക്കോളം പറയുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പേഴ്സണൽ കണക്ഷനും ആ ടച്ചും പോയി. ആ വീട്ടുകാർ മുഴുവൻ ആ സംഭവം കാരണം ശ്രീദേവി ഇങ്ങനെ ഇതായതുകൊണ്ട് അവര് മൊത്തത്തിൽ എഫക്റ്റഡ് ആവുന്നുണ്ട്. ഇവിടെ അങ്ങനെ അതെ അതെ ഒന്നുമില്ല, അതെ. വേലക്കാരിയില്ല, അവൾ പോയാലും ഇപ്പൊ വേറെ അല്ല, വേലക്കാരിയില്ല. പക്ഷെ അതിനകത്ത് ചെറുതായിട്ട് പിവാസ് വണ്ണൻ ഇച്ചിരി ഒരു ഉരുണ്ടുകളി നടത്തി. അതായത് ഗംഗയെ പെട്ടെന്ന് കയറി വന്നിട്ട്, അതായത് ഇവള് പോയി കഴിഞ്ഞാല് ഗംഗയുടെ ബ്ലെയിം മൊത്തം, അതായത് ഗംഗ ചെയ്യുന്ന കാര്യം മൊത്തം ബ്ലെയിം എടുക്കുന്നത് ശ്രീദേവിയുടെ ക്യാരക്ടറാണല്ലോ. അതുകൊണ്ട് ഗംഗ വന്ന് പുള്ളിക്കാരിയെ സേവ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു അതിനകത്തില്. അങ്ങനത്തെ ഒരു ആംഗിൾ വേണമെങ്കിൽ പോട്ടെന്ന് പറയാം. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അല്ലേ? ഓൾറെഡി 2 മണിക്കൂറായി. ആൾക്കാർ തെറി വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭാഗ്യം നമുക്കൊരു എന്നുള്ള കാര്യം ചെയ്യാം. പിന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് ഓർത്താണ്. പക്ഷെ ആത്മമിത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്രയും നിങ്ങളായി. അതെ എന്നാ അതെ പിന്നെ അതെ ഇത് അതെ അതെ, ആത്മരക്ഷകയും നാഗവല്ലിയും ഒറ്റ ഇതായിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അത് ഒരു പിന്നെ പടമാണ് സത്യം പറഞ്ഞാലത്. അപ്പൊ അതെ നമുക്കത് അതെ അതെ ഒറ്റപ്പടമായിട്ട് ചെയ്യാം. സോ ഓൺ ദാറ്റ് നോട്ട്, സോ ദിസ് ഇസ് മീ UTC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ. മിസ്റ്റർ യെസ്, ബൈ. ബൈ.